മക്കളെ ഹായ് 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 ഹലോ 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 ഗുഡ് ഈവനിങ് എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മൾ ഏകദേശം അല്ലേ 7 ചാപ്റ്റർ അരച്ച് കലക്കാണ് കൈ കൊടുത്തതല്ല. ഓക്കെ, കൃത്യമായിട്ട് 7 ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, എല്ലാം നല്ല വ്യക്തമായി പറഞ്ഞു കൊടുത്തു എല്ലാം. ഓക്കെ, ഇന്നും ഒരു 7 ചാപ്റ്റർ നമ്മൾ കൃത്യമായിട്ട് കയ്യിലങ്ങാട് കൊടുക്കും. തീർച്ചയായും നാളെ പരീക്ഷ എഴുതിയിട്ട് A+ വരെ നമ്മുടെ കൈ കൊടുത്തു തരും. ഓക്കെ, അതല്ലേ ഡീൽ അതല്ലേ? ഡീൽ അതാണെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് എല്ലാവരും ഡീൽ അതാണെങ്കിൽ ഒരു തംസപ്പ്. ഡീൽ അതാണെങ്കിൽ എവിടെ 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 നമ്മുടെ ചങ്കുകൾക്ക് ഒരു ഉഷാറ് കാണില്ല. സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പൊ റെഡി ആക്കി തരോട്ടാ. ഓക്കെ ഫൈൻ ഫൈൻ. മക്കളെ, അപ്പൊ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ലൈവിന്റെ ഫൈനൽ പാർട്ടാണ് അല്ലെ, സെക്കൻഡ് ഡേ നമ്മുടെ ഫൈനൽ പാർട്ടാണ്. അപ്പം എല്ലാവരും സാറേ ഓക്കെ ഓക്കെ യെസ് ഓക്കെ എന്താണ്? അപ്പൊ നമുക്ക് സമയം കളയണ്ടല്ലോ സാറേ, വെറുതെ നമുക്ക് സമയം കളയണ്ട. ചാപ്റ്ററിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം സാറേ. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ചോ, നമ്മൾ കഴിഞ്ഞ 3ാമത്തെ റിവിഷനിൽ പഠിച്ച ഫ്ലൂയിഡ് എന്ന് പറയുന്ന 8 മാർക്ക് കട്ട് ഓഫ് വരുന്ന ചാപ്റ്ററിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഓക്കെ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്താണ് പഠിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്കൽസ് ലോ ആണ്. ഓക്കെ ആണല്ലോ, പാസ്കൽസ് ലോ. ക്വസ്റ്റ്യൻ ചോദിക്കും ഡിഫൈൻ പാസ്കൽസ് ലോ, പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ എന്താ പാസ്കൽസ് ലോ? ദ പ്രഷർ അപ്ലൈഡ് ടു ആൻ എൻക്ലോസ്ഡ് ഫ്ലൂയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് അൺഡിമിനിഷ്ഡ് ടു എവറി പോർഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ആൻഡ് ടു ദ വോൾ ഓഫ് ദ കണ്ടെയ്നിങ് വെസൽ. എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. പാസ്കൽസ് ലോ എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ അല്ലേ? നമ്മൾ കൊടുക്കുന്ന പ്രഷർ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, പാസ്കൽസ് ലോ പറഞ്ഞു വെച്ച കാര്യം അതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് എന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ അല്ലെ? പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസറാണ് എന്ത്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഈ ഹൈഡ്രോളിക് ലിഫ്റ്റിൽ സാറേ എന്താണ് പഠിക്കേണ്ടത്? ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇക്വേഷൻ പഠിക്കുക. F1/A1 is equal to F2/A2. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞേ. ഓക്കെ അല്ലെ? F1/A1 is equal to F2/A2 എന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ എന്താ ഗുണം? F1 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ A1നെ ഈ സൈഡിലേക്ക് കൊണ്ടുവച്ചാൽ മതി. ഇനി F2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ A2നെ ഈ സൈഡിലേക്ക് കൊണ്ടുവച്ചാൽ മതി. കാര്യങ്ങൾ സെറ്റ്. എന്നാൽ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ 2 ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാൻ പറ്റും. ഏതൊക്കെ ചോദിക്കാൻ പറ്റും? സ്ട്രീം ലൈൻ ഫ്ലോയും ചോദിക്കാൻ പറ്റും, ടർബുലന്റ് ഫ്ലോയും ചോദിക്കാൻ പറ്റും. അപ്പൊ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മുമ്പിലുള്ള പാർട്ടിക്കിളിന്റെ അതേ വെലോസിറ്റിയിൽ, ഓക്കെ, അതേ ഡയറക്ഷനിൽ ബാക്കിലുള്ള, അതായത് പിൻഭാഗത്തുള്ള എല്ലാ പാർട്ടിക്കിൾസും മൂവ് ചെയ്യുകയാണെങ്കിൽ, ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അത്തരം ഫ്ലൂയിഡുകളുടെ ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സ്റ്റെഡി ഫ്ലോ. ഓക്കെ, സ്റ്റെഡി ഫ്ലോ. എന്നാൽ ടർബുലന്റ് ഫ്ലോ ആണെങ്കിലോ ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് മുകളിൽ, ഓക്കെ, ക്രിട്ടിക്കൽ വെലോസിറ്റിക്ക് മുകളിലാണ് ഒരു ഫ്ലൂയിഡിന്റെ ഫ്ലോ എങ്കിൽ അത്തരം ഫ്ലോയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടർബുലന്റ് ഫ്ലോ. അപ്പൊ സാറേ പിന്നെ എന്തിനാണ് റെയ്നോൾഡ്സ് നമ്പർ? റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്ന ഒരാള് ആരാണ്? ചെക്ക് പോസ്റ്റ് ആണ്. ഒരു പൈപ്പിലൂടെ വരുന്ന ഫ്ലൂയിഡ്, ഓക്കെ, ഒരു പൈപ്പിലൂടെ വരുന്ന ഒരു ഫ്ലൂയിഡ് ടർബുലന്റ് ആണോ സ്ട്രീം ലൈൻ ആണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? റെയ്നോൾഡ്സ് നമ്പർ ആണ്. അപ്പൊ റെയ്നോൾഡ്സ് നമ്പറിന്റെ ഉപയോഗം എന്താണ്? ഓക്കെ, അവനാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫ്ലോയെ ഡിറ്റർമൈൻ ചെയ്യുന്നത് റെയ്നോൾഡ്സ് നമ്പർ ആണ്. ഇക്വേഷൻ പഠിക്കണം. R is equal to rho VD divided by eta. ഓക്കെ, rho VD divided by eta. rho എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി, V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ, ഈറ്റ പഠിച്ചു വെച്ചേക്കണം വിസ്കോസിറ്റി. ഇനി റെയ്നോൾഡ്സ് നമ്പർ ലെസ് ദാൻ 1000 ആണെങ്കിൽ അവൻ സ്ട്രീം ലൈൻ ഫ്ലോ, ഇമ്പോർട്ടൻസ്. ലെസ് ദാൻ 1000 ആണെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ. ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോ. ഗ്രേറ്റർ ദാൻ 2000 ആണെങ്കിൽ ടർബുലന്റ് ഫ്ലോ. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരും. 1001 1999 ഇടയിലാണ് ഈ പറയുന്ന ഫ്ലോ എങ്കിൽ അവൻ അൺസ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ അല്ലേ? അവൻ അൺസ്റ്റഡി ഫ്ലോ ആണ്. ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ്. ഓക്കെ ആണെങ്കിൽ ഓക്കെ എല്ലാവരും ഒരു തംസ് അപ്പ്. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചാപ്റ്ററിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ഏതാണത്? ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ ആണ് സാറേ. ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ ആണ്, വേറൊന്നുമില്ല. ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, എന്താണ് ബെർണോള്ളിസ് പ്രിൻസിപ്പിൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഫോർ സ്ട്രീം ലൈൻ ഫ്ലോ,
ഓഫ് ആൻ ഐഡിയൽ ഫ്ലൂയിഡ്. രണ്ട് വാക്കിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കണം, ഐഡിയൽ ഫ്ലൂയിഡും ആയിരിക്കണം. ഓക്കെ, ദ സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. വരുന്ന ഫ്ലൂയിഡ്, ഓക്കെ, വരുന്ന ഫ്ലൂയിഡ് സ്റ്റഡി ഫ്ലോയിലായിരിക്കണം. ആ ഫ്ലൂയിഡ് ഐഡിയൽ ഫ്ലൂയിഡ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? പ്രഷർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം, കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡെറിവേഷൻ 3 മാർക്കിന് ചോദിക്കുന്ന അതിന്റെ ഡെറിവേഷൻ അത് നോക്കാലോ. നോക്കിക്കോണേ, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. വേഗം ശ്രദ്ധിച്ചിരുന്നോളാം. ഓക്കെ, ഒരു ഫ്ലൂയിഡ് V1 എന്ന് പറയുന്ന വെലോസിറ്റിയിൽ ഒരു ഹോസ് പൈപ്പിലേക്ക് കയറിയത്. ഓക്കെ, അവൻ H1 H2 എന്ന് പറയുന്ന ഒരു സ്ലാൻഡിങ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ. അവനുണ്ടാകുന്ന പ്രഷർ ആണ് P1, അവനുണ്ടാകുന്ന ഫോഴ്സ് F1. ഈ ഇരിക്കുന്ന സെക്ഷന്റെ ക്രോസ് സെക്ഷന്റെ ഏരിയ A1. ഓക്കെ, D1 ഡിസ്റ്റൻസ് അവൻ T എന്ന് പറയുന്ന സമയത്തിൽ കവർ ചെയ്തു. ഓക്കെ, D2 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അടുത്ത T എന്ന് പറയുന്ന സമയത്ത് അവൻ കവർ ചെയ്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. വെലോസിറ്റി, പുറത്തേക്ക് പോകുന്ന ആളുടെ വെലോസിറ്റി ഡയറക്ഷൻ സെയിം തന്നെ. പക്ഷേ പ്രഷറും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ അല്ലേ? പ്രഷറും ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ നമ്മൾ ഇന്നലത്തെ ആ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു. വർക്ക് എനർജി പവറിൽ ഫോഴ്സ് ഇങ്ങോട്ട്, അതായത് ഫോഴ്സ് ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ട്, ഫോഴ്സ് താഴേക്ക് ഇങ്ങനെ നിൽക്കണം. വർക്ക് പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണ്? വേഗം യെസ് നമ്മുടെ പിള്ളേര് അപ്പൊ തന്നെ കാണിക്കുന്നുണ്ട് നെഗറ്റീവ് വർക്കാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്കറിയാവുന്ന കാര്യം, അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം പ്രകാരം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഈക്വൽ ആണ്. ഓക്കെ, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ്. പക്ഷേ ഇവിടുത്തെ കേസിൽ കൈനറ്റിക് എനർജി മാത്രമല്ല, പൊട്ടൻഷ്യൽ എനർജി കൂടി ഉണ്ട്. ഓക്കെ, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇനി എന്ത് ചെയ്യണം? വർക്ക് ഡൺ കണ്ടുപിടിക്കണം. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം? ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ, പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ അല്ലേ? പ്രഷർ ഇൻറ്റു ഏരിയ P is equal to F/A ആണ്. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ, വെലോസിറ്റി ഇൻറ്റു ടൈം. ഓക്കെ ആണല്ലോ. ഈ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? F1 പകരം P1 A1 എന്ന് കൊടുക്കുക, D1 പകരം V1 T എന്ന് കൊടുക്കുക. ഇത്രയും കാര്യം കൊടുത്തു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ A1 V1 T എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം വോളിയം ആണ്. ഓക്കെ, A1 V1 T എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം വോളിയം ആണ്. അപ്പോ ഈ A1 V1 Tക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ക്യാപിറ്റൽ ലെറ്റർ V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി സിമിലർലി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? W2 കണ്ടുപിടിക്കാം. W2 കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? വാല്യൂവിൽ ആര് വരണം? നെഗറ്റീവ് വരണം. കാരണം അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സെറ്റ് അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് അല്ലേ? യെസ്. ആരാണ്? ദേവികമാർക്ക് കൃത്യമായിട്ട് അവർ ചാറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, അപ്പോ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ W1 പ്ലസ് W2 ആണ്. ഓക്കെ, W1 പ്ലസ് W2. ഇവിടെ P1V മൈനസ് P2V. ഇനി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞു കഴിഞ്ഞാലും ഫൈനൽ മൈനസ് ഇനീഷ്യൽ. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ആ ടൈമിൽ നമ്മൾ ഇത് എഴുതണം. ഓക്കെ, അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം V2 സ്ക്വയർ മൈനസ് ഹാഫ് എം V1 സ്ക്വയർ. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി mgH2 മൈനസ് mgH1. ഇനി എന്താണ് ഈ മുകളിൽ കിടക്കുന്ന ഇക്വേഷൻ? അതായത് ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ആ ടൈമിലേക്ക് ഇക്വേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? 1 വരുന്ന ടേമുകളെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും 2 വരുന്ന ടേമുകളെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലും എഴുതുക. ഇനി ഇക്വേഷൻ ശ്രദ്ധിക്കുക, അതായത് ആദ്യം പഠിച്ച തിയറി ശ്രദ്ധിക്കുക. ഈ പറഞ്ഞവന്മാരെല്ലാം എന്ത് ചെയ്യണം? വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യണം. അല്ലെ? വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ V ക്യാൻസൽ ആവും. ഓക്കെ, ഇവിടെ M/V എന്ന് വരും. M/V എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ഡെൻസിറ്റി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജിയിലും മാസ് ബൈ വോളിയം വരും. അപ്പോ ρgH1. ഓക്കെ, അപ്പോ ആൻസർ എന്തായി? P1 പ്ലസ് ഹാഫ് ρV1 സ്ക്വയർ പ്ലസ് ρgH1 is equal to P2 പ്ലസ് ഹാഫ് ρV2 സ്ക്വയർ പ്ലസ് ρgH2. കംപ്ലീറ്റഡ് ആണ്.
കംപ്ലീറ്റഡ് ആണ്. അവിടെ വരെ എഴുതി കഴിഞ്ഞാൽ നിർത്തരുത്. ഒരു കാര്യം കൂടി എഴുതി വെച്ചേക്കണം. എന്താണ്? 1 ഉം 2 ഒന്നും ഇല്ലാതെ P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ റോ ജി എച്ച് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. കാരണം തിയറി ആയിട്ട് നമ്മൾ പ്രൂഫ് ചെയ്യണം. പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞേ. പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞേ. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ബെർണോളിസ് പ്രിൻസിപ്പിൾ ആപ്ലിക്കേഷൻ. ഓക്കെ, ഈ പറയുന്ന പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരൊറ്റ ആപ്ലിക്കേഷനേ ഉള്ളൂ. ഏതാണ്? ടോറിസെൽസ് ലോ ആണ്. ഓക്കെ, ടോറിസെൽസ് ലോ. പിന്നെ ചോദിച്ചേക്കണ ഏതാണ്? മാഗ്നസ് ഇഫക്റ്റും അതുപോലെ തന്നെ എയർഫോയിലും. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. എന്തായിരുന്നു മാഗ്നസ് ഇഫക്റ്റും എയർഫോയിലും? താഴെ ഭാഗത്ത് എപ്പോഴും പ്രഷർ കൂടുതലും വെലോസിറ്റി കുറവും, മുകൾ ഭാഗത്ത് വെലോസിറ്റി കൂടുതലും പ്രഷർ കുറവും. അപ്പൊ ഫ്ലൈറ്റിന്റെ കേസിലാണ് എയർഫോയിൽ വരുന്നത്. പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഫ്ലൈറ്റിന്റെ വിങ്സിനെ അവനെടുത്ത് അങ്ങോട്ട് പൊക്കും. ഇനി മാഗ്നസ് എഫക്ട് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? റോബർട്ടോ കാർലോസ് കിക്ക് എടുക്കുന്നത് അല്ലെ? റോബർട്ടോ കാർലോസ് കിക്ക് എടുക്കുമ്പോൾ ബോൾ ഇങ്ങനെ കിടന്ന് കറങ്ങി ചെല്ലുന്നതായിരുന്നു മാഗ്നസ് എഫക്ട് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ടോറിസെല്ലോ എന്താണ്? ടോറിസെല്ലോ പറഞ്ഞു വെച്ചേക്കുന്നത് ദ വെലോസിറ്റി ഓഫ് ഇഫ്ലക്സ്. ഓക്കെ, എന്താണ്? ഓ, ഇനി എന്തിനു വേറെ സൊല്യൂഷൻ ഇവൻ സാർ ഉണ്ടല്ലോ. അത് ബ്രോ, താങ്ക് യു മോനെ. ദ വെലോസിറ്റി ഓഫ് എഫ്ലക്സ് ഓഫ് എ ലിക്വിഡ് ത്രൂ ആൻ ഓറിഫൈസ് is equal to that of a freely falling body. അതായത് മുകളിൽ നിന്ന് വീഴുന്ന ഒരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഈ പറയുന്ന ഓറിഫൈസിലൂടെ പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ ഫൈനൽ വെലോസിറ്റി ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. V is equal to √2gh. ഇവിടുത്തെ എച്ച് സ്മോൾ ലെറ്റർ എച്ച് ആണ് മാത്രമേ ഉള്ളൂ. വ്യത്യാസമൊന്നുമില്ല. സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെയാണ്. നന്ദനൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോറിസെൽസ് ലോ എന്താണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്? ആദ്യം ഫിഗർ വരയ്ക്കുക. H ഹൈറ്റ് ഉള്ള ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. നമ്മൾ പഠിച്ച അങ്ങനെയാണ്. H ഹൈറ്റ് ഉള്ള ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ആരുണ്ടായിരുന്നു? അതുൽ സാറിന് ഇപ്പൊ ഉണ്ടായിരുന്നു. അതുൽ സാറിന് ഞാൻ എന്തത് ചവിട്ടി നിലത്തേക്കിട്ട്. ഓക്കെ, ചവിട്ടി നിലത്തേക്ക് ഇടുമ്പോ അതുൽ സാറിന് ഉണ്ടാകുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഓറിഫൈസിന്റെ പുറത്ത് പോകുന്ന വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ H ഹൈറ്റിലുള്ള ടാങ്ക്. ഓക്കെ, ഇനി അതുൽ സാർ നിൽക്കുന്ന ഇവിടെ തുടങ്ങി ഈ പറയുന്ന ഓറിഫൈസ് വരെയുള്ള ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ H ആണ്. ബാക്കി എത്ര ഉണ്ടാവും? H മൈനസ് H ഉണ്ടാവും. ഓക്കെ, പുറത്തേക്ക് പോകുന്ന ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് V ആയിരിക്കും. ഇനി എന്ത് ചെയ്യാ? അക്കോർഡിംഗ് ടു ബെർണോളിസ് പ്രിൻസിപ്പിൾ അതുപോലെ അങ്ങനെ എഴുതി വെച്ചേക്കാം. P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ പ്ലസ് റോ GH1 is equal to സെയിം ഇക്വേഷൻ ഇപ്പുറത്ത് എഴുതുക. 1 ഒന്നോടത്ത് എല്ലായിടത്തും 2 എഴുതുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രഷർ 1 ഇവിടെ 2 ഇവിടെ രണ്ടുപേരും അറ്റ്മോസ്ഫിയറിലേക്ക് തുറന്നിരിക്കുകയാണ്. അപ്പൊ P1ലും P2ലും ഉണ്ടാകുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. ഓക്കെ അല്ലേ? P1ലും P2ലും ഉണ്ടായ പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഇവിടുത്തെ V1 നോക്കുക. ആദ്യം അതുൽ സാർ മേളിൽ നിന്ന് ചാടാൻ നിന്നപ്പോൾ പ്രഷർ വെലോസിറ്റി. ചാടാൻ നിൽക്കുമ്പോൾ ഒരാൾക്ക് വെലോസിറ്റി ഉണ്ടാവില്ല. ഞാൻ ചവിട്ടി നിലത്തിടുമ്പോൾ മാത്രമേ അതുൽ സാറിന് വെലോസിറ്റി ഉണ്ടാവുള്ളൂ. ചാടാൻ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. മൂവ്മെന്റ് ഇല്ല. അതുകൊണ്ടാണ് ഈ ടൈമും 0 ആയി പോയത്. ഓക്കെ ആണോ? ഇനി റോ GH1, ഇവിടുത്തെ H1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ടാങ്കിന്റെ വാട്ടർ ടാങ്കിന്റെ ടോട്ടൽ ഹൈറ്റ് ആണ്. റോ GHI. ഓക്കെ അല്ലേ? താഴേക്ക് വീഴുന്ന ഫ്ലൂയിഡിന് വെലോസിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് ഹാഫ് റോ V സ്ക്വയർ ആയത്. ഓക്കെ, ഇനി ബാക്കിയുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഏതാണ്? നിലത്ത് മുതൽ ഈ പറയുന്ന ഓറിഫൈസ് വരെയുള്ള ഹൈറ്റ് റോ G ഇൻറ്റു H മൈനസ് H. സെറ്റ് അല്ലേ? ഇനി എന്താ ചെയ്യാം? ഒരുപോലെ കട്ട് ചെയ്ത് ഇക്വേഷൻ കിട്ടി. റോ GH is equal to ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH മൈനസ് റോ GH. റോ GH ഇവിടെ വരണം, റോ GH ഇവിടെ വരണം. നേരെ ക്യാൻസൽ ചെയ്തോ, ഒരു കുഴപ്പമില്ല. ഫൈനലി ഓക്കെ, GH അതായത് റോ GH is equal to ഹാഫ് റോ V സ്ക്വയർ എന്ന് കിട്ടും. അതിൽ GH is equal to ഹാഫ് V സ്ക്വയർ 2GH, അതായത് ഹാഫ് ഇപ്പുറത്തേക്ക് പോയി. 2GH is equal to V സ്ക്വയർ. V is equal to √2GH. എന്തരണം? ഹെൻസ് Bernoulli's principle is proved. ഓക്കെ, Torricelli law is proved. സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം എല്ലാവർക്കും സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറഞ്ഞേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അതും ഇന്ന് അതുൽ സാർ പറഞ്ഞു ഓൾറെഡി. ഏതിലാണ് പറഞ്ഞത്? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി പറഞ്ഞില്ല. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ ഇവന്മാരെ രണ്ടുപേരെയും പറഞ്ഞു. ഷിയറിംഗ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ റേറ്റ്. ഓക്കെ, ഷിയറിംഗ് സ്ട്രെസ് ആണ് എന്താണ് സാർ പറഞ്ഞു?
സ്ട്രെയിൻ റേറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇക്വേഷൻ ഓർത്ത് വെച്ചേക്കുക. eta is equal to FL by VA. FL by VA. ഇനി ഇതിൽ പഠിക്കേണ്ടത് വേറെ എന്തെങ്കിലും ഉണ്ടോ സാറേ? ഉണ്ട്. SI യൂണിറ്റ് പോയിസുല്ലേ. ഓക്കെ, SI യൂണിറ്റ് എന്ന് പറയുന്നത് പോയിസുല്ലേ. ഡയമെൻഷൻ പഠിക്കണോ? ഡയമെൻഷൻ പഠിച്ചിട്ടുണ്ടാകണം. കാരണം എന്താണ്? ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെന്റിൽ ചോദിക്കാൻ വേണമെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റിയുടെ എന്ത് ചോദിക്കാം? ഡയമെൻഷൻ ചോദിക്കാം. ML⁻⁻1 T⁻⁻1 സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ സെറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സ്ഥിരം ക്വസ്റ്റ്യൻ എന്നോട് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ, സാറേ മഴവെള്ളം വീഴുന്നു അങ്ങ് എവിടെ അനന്തതയിൽ നിന്ന് ഇൻഫിനിറ്റിയിൽ നിന്ന് മഴവെള്ളം വീഴുമ്പോ എന്തുകൊണ്ട് വേദന എടുക്കുന്നില്ല? എന്തായിരുന്നു ഒരു ഉത്തരം? എന്തായിരുന്നു ഉത്തരം? ആ പബ്ജി കളിക്കണമാർക്ക് അറിയാം. എന്തായിരുന്നു ഉത്തരം? ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി ആയിരുന്നു. അതും സാർ പബ്ജി കളിക്കാറുണ്ടോ? ഇല്ല ഇല്ല. ടെർമിനൽ വെലോസിറ്റി ആണ് അതിന്റെ ഉത്തരം. വേറെന്താണ് അതിന്റെ ഉത്തരം? വേറൊരു ഉത്തരമില്ല. അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കോൺസ്റ്റന്റ് മാക്സിമം വെലോസിറ്റി അക്വയർഡ് ബൈ എ ബോഡി വൈൽ ഫ്ലോയിങ് ത്രൂ എ വിസ്കസ് ഫ്ലൂയിഡ്. ഒരു വിസ്കസ് ഫ്ലൂയിഡിലൂടെ മൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിന് കിട്ടാവുന്ന മാക്സിമം, ഓക്കെ, മാക്സിമം വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. പബ്ജി വെച്ച് തന്നെയല്ല ഞാൻ പറഞ്ഞു തന്നത്. എന്താണ്? മുകൾ ഫ്ലൈറ്റിൽ നിന്ന് പോച്ചിങ്കി അല്ലേ സാറേ? പോച്ചിങ്കിയിലേക്ക് ചാടി കഴിഞ്ഞ് കഴിയുമ്പോ നിങ്ങൾ നോക്കണം, ഒരു സമയം എത്തുമ്പോ ഒരു 234 km/h എന്നും പറഞ്ഞ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതാണ് ആ പോച്ചിങ്കിലേക്ക് ചാടിയ പ്ലെയറിന്റെ മാക്സിമം വെലോസിറ്റി. ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ടെർമിനൽ വെലോസിറ്റി. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി ചോദിക്കും ഡിറൈവ് ടെർമിനൽ വെലോസിറ്റി. വളരെ സിമ്പിൾ. അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? അതുൽ സാറിനെ വെച്ചാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, എന്തേത്? അതുൽ സാറിന് ജിമ്മിൽ പോയി കഴിഞ്ഞപ്പോ എന്താണ് 50 കിലോന്റെ ഡംബൽ എടുത്ത് നോക്കാൻ പറ്റിയില്ല. ഓക്കെ, 50 കിലോന്റെ ഡംബൽ എടുത്ത് നോക്കാൻ പറ്റില്ല. പക്ഷേ സെയിം ഡംബലി എടുത്ത് വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോ സുഖമായിട്ട് പൊക്കാൻ പറ്റി. ഓക്കെ, സുഖമായിട്ട് പൊക്കാൻ പറ്റി. അതിൽ കാരണക്കാരനായവനാണ് ആര്? അപ്ത്രസ്റ്റി. കേട്ടാ, അങ്ങനെ പൊക്കാനായിട്ട് സാറിന് സഹായിച്ചവനാണ് ആര്? അപ്ത്രസ്റ്റി. അപ്പോ ഞാനൊരു ബീക്കർ എടുക്കുന്നു, അതിലേക്ക് ഒരു ഷോർട്ട് പുട്ട് ഇട്ടാ പോലെ ഒരു ഷോർട്ട് പുട്ട് ഇടുന്നു. ആ ഷോർട്ട് പുട്ടിൽ ശ്രദ്ധിച്ചോളാം, എടുത്ത് പൊക്കണമല്ല. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും 3 ഫോഴ്സ് ആണ് വന്നത്. ഒന്നാമത് ഷോർട്ട് പുട്ടിന്റെ ഫോഴ്സ്. ഓക്കെ, ഷോർട്ട് പുട്ടിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവന്റെ വെയിറ്റ് ആണ്. ഓക്കെ, അവിടെ അനുഭവപ്പെടുന്ന വെയിറ്റ്. വെയിറ്റ് is equal to W is equal to mg. W is equal to mg. രണ്ടാമത് വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്. ഈ വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് തന്നെയാണ് നിങ്ങൾ എവിടെ പഠിക്കുന്നത്? സ്റ്റോക്സ് ഫോർമുല എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, F is equal to 6π∗RV. അവൻ എങ്ങോട്ടാണ്? മുകൾ ഭാഗത്തേക്കാണ്. വെയിറ്റ് താഴേക്കല്ലേ? അപ്ത്രസ്റ്റ് അല്ല, വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് മുകളിലേക്ക്. ഇനി ഒരാളും കൂടി ഉണ്ട്. ആര്? അപ്ത്രസ്റ്റ്. അവനും മുകളിലേക്ക്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ടെർമിനൽ വെലോസിറ്റി എത്തിക്കഴിയുമ്പോ ഡ്രാഗ് ഫോഴ്സും അപ്ത്രസ്റ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് വെയിറ്റ് ഓഫ് ദ ബോഡി ആയിരിക്കും. ഓക്കെ, വെയിറ്റ് ഓഫ് ദ ബോഡി ആയിരിക്കും. അപ്പൊ വെയിറ്റ് ഓഫ് ദ ബോഡി ഇക്വേഷൻ കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് ദ ബോഡി is equal to W is equal to mg. ഓക്കെ, W is equal to mg. ഇനി എമ്മിന് പകരം ആരെ കൊണ്ടുവന്നു? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. കാരണം എന്താണ്? ഡെൻസിറ്റി is equal to മാസ് ബൈ വോളിയം ആണെങ്കിൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു ജി വന്നു. ഓക്കെ, ഇനി ഡെൻസിറ്റിക്ക് റോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വോളിയത്തിന് പകരം എന്ത്? ഒരു സ്പിയർ അല്ല എടുത്തേക്കണം. 4/3πr³. ജി അതുപോലെ തന്നെ എഴുതി. എന്തിന്റെ ഇക്വേഷൻ കിട്ടി? ഡബ്ല്യുവിന്റെ ഇക്വേഷൻ കിട്ടി. ഇനി അപ്ത്രസ്റ്റ് പഠിക്കാൻ വേണ്ടി ആരോർക്കാണ് ഞാൻ പറഞ്ഞത്? എന്നോർക്കാണ് ഞാൻ പറഞ്ഞ. കാരണം എന്താണ്? ഞാൻ സിഗ്മ മെയിലായിരുന്നല്ല. ഓക്കെ, അപ്പോ ഈ പറയുന്ന റോ മാറ്റിയിട്ട് പകരം എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒരു സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സെറ്റ് അല്ലേ സാറേ? ഓക്കെ അല്ലേ? സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാ. സിഗ്മ ഇൻറ്റു 4/3πr³ ഇൻറ്റു ജി. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി വിസ്കസ് ഡ്രാഗ് ഫോഴ്സ്. വിസ്കസ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. 6π∗RV. ഇനി ഇവന്മാരെ 3 പേരെയും നമ്മൾ എന്ത് ചെയ്യണം? ഇവന്മാരെ 3 പേരെയും ഇക്വേറ്റ് ചെയ്യുക. 3 പേരെയും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോ നമുക്ക് കിട്ടുന്നു 6π∗RV പ്ലസ് സിഗ്മ ഇൻറ്റു 4/3πr³ ഇൻറ്റു ജി is equal to റോ ഇൻറ്റു 4/3πr³ ഇൻറ്റു ജി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 4/3πr³ ഇൻറ്റു ജി വരുന്ന ടേമുകളെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരുപോലെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോ അവസാനം ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നു. പഠിച്ചേക്കണം, പ്രോബ്ലം വരും. V is equal to 2/9 eta R² into G into
എന്താണ് റോ മൈനസ് സിഗ്മ. ഈ ഇക്വേഷൻ സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഒരു ഫയർ ഇട്ടെ, എല്ലാവരും ഒരു ഫയർ ഇട്ടെ, എല്ലാവരും യെസ്. അപ്പോ അതും നീ അറിഞ്ഞില്ല സാർ സിഗ്മ ആണെന്ന്. ഓക്കെ സെറ്റ്, ഓക്കെ സെറ്റ് ആണ് സാർ. വരുന്നുണ്ട്, തീ വരുന്നുണ്ട്. ഓക്കെ ആണ്. സൂര്യജഗത് ചാറ്റിൽ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്തൊരു കാര്യത്തിലേക്ക് പോയിക്കോട്ടെ സാറ്. അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്നു. വേറെ ഒന്നുമല്ല മക്കളെ, എന്താണ് സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷൻ വേറൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എന്താണ് ചിരിപ്പിക്കല്ലേ? പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ്. ഓക്കെ, പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ് ബൈ വിച്ച് ഇറ്റ് ബിഹേവ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് ഇലാസ്റ്റിക് മെംബ്രെയിൻ. വെള്ളത്തിന് മുകളിൽ ലിക്വിഡ് ഒരു ഇലാസ്റ്റിക് മെംബ്രെയിൻ ആയിട്ട് ആക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണെന്ത്? സർഫസ് ടെൻഷൻ. It is measured as the force per unit length. Force per unit length എന്നും പറയാം. S is equal to F by L. സോപ്പ് ഫിലിമിനാകുമ്പോൾ മാത്രം എന്താണ്? S is equal to F by 2L. ഈ 2 വരാൻ കാരണം എന്താണ്? സോപ്പ് ഫിലിമിന് 2 സർഫസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഡയമെൻഷൻ പഠിച്ചേക്കണം. mt⁻². ഇനി when temperature increase, surface tension decrease. സെറ്റ് അല്ലേ? സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തേക്ക് പോകുന്നു. സർഫസ് എനർജി എന്താണ്? താഴെയുള്ള മോളിക്യൂൾസിനെ വെച്ച് നോക്കുമ്പോൾ മുകളിലുള്ള മോളിക്യൂൾസ് എനർജിയിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നു. ആ വേരിയേഷൻ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ആ എക്സസ് എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ സർഫസ് എനർജി. ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാകണം. സർഫസ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ഇൻക്രീസിംഗ് ദ സർഫസ് ഏരിയ ഡിവൈഡഡ് ബൈ ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. എല്ലാവരും നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാകണം. ഇനി ചില സമയങ്ങളിൽ ഞാൻ കാണിച്ചു തരാം. സർഫസ് എനർജി സർഫസ് ടെൻഷനോട് ഈക്വൽ ആകും. സർഫസ് എനർജി സർഫസ് ടെൻഷനോട് ഈക്വൽ ആകും. ഇനി സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇനി ലിക്വിഡ് ഡ്രോപ്പ്, എയർ ബബിള്, ലിക്വിഡ് ബബിള്, ഇവന്മാരെ പറ്റി ഒന്ന് പഠിക്കണം. നോക്കിയോ, ലിക്വിഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ പുറത്തും ലിക്വിഡ് അകത്തും. എയർ ബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് പുറത്തും എയർ അകത്തും. എന്നാൽ ലിക്വിഡ് ബബിൾ ആകുമ്പോ നേരത്തെ പറഞ്ഞ സോപ്പ് ഫിലിം ഒരു എയർ ഉണ്ട് പുറത്ത്, അത് കൂടാതെ ഒരു ലിക്വിഡ് ഫിലിം ഉണ്ട്, പിന്നെ എയർ ഉള്ളിൽ വരുന്നു. ഓക്കെ, 2 എയറിന്റെ ഉള്ളില് ബ്രെഡിന്റെ ഉള്ളിൽ ജാമ തേക്കണ പോലെ ആര് വരും? ലിക്വിഡ് ഫിലിം വരും. അതുകൊണ്ടാണ് അവൻ എന്ത് വന്നത്? 2 സർഫസ് വന്നത്. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? എപ്പോ നോക്കിക്കഴിഞ്ഞാലും ഇൻസൈഡ് പ്രഷർ കൂടുതലും ഔട്ട്സൈഡ് പ്രഷർ കുറവുമായിരിക്കും. ഈ 2 പേരുടെയും ഡിഫറൻസിനെ, അതായത് ഇൻസൈഡ് പ്രഷർ മൈനസ് ഔട്ട്സൈഡ് പ്രഷറിനെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ എക്സസ് പ്രഷർ. സെറ്റ് അല്ലേ? സെറ്റ് ആണ്. യെസ്. അങ്ങനെയാണെങ്കിൽ ഈക്വേഷൻ ഫോർ എയർ ബബിൾസ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, എയർ ബബിളിനും എയർ ഡ്രോപ്പിനും ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവണം. PI മൈനസ് PO, അതായത് എക്സസ് പ്രഷർ ഇസ് ഈക്വൽ ടു 2S/R ആണ്. എന്നാൽ ലിക്വിഡ് ബബിളിന് ആ 2S/R കൂടെ ഒരു 2 മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം അവന് 2 സർഫസ് ഇട്ട് 2S/R × 2 ആൻസർ കിട്ടുന്നു 4S/R. സെറ്റ് അല്ലേ? സെറ്റാണ് സാർ. അടുത്ത പറ. ആംഗിൾ ഓഫ് കോണ്ടാക്ട്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. ആംഗിൾ ഓഫ് കോണ്ടാക്ട്, the angle between tangent to the liquid surface at the point of contact and the solid surface inside the liquid. എന്താണ്? അതായത് സോളിഡ് സർഫസും ലിക്വിഡ് സർഫസും ചേരുന്ന പോയിന്റിൽ നിന്ന് ടാൻജന്റ് വരച്ചതിന് ശേഷം ലിക്വിഡിന്റെ ഇൻസൈഡിലേക്ക് നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അടുത്ത 1 മാർക്ക് ക്വസ്റ്റ്യൻ. Capillary rise and capillary depression. Capillary റൈസും capillary depressionഉം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് അല്ലെ? Capillary rise ആണെങ്കിൽ മഞ്ഞുമൽ ബോയ് സിനിമ കാണണം. ഗുണാക്കേവ് പേന തെളിഞ്ഞില്ല. ഓക്കെ, ഗുണാക്കേവ് ഓർക്കണം. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന മെനിസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് മെനിസ്കസ് ആയിരിക്കും. കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പൊന്തണം. റൈസ്, കാപ്പിലറി റൈസ്. ഓക്കെ, കാപ്പിലറി റൈസ്. ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. സെറ്റ് അല്ലേ? എന്നാൽ കാപ്പിലറി ഡിപ്രഷൻ ഗ്രേറ്റർ ദാൻ 90 ആണ്. എനിക്ക് ഡിപ്രഷൻ ആണ്. അതുൽ സാർ പറഞ്ഞു വിക്സ് ഉപയോഗിക്കാൻ. വെക്സ്. അപ്പോ കോൺവെക്സ് മെനിസ്കസ്
capillary depression greater than 90, less than 90, concave meniscus, capillary rise. സെറ്റ് അല്ലേ? ഇനി മറന്നുപോവോ? ഇല്ല, ഇനി ആരും മറന്നു പോകൂല സാർ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ ചോദിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ്. ഓക്കെ, എക്സ്പ്രഷൻ ഫോർ കാപ്പിലറി റൈസ്. അപ്പൊ ശ്രദ്ധിച്ചോ, ആദ്യം ഞാൻ എന്ത് ചെയ്യണം? ഒരു ബീക്കർ എടുക്കണം. ഓക്കെ, ആദ്യം ഞാൻ ഒരു ബീക്കർ എടുക്കുന്നു. ഇനി ആ ബീക്കറിലേക്ക് എന്ത് ചെയ്യണം? വെള്ളം നിറക്കണം. ഓക്കെ, വെള്ളം നിറച്ചു. ഇനി എന്താണ് ചെയ്യണം? ഒരു കാപ്പിലറി ട്യൂബ് അതിലേക്ക് ഇറക്കി വെച്ചു. കാപ്പിലറി ട്യൂബ് അതിലേക്ക് ഇറക്കി വെച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ ഉണ്ടായ മെനിസ്കസ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. ഓക്കെ, കോൺകേവ് മെനിസ്കസ് ആണ്. ഇനി ഈ രണ്ട് വാട്ടർ ലെവലുകൾ തമ്മിലുള്ള ഹൈറ്റിനെ ഞാൻ എച്ച് എന്ന് ഡിനോട്ട് ചെയ്തു. ഇനി ആംഗിൾ ഓഫ് കോണ്ടാക്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഇൻസൈഡ് അല്ലേ, ആംഗിൾ ഓഫ് കോണ്ടാക്ട് മാർക്ക് ചെയ്തു. ഓക്കെ, തീറ്റ. ഇനി ഈ പറയുന്ന കാപ്പിലറി ട്യൂബിന്റെ റേഡിയസ് ആർ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഞാൻ പറയാണ് ഇവിടെ കോൺകേവ് മെനിസ്കസ് ഉണ്ടായതിനോടൊപ്പം ഓക്കെ ഒരു എയർ ബബിൾ കൂടി അവിടെ ഉണ്ടായേക്കുന്നു. ഓക്കെ, എയർ ബബിൾ കൂടി അവിടെ ഉണ്ടായി. ആ എയർ ബബിളിന്റെ റേഡിയസിനെ ഞാൻ ആർ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്തു. ഓക്കെ, ആർ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്തു. ഈ പറയുന്നവന്മാരെ ഞാൻ ചേർത്ത് വെച്ച് ഒരു ട്രയാങ്കിളും ഫോം ചെയ്തു. ട്രയാങ്കിളിന് പേര് കൊടുത്തു DEF. ഓക്കെ, ഇനി ഈ പറഞ്ഞ എയർ ബബിളിന്റെ ഇൻസൈഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെ PI എന്നും ഔട്ട് സൈഡിൽ ഉണ്ടാകുന്ന പ്രഷറിനെ PO എന്നും ഡിനോട്ട് ചെയ്തു. രണ്ട് പോയിന്റുകൾ AB എന്ന് പറയുന്ന രണ്ട് പോയിന്റ്, ഒരേ വാട്ടർ ലെവലിൽ വരുന്ന രണ്ട് പോയിന്റുകളും എടുത്തു. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളാം. എക്സ്പ്രഷർ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ബബിൾ. ബബിളിന്റെ ഉള്ളിലെ ഇൻസൈഡ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. PI minus P0 is equal to 2s divided by r dash. ഓക്കെ, 2s divided by r dash. നേരത്തെ r ആയിരുന്നു, ഇവിടെ r dash ആയതുകൊണ്ട് r dash. ഓക്കെ, ഇനി PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. ഓക്കെ, PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATM അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം? PI ക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, PATM സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ PATM minus P0 is equal to 2s divided by r dash. ഇനി ബിയിൽ വരുമ്പോ ശ്രദ്ധിച്ചോളാം, ഞാൻ സ്ഥിരം പറയണാണ്, പ്രഷർ അറ്റ് ബി വരുമ്പോൾ ശ്രദ്ധിച്ചോളാം. ഏതൊക്കെ പ്രഷർ വരും? ഔട്ട്സൈഡ് പ്രഷർ വരും. ഈ ഹൈറ്റ് കൊണ്ടുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം വന്നു, ρGH വന്നു. ഓക്കെ, ഇനി PA എന്ന് പറഞ്ഞാൽ ഏതാണ്? പുറത്തോട്ട് തുറന്നിരിക്കുന്ന ഈ പോയിന്റ്. PAയിലെ പ്രഷർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് അക്കോർഡിംഗ് ടു പാസ്കൽസ് ലോ രണ്ടുപേരും ഒരേ വാട്ടർ ലെവലിൽ വന്നതുകൊണ്ട്, ഒരേ ലെവലിൽ വന്നതുകൊണ്ട് PAയും PBയും ഈക്വൽ ആണ്. ഓക്കെ, PAയും PBയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ PATM is equal to P0 plus ρGH. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? P0 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. PATM minus P0 is equal to ρGH. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 1 and 2 2s by r dash equal to ρGH എന്ന് കിട്ടി. ഓക്കെ, 2s by r dash equal to ρGH. അതിൽ നിന്ന് h ന്റെ ഇക്വേഷൻ 2s divided by r dash into ρg. ഓക്കെ, ഇനി നമുക്കൊരു ഡൗട്ട് വന്നത് എന്താണ്? r dash തന്നെ അല്ലെ അവിടെ ഉണ്ടാകുന്ന എയർ ബബിൾ തന്നെ നമ്മൾ അസ്യൂം ചെയ്താണ്. അങ്ങനെ r dash അവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നതും ഒരു എന്താണ് നെഗ്ലിജിബിൾ ആണ്, നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? r dash മാറ്റാൻ വേണ്ടി ആ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്തു. ട്രയാങ്കിളിൽ നിന്ന് r dash ഇല്ലാത്ത ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. r dash ഈക്വൽ ടു r by cos theta. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എച്ചിന്റെ ഇക്വേഷൻ കിട്ടി 2s cos theta divided by ρgr. ഇമ്പോർട്ടന്റ് ആണ്, എല്ലാവരും പഠിച്ചിട്ടുണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ രണ്ട് പ്രോബ്ലം പറഞ്ഞിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. ഓക്കെ, ആദ്യത്തെ പ്രോബ്ലം, a device is used to lift whatever is shown in figure. Write the name of device. ഇരിക്കുന്ന ഡിവൈസിന്റെ പേരെന്താണ്? ഹൈഡ്രോളിക് ലിഫ്റ്റ്. ആദ്യത്തിന്റെ ആൻസർ. രണ്ടാമത്, in the situation shown in the figure, a mass of car 3000 kilogram and area of piston carrying it for 25 centimeter. What is the pressure is to be applied to the smaller piston? മാസ് തന്നിട്ടുണ്ട് 3000 കിലോഗ്രാം. ഏരിയ 425 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നേക്കുന്നത്, മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇനി F2 ഇരിക്കുന്ന കാറിന്റെ വെയിറ്റ്. ഓക്കെ, അവിടുത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കാറിനടുത്ത് പൊക്കുന്ന വെയിറ്റ് ആണ് F2. ഓക്കെ, അതാണ് mg എന്ന് എഴുതിയത്. എമ്മിന്റെ വാല്യൂ 3000, g എന്ന് പറഞ്ഞാൽ 9.80. വാല്യൂ കിട്ടി. F2 is equal to 29,400 ന്യൂട്ടൺ. ഓക്കെ, ഇനി P2 കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യണം F2 by A2.
ഓക്കെ F2/8 ചെയ്യുക. അപ്പൊ വാല്യൂ ടി 6.917 ഇൻറ്റു 10⁵5. ഇനി രണ്ടുപേരും പാസ്കൽസ് ലോ പ്രകാരം ഒരേ വാട്ടർ ലെവലല്ലേ, അങ്ങനെയാണെങ്കിൽ P1ഉം P2ഉം ഈക്വൽ ആയിരിക്കും. P1ന് കിട്ടിയ വാല്യൂ തന്നെ P2ന് എഴുതി കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആയി. സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് കാണിച്ചേ, സെറ്റ് ആണെങ്കിൽ തംസ് അപ്പ്, സെറ്റ് ആണെങ്കിൽ തംസ് അപ്പ്. നമ്മൾ കുറെ പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ്. സെറ്റ് ആണ്, ഫുൾ സെറ്റ് ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ചെയ്ത് നോക്കിയാണ്ട. In a car lifting a compressed air, exert a force of F1 on small piston having a radius of 5 cm. This pressure is transmitted to a second piston of radius 15 cm. If the mass of the car to be lifted 1350 kg, what is F1? What is the pressure necessary to accomplish this task? G നെ 9.8 meter per second square എന്ന് എടുക്കുക. അപ്പൊ എന്ത് ചെയ്യണം? R1ഉം R2ഉം സെന്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. ആദ്യം മീറ്ററിലേക്ക് മാറ്റണം. മാസ് തന്നിട്ടുണ്ട് 1350. ജി തന്നിട്ടുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. F1 അറിയാൻ പാടില്ല, കണ്ടുപിടിക്കണം. പിയും കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? പാസ്കൽസ് ലോ പ്രകാരം P1ഉം P2ഉം ഈക്വൽ ആണ്. ഓക്കെ, ഇനി പാസ്കൽസ് ലോന്റെ ഇക്വേഷൻ എഴുതുക. F1/A1 is equal to F2/A2. അതിൽ നിന്ന് F1 ഇക്വേഷൻ എഴുതുക. F2A1 divided by A2. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് F2ന്റെ കേസ്. F2 is equal to mg ആണ്. M ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1350. G 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 13230, 13,230. ഓക്കെ, ഇനി ഏരിയ കണ്ടുപിടിക്കണം. ആ സിലിണ്ടറിന്റെ ഏരിയ πr². A2 ആണെങ്കിൽ πr². ഓൾറെഡി R തന്നിട്ടുണ്ടല്ലോ. പൈയുടെ വാല്യൂ 3.14 കൊടുക്കാം, അല്ലെങ്കിൽ 22/7 കൊടുക്കാം. വാല്യൂ എഴുതുക. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? F1ന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. F2A1 ഇവിടെ ഓൾറെഡി പറഞ്ഞില്ലേ, F2A1 divided by A2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. F1 കണ്ടുപിടിക്കുക. ഓക്കെ, പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയാ F1/A1 F2/A2 ഏത് ചെയ്താലും കുഴപ്പമില്ല. ചെയ്ത് കഴിയുമ്പോൾ വാല്യൂ കിട്ടും 1.872 ഇൻറ്റു 10⁵5 പാസ്കൽ. സെറ്റ് ആണെങ്കിൽ ഈ ചാപ്റ്റർ സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് കത്തിച്ചേ. വേഗം 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 വേഗം. സെറ്റ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് കത്തിച്ചേ. സെറ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചാപ്റ്റർ ഏതാണ്? വേവ്. ഓക്കെ, വേവ് എന്ന് പറയുന്ന ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ലാസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, വേവ് ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ ഓഫ് എ പ്രോഗ്രസീവ് വേവ് എങ്ങനെയാണ് പഠിക്കുന്നത്? എക്സ് ആക്സിസിലെ വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നത്. എക്സ് ആക്സിസിൽ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നതെങ്കിൽ എക്സ് ആക്സിസ് പോസിറ്റീവ് ആണ്. പക്ഷെ നമ്മുടെ കേസിൽ ഒമേഗ ടിക്ക് മുമ്പിലുള്ളത് നെഗറ്റീവ് ആകും. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സ് ആക്സിസ് നെഗറ്റീവ് ആണ്. ഓക്കെ, എക്സ് ആക്സിസ് നെഗറ്റീവ് ആണ്, പക്ഷെ ഒമേഗ ടിക്ക് മുമ്പിൽ പോസിറ്റീവ് ആകും. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും വിപരീതമാണ്. സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? ഇനി y of xt എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ആണ്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ വേവ് നമ്പർ ആണ്. ഇക്വേഷൻ പഠിച്ചു വെക്കണം 2π/λ. ഇനി ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി 2π/λ കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ 2πν. ഓക്കെ, 2πν കൊടുക്കാം. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ ഫേസ് ആണ്. ഇനി അത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? വളരെ സിമ്പിൾ ആണ്. y of xt is equal to 10 sin 5x plus 10t plus 2. Find amplitude, wavelength and frequency. വിന്നേഴ്സിലെ പിള്ളേർ നമ്മൾ സ്ഥിരം ചെയ്ത് സെറ്റ് ആക്കണണ്ട. ഈ പ്രോബ്ലം ഒരിക്കലും വിട്ടുള്ളരുത്. ഓക്കെ, എന്താണ്? y of xt ഇക്വേഷൻ എഴുതുക ആദ്യം. y of xt is equal to a sin kx plus omega t plus 5. ഇനി തന്നിരിക്കുന്ന ആൾക്കാരെല്ലാം ഗിവൺ ഡാറ്റ എപ്പോഴും എഴുതണം. ഇവിടെ a കിടന്നു കൊടുത്ത് 10, k കിടന്നു കൊടുത്ത് 5, ഒമേഗ കിടന്നു കൊടുത്ത് 10, 5 കിടന്നു കൊടുത്ത് 2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ടു 10. ഓക്കെ, രണ്ടാമത് വേവ് ലെങ്ത് ചോദിച്ചിട്ടുണ്ട്. ലാംഡ നമുക്കറിയാവുന്ന കാര്യം k is equal to 2π/λ എന്നറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, kയുടെ വാല്യൂ 5, 2π അതുപോലെ നിർത്തുക, ലാംഡയും അതുപോലെ നിർത്തുക. അതിൽ നിന്ന് ലാംഡ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ്? ഈ 5നെ താഴെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ലാംഡ is equal to 2π/5. രണ്ടാമത്തെ ആൻസർ ആയി. ഇനി ഫ്രീക്വൻസി ഒമേഗ is equal to 2πν ആണെന്ന് നമുക്കറിയാം. അതിൽ നിന്ന് ന്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യണം ω/2π. ഓക്കെ, ഒമേഗയുടെ വാല്യൂ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി 10 ആണ്. ഡിവൈഡ് ബൈ 2π, 10/2π. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ 10ൽ 2 5 പ്രാവശ്യം 5/π കംപ്ലീറ്റഡ് ആയി. സെറ്റ് അല്ലേ? ഈ പ്രോബ്ലം വന്നാൽ വിടരുത്. ഈ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആരും വിടരുത്. ഓക്കെ, ടൈം പീരീഡ് ചോദിച്ചാലോ? ആരാണ് ചോദിക്കുന്നത്? ഡാഗിനി ടൈം പീരീഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട. ഫ്രീക്വൻസിയുടെ ഓക്കെ
ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് π/5. ഓക്കെ, കുട്ടൂസിനൊക്കെ സുഖമാണ് ഉണ്ടാകിനി. ഓക്കെ, ഇനി 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 സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ സ്റ്റാൻഡിംഗ് സ്ട്രെച്ച്ഡ് സ്ട്രെയിൻ. ഓർക്കണ്ട, ഞാൻ പറഞ്ഞൊരു കോഡ് യൂട്യൂബിൽ പറയാൻ പറ്റില്ല, ക്ലാസ്സിൽ പറഞ്ഞ കോഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഓർക്കണ്ടല്ല അല്ലേ? ഫിഗർ വരക്കണ ഇനി ഞാനൊരു സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഒരു കോഡ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ചില പിള്ളേർ കൈവച്ചിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട് പറഞ്ഞൊരു കോഡ് ഉണ്ടായിരുന്നു അല്ലേ? ഓർത്ത് വെച്ചേക്കോട്ടത്. ഓക്കെ, അപ്പോ ആദ്യം ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനും സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷനും തേർഡ് മോഡ് ഓഫ് വൈബ്രേഷനും ഒരുമിച്ച് പറഞ്ഞു പോയണേ. ഫസ്റ്റ് മോഡ് ഓഫ് വൈബ്രേഷനിൽ ഓക്കെ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് ആകുമ്പോ രണ്ട് നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. രണ്ട് നോഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ λ/2 ആണ്. ഓക്കെ, λ/2 ആണ്. അതിൽ നിന്ന് ലാംഡ കണ്ടുപിടിക്കുക 2L. ഇനി വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v ലാംഡ. ഓക്കെ, ന്യൂ ലാംഡ. വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലാംഡ. അതിൽ നിന്ന് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു v/λ എന്ന് വരും. ഓക്കെ, v അതുപോലെ തന്നെ നിർത്തുക. ലാംഡയുടെ വാല്യൂ 2L ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫ്രീക്വൻസി v/2L. ഇതാണ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക് ഫ്രീക്വൻസി. സെറ്റ് അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം ഇത് ഓർത്തിരിക്കാൻ എന്താണ് പൊഴി 1:2:3 ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തവൻ v/2L കിട്ടിയാൽ രണ്ടാമത്തെ എന്തായിരിക്കും 2 × v/2L ആയിരിക്കും. മൂന്നാമത്തവനോ 3 × v/2L ആയിരിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആദ്യത്തെ ലെങ്ത് λ/2 ആയിരിക്കും. രണ്ടാമത്തവന്റെ ലെങ്ത് ലാംഡ ആയിരിക്കും. മൂന്നാമത്തവന്റെ അതായത് അര 1 1/2. മൂന്നാമത്തവന്റെ 3 λ/2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നീ വേറെ ഒന്നും ചെയ്യേണ്ടാവില്ല. അപ്പൊ നോക്കിയോ, L is equal to λ/2, ν2 is equal to v/λ2. രണ്ടാം സ്റ്റെപ്പിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഫ്രീക്വൻസി is equal to 2v/2L. ഓക്കെ, ഡയറക്റ്റ് കിട്ടി. ν2 is equal to ν2 is equal to 2ν1 ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയുടെ ഇരട്ടി. ഓക്കെ, അതുകൊണ്ടാണ് അവനെ ഫസ്റ്റ് ഓവർടോൺ അല്ലെങ്കിൽ സെക്കൻഡ് ഹാർമോണിക് ഫ്രീക്വൻസി എന്ന് വിളിച്ചത്. ഇനി തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആകുമ്പോൾ L is equal to ഞാൻ പറഞ്ഞു അര 1 1/2. 1/2 എന്ന് പറയുമ്പോൾ 3/2. 3 λ/3/2. ഓക്കെ, അതിൽ നിന്ന് λ3 കിട്ടി 2L/3. അതിൽ നിന്ന് ν3 കണ്ടുപിടിക്കുക v/λ3. വാല്യൂ എത്ര കിട്ടും? 3v/2L. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തവന്റെ 3 ഇരട്ടിയാണ്. ഫ്രീക്വൻസി ν3 is equal to 3 λ1. ഒരു കാര്യം കൂടി എഴുതി വെക്കണം, ഇവന്മാര് 3 പേരും തമ്മിലുള്ള റിലേഷൻ ν1 + ν2 + ν3 is equal to 1:2:3. ഈ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്താണ്? അടുത്ത വരുന്ന ഓപ്പൺ പൈപ്പും സെയിം തന്നെയാണ്, ഒന്നും മാറ്റാനില്ല, ഫിഗർ മാത്രം. ഞാൻ പറഞ്ഞ ഓർക്കണ്ടായിരുന്നല്ലേ? ആദ്യം കണ്ണ്, പിന്നെ എക്സ്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഓർക്കുന്നുണ്ടെങ്കിൽ യെസ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തേല് എക്സ് വന്നു കഴിഞ്ഞപ്പോ ഫിഗറിൽ എക്സ് വന്നു കഴിഞ്ഞപ്പോഴും വ്യത്യാസമില്ല. ഇനി ആകെ വ്യത്യാസം വരുന്നതിൽ ആരിലാണ്? വ്യത്യാസം വരുന്ന ഒരേ ഒരാളുള്ളൂ, ക്ലോസ്ഡ് പൈപ്പിലാണ്. ഓക്കെ, ക്ലോസ്ഡ് പൈപ്പിൽ എന്താണ് വ്യത്യാസം? അവൻ വാപൊളിച്ചിരിക്കും. ഓക്കെ, വാപൊളിച്ചിരിക്കാണ്. രണ്ടാമത്തെ കാര്യം, ഇത്രയും നേരം നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആന്റിനോടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോ ഒരു നോഡും ഒരു ആന്റിനോടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഒരു നോഡും ഒരു ആന്റിനോടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? λ/4 ആണ്. ഓക്കെ, അപ്പൊ ഇക്വേഷനിൽ ആര് കയറി വരും? λ/2 എന്നോടത്ത് λ/4 കയറി വരും. L is equal to λ/4. ഓക്കെ, അതിൽ നിന്ന് കണ്ടുപിടിക്കണം ലാംഡ കണ്ടുപിടിക്കണം 4L. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/λ ആണ്. ആൻസർ എന്തായി മാറി? v/4L ആയി മാറി. വ്യത്യാസമൊന്നുമില്ല. നേരത്തെ v/2L എന്ന് കൊടുത്ത് ഇവിടെ v/4L വന്നു. സെക്കൻഡ് മോഡ് ഓഫ് വൈബ്രേഷൻ ആകുമ്പോൾ L is equal to 3 λ2. ഓക്കെ, 3 λ2/4. 3 λ2/4. കാരണം റിലേഷൻ 1:3:5 മറന്നു പോകരുത്. 1:3:5. 3 λ2/4. λ2 3D 4L/3. ഫ്രീക്വൻസി 3ν1 ആയിരിക്കും. ഫ്രീക്വൻസി 3ν1 ആയിരിക്കും. തേർഡ് മോഡ് ഓഫ് വൈബ്രേഷൻ 5 ആണ് വരേണ്ടത്. ഓർത്തു വെക്കണം, 5 ആണ് വരേണ്ടത്. L is equal to 5 λ/4. 5 λ/4. അതിൽ നിന്ന് ലാംഡ കണ്ടുപിടിക്കുമ്പോൾ 4L/5 വരും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ v/λ ആണ്. വാല്യൂ കിട്ടി 5ν1. ഓക്കെ, അപ്പൊ നാത്ത് പേരിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഫസ്റ്റ് ഹാർമോണിക് ഫോർമേഷൻ, ഫസ്റ്റ് ഓവർടോൺ തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി. കണ്ട, നേരത്തെ നിങ്ങൾ സെക്കൻഡാ പഠിച്ചത് ഇത്രയും നേരം. ഇപ്പൊ മൂന്നാമത്തെ ആയതുകൊണ്ട് തേർഡ് ഹാർമോണിക് ഫ്രീക്വൻസി. ഓവർടോണിൽ വ്യത്യാസമില്ല. സെക്കൻഡ് ഓവർടോൺ ഫിഫ്ത് ഹാർമോണിക് ഫ്രീക്വൻസി. സെറ്റ് അല്ലേ? പേരുകൾ വന്നു കഴിഞ്ഞാൽ സെറ്റ് അല്ലേ? എന്റെ ഒരു കൺസെപ്റ്റിൽ എപ്പോഴും ക്ലോസ്ഡ് പൈപ്പ് ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ കേട്ടാ. ഇനിയിപ്പോ
ഒപ്പിട്ടൊന്നുമില്ല, അവസാനം അത് നിങ്ങൾ എന്നെ പിടിച്ച് ഏറിക്കറ്റും. ഓക്കെ, അപ്പോ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ, when a number of waves meet at a particular point in a medium, the total displacement is the algebraic sum of displacement due to the individual wave. അല്ലെ, ഓരോരുത്തരുടെയും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വേവ്സ് ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെന്റിന്റെ ആകത്തുക. ഓക്കെ, ടോട്ടൽ കണ്ടുപിടിക്കാന്ന് അർത്ഥം. സെറ്റ് അല്ലേ? അതാണ് തിയറി. അതുകൊണ്ടാണ് y of xt is equal to y1xt plus y2xt ആയത്. ഇനി ഇത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാലാ ഞാൻ പറഞ്ഞു നടന്ന് ഏതാണ് y1 of xt y2xt, ആകെ ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഒരു +5 വരും. ഓക്കെ, y1xt is equal to a sin kx minus omega t, y2xt is equal to a sin kx minus omega t തന്നെ ഉണ്ട്. കൂടെ ആരും കൂടി വന്ന് ഇനീഷ്യൽ ഫേസ് ഒരു 5 കൂടെ വന്നു. ഇനി ബൈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപോസിഷൻ രണ്ട് വേവുകളെയും ആഡ് ചെയ്യുക, രണ്ട് വേവുകളെയും ആഡ് ചെയ്യുക, ആഡ് ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് വരുന്ന എ എന്ന് പറയുന്നതിനെ ആംപ്ലിറ്റ്യൂഡിനെ പുറത്ത് നിർത്തി. ഓക്കെ, ബ്രാക്കറ്റിനുള്ളിൽ സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറയുന്ന ഫോമിലായി. സൈൻ എ മൈനസ് സൈൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്സ് അറിഞ്ഞിരിക്കണം. 2 sin a plus b by 2 cos a minus b by 2 ആണ്. ആ ടൈമിൽ ഈ കിടക്കുന്ന kx minus omega t യെ a ആയിട്ടും kx minus omega t plus 5നെ b ആയിട്ടും കൺസിഡർ ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഒരുപോലെ വരുന്നതെല്ലാം എപ്പോഴും ഈ കോസിന്റെ ടൈമിൽ വന്നവന്മാര് മൊത്തം കേട്ടാ, കോസിന്റെ ടൈമിൽ വന്നവന്മാര് മാത്രമേ വെട്ടിക്കളയുണ്ടാവുള്ളൂ. ഇവിടെ ഒരു kx, ഇവിടെ ഒരു മൈനസ് kx, ഇവിടെ ഒരു മൈനസ് ഒമേഗ ടി, ഇവിടെ മൈനസ് ഓഫ് മൈനസ് ഒമേഗ ടി വന്നുകൊണ്ടാണ് തമ്മിൽ വെട്ടിപ്പോയത്. ഓക്കെ, വാല്യൂ എന്ത് കിട്ടും നമുക്ക്? a 2 sin 2 kx by 2 2 omega t plus 5 by 2 cos minus 5 by 2. പിന്നെയും വെട്ടിക്കളയാം, 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോയി, ഇവിടെയും 2 ഉം 2 ഉം കട്ട് ചെയ്ത് പോയി. ബാക്കി കിട്ടിയത് y of xt is equal to 2a sin kx minus omega t minus 5 by 2 into cos 5 by 2. ഇത് ഇപ്പുറത്തേക്ക് തിരിച്ചെഴുതി മാത്രമേ ഉള്ളൂ. അതായത് 2a sin എന്ന് പറഞ്ഞ കൊടുത്ത് ഈ ടൈമിനെ മൊത്തം എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതി, കോസിന്റെ അടുത്ത് ഇപ്പുറത്തേക്ക് എഴുതി, വേറെ ഒന്നും ചെയ്തിട്ടില്ല. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഒരൊറ്റ പ്രാവശ്യം എഴുതി നോക്കണോണ്ടാ, ഒരൊറ്റ പ്രാവശ്യം എഴുതി നോക്കണം. ഓക്കെ ഓക്കെ, മാത്സ് ഒന്ന് സെറ്റ് ആയതേ ഉള്ളൂ അപ്പോഴേക്കും, ഫിസിക്സ് ഒന്ന് സെറ്റ് ആയതേ ഉള്ളൂ അപ്പോഴേക്കും മാത്സിന്റെ കാര്യം പറഞ്ഞ് ഡിപ്രഷൻ ആവും. എടാ മാത്സ് നിങ്ങൾക്ക് ലിബറൽ ആയിക്കോളാം, എന്താ പേടിക്കാനുള്ളത്? പട്ടപട്ടാന്ന് മാർക്ക് കിട്ടും, എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും. എല്ലാം പഠിച്ചോട്ടുണ്ടോ? ഒന്നും പഠിക്കാണ്ടാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. വെരി ഗുഡ്. ആരാണ്? ഡാഗിനിയൻ അല്ലേ? ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, ട്രാൻസ്വേഴ്സ് വേവ് എന്താണ്? ട്രാൻസ്വേഴ്സ് വേവ് ഒരു ദോസ് വേവ് ഇൻ വിച്ച് പാർട്ടിക്കിൾ ഓർ മീഡിയം, ഓക്കെ വർക്ക് ചെയ്യണം നോക്കിയാൽ മതി, പാർട്ടിക്കിൾ ഓർ മീഡിയം വൈബ്രേറ്റ്സ് പെർപെൻഡിക്കുലർ. മീഡിയം വൈബ്രേറ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത്തരം വേവുകളെ നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, എക്സാമ്പിള് റിപ്പിൾസ് ഇൻ വാട്ടറും ഹാർമോണിക് വേവ്സ് ട്രാവലിംഗ് ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും. ഗിറ്റാർ വെച്ച് ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതുൽ സാർ പാടുമായിരിക്കും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. Longitudinal wave, those which particles or medium vibrates parallel ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. വന്നല്ല തുല്യ സുബ്രഹ്മണ്യനെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ല, പാരലൽ ആയിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അവനെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയും. അതുൽമാരെല്ലാം കൂടിയാണ്, അത് അതുല്യാണ്. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ കേട്ടാ, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയും. ഓക്കെ അല്ലെ? പ്രോഗ്രസീവ് വേവ് ഉണ്ടായതിനു ശേഷം ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ അത്തരം വേവുകൾ പ്രോഗ്രസീവ് വേവ്. സ്റ്റാൻഡിംഗ് വേവാ, മൂവ്മെന്റ് ഒന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ നിന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അത്തരം വേവുകളെ സ്റ്റാൻഡിംഗ് വേവ് എന്നും പറയും. നാലും സെറ്റ് അല്ലേ? സെറ്റാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റാൻഡിംഗ് വേവിന്റെ ഡെറിവേഷൻ പഠിക്കാൻ വളരെ സിമ്പിൾ. നേരത്തെ പഠിച്ച സെയിം തന്നെ. y1xt y2xt a sin kx minus omega t ഒരെണ്ണം പ്ലസ് ഒമേഗ ടി ആയിരിക്കും. ഇനി എന്ത് ചെയ്യണം? സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യണം. രണ്ടുപേരെയും കൂട്ടി എഴുതുക, അതാണ് സൂപ്പർ പൊസിഷൻ. രണ്ടുപേരെയും കൂട്ടി എഴുതി. ഓക്കെ, രണ്ടുപേരെയും കൂട്ടി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? എ എന്ന് പറയുന്ന ആംപ്ലിറ്റ്യൂഡിനെ ബ്രാക്കറ്റിന് പുറത്ത് നിർത്തണം. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ സൈൻ എ പ്ലസ് സൈൻ ബി എന്ന് പറയുന്ന ടേമിൽ വരും. സൈൻ എ പ്ലസ് സൈൻ ബി നിങ്ങൾക്ക് നേരത്തെ എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. ഇനി മാത്സിനെ പറ്റി പറയില്ല, എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. 2 sin a plus b by 2 cos a minus b by 2. ഒരുപോലുള്ള ആൾക്കാരെല്ലാം വെട്ടിക്കളയുക. ഓക്കെ, ഒരുപോലുള്ള ആൾക്കാരെ എക്സ്പാൻഡ് ചെയ്തിട്ട് പിന്നെ എന്താണ്? ഇവനെ എ ആയിട്ടും ഇവനെ ബി ആയിട്ടും കൺസിഡർ ചെയ്താൽ മതി. ഒരുപോലെ വരുന്നവരെ കട്ട് ചെയ്ത് കളയാം.
ഓക്കെ, വെട്ടിക്കളയാൻ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ, വെട്ടിക്കളയുക. വാല്യൂ എന്ത് കിട്ടും? 2a sin ks cos omega t എന്ന് കിട്ടും. സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറയാം, സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് പറയാം. യെസ് യെസ് യെസ്, സെറ്റ് അല്ലേ? എടാ വിന്നേഴ്സിന്റെ മക്കൾ സെറ്റ് ആണെങ്കിൽ തംസ് അപ്പ് ഒന്നേ, സെറ്റ് ആണെങ്കിൽ ഡബിൾ തംസ് അപ്പ് ഒക്കെ തരുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ്, സ്പീഡ് ഓഫ് ട്രാൻസ്വേഴ്സ് വേവ് ഓൺ എ സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്. ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. v is equal to root of t by mu. t എന്ന് പറഞ്ഞാൽ എന്താണ്? ടെൻഷൻ ആണ്. mu is equal to m by l. ഓർക്കണ്ടല്ലേ, മീറ്റർ ബൈ ലെങ്ത്. ഓക്കെ, ഇനി സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് v is equal to root of b by rho. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അതുൽ സാറിന്റെ പഠിക്കാൻ തന്നെ പോകും. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിലെ ബൾക്ക് കേട്ടാ, ബൾക്ക് മോഡുലസ്. ഓക്കെ, സ്പീഡ് ഓഫ് ലോഞ്ചിറ്റ്യൂണൽ വേവ് ഇൻ എ സോളിഡ് ബാർ ആണെങ്കിൽ v is equal to root of y by rho. അതും അതുൽ സാറിനുള്ള ഏതാണ്? യങ്സ് മോഡുലസ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് ആണ് ആവുക. അങ്ങനെയാണെങ്കിൽ ബീറ്റ് അല്ലെ, ബീറ്റ് രണ്ടുപേര് തമ്മിൽ കൂട്ടിമുട്ടി അല്ലെ, രണ്ട് വേവുകൾ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞപ്പോ ഇൻക്രീസും ഡിക്രീസും ആയിട്ടുള്ള ഫൈനൽ റിസൾട്ടന്റ് ആയിട്ടുള്ള വേവ്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അവനെ വിളിക്കുന്ന പേരാണ് ബീറ്റ്. When two sound waves of near same amplitude, slightly different frequency, traveling in the same direction are superimposed on each other. Alternative increase and decrease in sound intensity are heard. This phenomenon is known as beat. Set. ഇതിന്റെ ഡെറിവേഷൻ എന്താണ് മക്കളെ വ്യത്യാസമുള്ളത്? ഞാൻ പഠിപ്പിച്ചപ്പോ തന്നെ പറഞ്ഞായിരുന്നു. ഇതുവരെ നിങ്ങൾ പഠിച്ച എല്ലാ ഡെറിവേഷനിലും y1 ഉം y2 ഉം സൈൻ ആയിരുന്നെങ്കിൽ ഈ ഒരു ഡെറിവേഷനിൽ മാത്രം നമ്മൾ എന്താ എടുക്കണം? കോസ് എടുക്കണം. ഓക്കെ, കോസ് ഒമേഗ ടി എടുക്കുന്നത്. S1 xt is equal to cos omega t. ഇനി S2 is equal to a cos omega 2t. പിന്നെ എന്ത് ചെയ്യണം? രണ്ടുപേരെയും ആഡ് ചെയ്യണം. രണ്ടുപേരെ ആഡ് ചെയ്തതിനു ശേഷം ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡിനെ ബ്രാക്കറ്റിന് പുറത്ത് നിർത്തണം. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിനെ ബ്രാക്കറ്റിന് പുറത്ത് നിർത്തണം. ഇനി നേരത്തെ ഇത്ര തരം പഠിച്ചത് സൈൻ എ പ്ലസ് സൈൻ ബി ആയിരുന്നെങ്കിൽ ഇവിടെ കോസ് എ പ്ലസ് കോസ് ബി ആണ്. തെറ്റിപ്പോയത് കേട്ടോ. കോസ് എ പ്ലസ് കോസ് ബി ആണ്. കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 cos a plus b by 2 cos a minus b by 2. എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുക. ഒരുപോലെയുള്ളവരൊക്കെ കട്ട് ചെയ്ത് കളയാനായിട്ട് ഉണ്ടാവൂല. വെറുതെ കയറി കട്ട് ചെയ്യരുത് കേട്ടാ. കട്ട് ചെയ്യാനൊന്നും അതൊന്നും ഉണ്ടാവൂല. ഓക്കെ, ആൻസർ കിട്ടും 2a cos omega 1 minus omega 2 divided by 2 into t cos omega 1 plus omega 2 divided by 2 into t എന്ന് കിട്ടും. ഇനി ഇത്രയും എഴുതി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ടൈം പീരീഡ് is equal to, നിങ്ങൾക്കറിയാം ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ ആണ് 1 by nu1 minus nu2. ബീറ്റ് ഫ്രീക്വൻസി അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? 1 by t is equal to nu1 minus u2. വി ബീറ്റ് ഇതാണ് ലാസ്റ്റ് കേട്ടോ. വി ബീറ്റ് is equal to മോഡുലസ്, മറന്നു പോകരുത്, മോഡുലസ് nu1 minus nu2. അപ്പോ രണ്ടാമത്തെ വേവ് എന്ന് പറയുന്ന ചാപ്റ്റർ സെറ്റ് ആണെങ്കിൽ ഒന്ന് കത്തിച്ചേ. രണ്ടാമത്തെ ചാപ്റ്റർ വേവ് എന്ന് പറയുന്ന സെറ്റ് ആണെങ്കിൽ ഒന്ന് വേഗം കത്തിച്ചേ. സ്റ്റാറ്റ് ബോക്സ് ഒന്ന് കത്തിച്ചേ. കാണ്ടേ. ഓക്കെ ഓക്കെ, സെറ്റാണ്. യെസ്, തീയുടെ ഇരു കളിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിയറിക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചാപ്റ്റർ ആണ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അത് ആദ്യം പഠിക്കേണ്ട എന്താണ്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ആണ്. ഈ ചേഞ്ച് ഓഫ് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് ചോദിക്കുന്ന ആളാണ് സബ്ലിമേഷൻ ആണ്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് മെൽറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറ്റുന്നു. ബോയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് വേപ്പർ പ്രഷറും അറ്റ്മോസ്ഫിയർ പ്രഷറും ഈക്വൽ ആയി വരുന്നതിന് പറയുന്നവരാണ് ബോയിലിംഗ്. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡിൽ നിന്ന് ഡയറക്റ്റ് വേപ്പറായി പോകുന്നു. എക്സാമ്പിൾ ഡ്രൈ ഐസ്, ക്യാംഫർ കർപ്പൂരം. ഓക്കെ, ക്യാംഫർ. ഇനി കണ്ടൻസേഷൻ, വേഗം പറഞ്ഞു പോകണേ. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേപ്പർ സ്റ്റേറ്റിൽ നിന്ന് ഡയറക്ട്ലി ലിക്വിഡ് സ്റ്റേറ്റ് ആകുന്നു. ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് പുറത്ത് വെക്കുന്നു. ഓക്കെ, വെള്ളം കുപ്പി പുറത്തെടുത്ത് വെക്കുമ്പോൾ പുറത്ത് ഇങ്ങനെ നനവ് അനുഭവപ്പെടും. ഓക്കെ, ഇനി റെഗുലേഷൻ, അതിനേതാ പറഞ്ഞത്? ലുലുമാളിൽ പോകുന്നു. ഐസിൽ സ്കേറ്റ് ചെയ്യുന്നോടത്ത് നമ്മൾ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ സോളിഡ് ആയിരുന്ന ഐസ് വെള്ളമായിട്ട് മാറും, ചെറിയ രീതിയിൽ ലിക്വിഡ് ആയിട്ട് മാറും. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ വീണ്ടും അവൻ എന്തിലേക്ക് മാറും? സോളിഡ് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അതിനെ പറയുന്ന പേരാണ് മക്കളെ റെഗുലേഷൻ. സെറ്റ് അല്ലേ? ഈ പറഞ്ഞ 5 പേര് സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, അത് അതിനേക്കാളും സിമ്പിൾ ആണ്. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ്
നെഗറ്റീവ് കിടപ്പുണ്ടോ മറക്കരുത്. റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഓക്കെ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ. ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ ഓക്കെ റേറ്റ് ഓഫ് ലോസ് ഓഫ് ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചർ. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന ആളാണ് ആര്? കോൺസ്റ്റന്റ്. സെറ്റ് അല്ലേ? ഇനി അതിൽ നിന്ന് വരുന്ന പ്രോബ്ലം, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചുള്ള പ്രോബ്ലം ഓക്കെ എന്താണ്? എ ബോഡി കൂൾസ് ഫ്രം 80 ഡിഗ്രി സെൽഷ്യസ് ടു 50 ഡിഗ്രി സെൽഷ്യസ് ഇൻ 5 minutes. Calculate the time it taken to cool from 60 degree Celsius to 30 degree Celsius. Temperature of the surrounding is 20 degree Celsius. അപ്പോൾ അതിന് എന്ത് എഴുതണം? ഇക്വേഷൻ എഴുതണം. K into TA minus TS is equal to change in temperature divided by time. ഓക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യുക? ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. 80 plus 50 by 2 65 degree Celsius. ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 നിന്ന് 50 കുറക്കുക 30 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ ഇനി ഈ പറയുന്ന രണ്ടുപേരെ എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. K into 65 minus 20 is equal to 30 by 5. 65 minus 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45. K into 45 is equal to 380 by 5 എന്ന് എഴുതി. 6 എന്ന് എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. 30 by 5 എന്ന് എഴുതി. ഇനി ഇതേ സ്റ്റെപ്പുകൾ തന്നെ എന്തിൽ റിപ്പീറ്റ് ചെയ്യണം? 60ന്റെയിലും 30ന്റെയിലും റിപ്പീറ്റ് ചെയ്യണം. ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഓക്കെ ഡെൽറ്റ ടി 60 മൈനസ് 30 ഡെൽറ്റ ടി. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനും കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ 1 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നു T2 is equal to 9 minutes. സെറ്റ് അല്ലേ? ഈ പ്രോബ്ലം സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അപ്പൊ എന്താണ് ചെയ്യുന്നത്? ആദ്യം ആവറേജ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. രണ്ടാമത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി കണ്ടുപിടിക്കണം. മൂന്നാമത് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രണ്ട് വാല്യൂ കൊണ്ടുപോയിട്ട് ഇക്വേഷൻ K into TA minus TS is equal to change in temperature divided by time എന്ന് പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇത്ര ഉള്ള കാര്യം. ഓക്കെ അല്ലേ? ഓക്കെ അങ്ങനെയാണെങ്കിൽ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ അല്ലേ? എപ്പോഴും നല്ലൊരു സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ വെള്ളം കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഗംഗ നാഗവല്ലി ആയതുപോലെ തന്നെ സ്വഭാവം മാറ്റി. ഓക്കെ ടെമ്പറേച്ചർ കുറയുന്നതനുസരിച്ച് വോളിയം കുറഞ്ഞു വന്നിരുന്ന വെച്ചാൽ വാട്ടർ 4 ഡിഗ്രി സെൽഷ്യസ് എത്തിക്കഴിഞ്ഞപ്പോ സ്വഭാവം മാറി, വീണ്ടും വോളിയം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതിനെ നമ്മൾ വിളിച്ചിരുന്ന പേരാണ് എന്ത്? അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരക്കണം? ഞാൻ പറഞ്ഞത് വോളിയം ടെമ്പറേച്ചർ ആണെങ്കിൽ വിയും ടിയും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിൽ നൈക്കി ഓർക്കുക. ഇനി ഡെൻസിറ്റിയും ടെമ്പറേച്ചറും ആണെങ്കിൽ ആ നൈക്കി തിരിച്ചു വരക്കുക. ഇത്ര ഉള്ള കാര്യം. ഓക്കെ ഇത്ര ഉള്ള കാര്യം. ഇനി നാം ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്. Aquatic animals are protected in cold countries as ice is formed on the surface of river. How? എങ്ങനെയാണ്? അതായത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വാട്ടറിന്റെ കേസിൽ ഫ്ലൂയിഡ് ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും മുകളിലുള്ളവന് 0 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും, താഴേക്ക് 1 ഡിഗ്രി സെൽഷ്യസ് 2 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടാവും. അപ്പൊ മുകളിൽ നിന്ന് സൂര്യൻ വരുമ്പോ ഓക്കെ താഴെയുള്ള ഏറ്റവും മുകളിലുള്ള സർഫസിലുള്ള വെള്ളം ഐസായിട്ട് നിൽക്കുമ്പോൾ അവൻ ഹീറ്റ് ഒന്നും കടത്തി വിടൂല. അപ്പൊ താഴെയുള്ള 4 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴും എന്തായിരിക്കും? ആ 4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തന്നെ തുടരും. അങ്ങനെ 4 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് തുടരുന്നത് കൊണ്ടാണ് അക്വാട്ടിക് ആനിമൽസിനെ എല്ലാം അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നത്. സെറ്റ് അല്ലേ? ഓൾറെഡി നമ്മൾ പറഞ്ഞേക്കണ ഡിസ്കസ് ചെയ്തേക്കണ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ തെർമൽ എക്സ്പാൻഷൻ. ഈ സാധനം കാണിച്ചു കഴിഞ്ഞാൽ വേറെ വല്ലതും വരും? ഇല്ല. തെർമൽ എക്സ്പാൻഷൻ എന്താണ്? ഹീറ്റ് കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരികയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് മക്കളെ തെർമൽ എക്സ്പാൻഷൻ. ഓക്കെ ഇപ്പൊ ഹീറ്റ് കൊടുത്തു, ലെങ്ത്തിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ലീനിയർ എക്സ്പാൻഷൻ. ഹീറ്റ് കൊടുത്തു, ഏരിയയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഏരിയ എക്സ്പാൻഷൻ. ഹീറ്റ് കൊടുത്തു, വോളിയത്തിൽ എക്സ്പാൻഷൻ വന്നു കഴിഞ്ഞാൽ വോളിയം എക്സ്പാൻഷൻ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ എഴുതാനായിട്ട്? ഓക്കെ അങ്ങനെയാണെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് എന്താണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ലേറ്റന്റ് ഹീറ്റ് എന്താണ്? അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുന്നു, ഹീറ്റ് എനർജി കൊടുക്കുന്നു. എന്തിനു വേണ്ടി? സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്കോ ലിക്വിഡിൽ നിന്ന് ഗേഷ്യസിലേക്കോ മാറ്റാനായിട്ട് ഹീറ്റ് കൊടുക്കും. ഓക്കെ ഹീറ്റ് കൊടുക്കുന്നു. പക്ഷേ എന്ത് മാറാൻ പാടില്ല? ടെമ്പറേച്ചർ മാറാൻ പാടില്ല. സെറ്റ് അല്ലേ? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് അല്ലേ? ലേറ്റന്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് എനർജി നമ്മൾ സപ്ലൈ ചെയ്തു ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ, പക്ഷേ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഗ്രാഫ് ഓക്കെ ചോദിക്കാം. A to B എന്താണ്? A to B സോളിഡ് ആണ്. B to C എന്താണ്?
ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിട്ട് സോളിഡിനെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാൻ പോയാണ്, മെൽറ്റിംഗ് സംഭവിക്കുന്നതോടെ. ഓക്കെ, ഇനി C2D ലിക്വിഡ് ആണ് ഇപ്പോൾ ഓൾറെഡി വെള്ളമായി. ഓക്കെ, D2E വീണ്ടും ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ. D2E വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് തുടരുന്നു. ഫേസ് ചേഞ്ച് നടന്നു, വേപ്പറൈസേഷൻ ആണ് നടന്നത്. ഓക്കെ, ഇനി E2F അവൻ ഗ്യാസ് ആയിട്ട് തുടരുന്നു. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് അല്ലേ? സെറ്റ് ആണെങ്കിൽ കൈ വീശിക്കുക, സെറ്റ് ആണെങ്കിൽ കൈ വീശിക്കുക, സെറ്റ് ആണെങ്കിൽ യെസ് യെസ് യെസ്. ഇനി ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷനും ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷനും. ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് എനർജി കൊടുക്കുന്നു. എന്തിനു വേണ്ടി? ലിക്വിഡിൽ നിന്ന് വേപ്പർ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി. ആര് മാറാൻ പാടില്ല? ടെമ്പറേച്ചർ മാറാൻ പാടില്ല. ഓക്കെ, ലിക്വിഡിനെ വേപ്പർ ആക്കുന്നു, ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. ആര് മാറാൻ പാടില്ല? ടെമ്പറേച്ചർ മാറാൻ പാടില്ല. ഇനി ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, ഹീറ്റ് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ആക്കാൻ വേണ്ടി. സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് ആക്കാൻ വേണ്ടി. ആര് മാറാൻ പാടില്ല? ടെമ്പറേച്ചർ മാറാൻ പാടില്ല. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനിയും ചോദിക്കാവുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. ഓക്കെ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. എന്താണ് കണ്ടക്ഷൻ? ഹീറ്റ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് പാർട്സ്. വീട്ടിൽ ചീനച്ചട്ടിയിലൊക്കെ കൈയിട്ടിളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കയ്യിലുമ്പോ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നത് കണ്ടക്ഷൻ. ഓക്കെ, കണ്ടക്ഷൻ. കൺവെക്ഷൻ, when heat is transferred from one place to another. ഏതാണ് എക്സാമ്പിൾ? കരക്കാറ്റും കടൽക്കാറ്റും, സീ ബ്രീസും ലാൻഡ് ബ്രീസും. ഓക്കെ, കൺവെക്ഷനിങ്. നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മെറ്റീരിയൽ അല്ലെങ്കിൽ മീഡിയം ആവശ്യമുള്ളത് ഏതാണെന്ന് ചോദിക്കും. മെറ്റീരിയൽ അല്ലെങ്കിൽ മീഡിയം ആവശ്യമുള്ളത് ആർക്കാണ്? കൺവെക്ഷനാണ്. ഓക്കെ, കൺവെക്ഷന് ഒരു മാധ്യമം ആവശ്യമാണ്. ഓക്കെ, മീഡിയത്തിനെ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞാണ് മാധ്യമം. ഓക്കെ, ഇനി റേഡിയേഷൻ ആരാവശ്യമില്ല? മീഡിയത്തിന് ആവശ്യമില്ല. നോട്ട് റിക്വയർ എ മീഡിയം. ഓക്കെ, എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് ഈ പറയുന്ന ഹീറ്റ് ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് റേഡിയേഷൻ. നമ്മള് എവിടെയാണ് ഇപ്പൊ പോയിട്ട് വരുന്നില്ലല്ലേ, വട്ടവടയിലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും? വിറകിട്ട് കത്തിച്ചിട്ട് കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കും. റേഡിയേഷൻ. സെറ്റ് അല്ലേ പറഞ്ഞ കാര്യം? അങ്ങനെയാണെങ്കിൽ ഇതിലെ ലാസ്റ്റ് പോർഷൻ, സീ ബ്രീസ് ആൻഡ് ലാൻഡ് ബ്രീസ്. ഓക്കെ, സീ ബ്രീസും ലാൻഡ് ബ്രീസും ചോദിച്ചാലോ? ഓക്കെ, ശ്രദ്ധിച്ചോണം. സീ ബ്രീസ് ഡ്യൂറിങ് ഡേ ടൈം ലാൻഡ് ഗെറ്റ് ഹീറ്റഡ്. രാവിലെ ഓക്കെ, ഡേ ടൈമിൽ ലാൻഡ് ചൂടാകുന്നു. പക്ഷേ പെട്ടെന്ന് ചൂടാകും. പക്ഷേ വാട്ടർ സ്ലോ ആയിട്ടേ ചൂടാകുന്നുള്ളൂ. ഓക്കെ അല്ലേ? എന്നാൽ ലെസ് ഡെൻസ് എയർ ഓൺ ദ ലാൻഡ്. ലാൻഡിൽ ഹോട്ട് എയർ ആണ്. ഓക്കെ, ഓർത്തിച്ചാൽ മതി. ലാൻഡിൽ ചൂടായേക്കല്ലേ, ഇപ്പൊ ലാൻഡിൽ ഹോട്ട് എയർ ആണ്. എവിടെയാ? നമ്മളുടെ സീൽ എന്താണ്? കോൾഡ് എയർ ആണ്. അപ്പോ വാട്ടർ ബ്ലോസ് ടുവേർഡ്സ് എർത്ത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. സീ ബ്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡേ ടൈമിൽ ലാൻഡ് പെട്ടെന്ന് ഹീറ്റ് ആകുന്നു, വാട്ടർ സ്ലോ ആയിട്ട് ഹീറ്റ് ആകുന്നുള്ളൂ. അപ്പൊ ലാൻഡ് ഹീറ്റ് ആയിക്കാണ്, അപ്പൊ അവിടെ ഹോട്ട് എയർ ആയിരിക്കും. ഓക്കെ, അവൻ ഡെൻസറാണ്. ഓക്കെ, ഹോട്ട് എയർ ആകുന്ന പറഞ്ഞാൽ ഡെൻസിറ്റി കുറഞ്ഞു. ഓക്കെ, ഇനി അപ്പൊ സീല് ചൂട് കുറവുള്ളതാണ്, കോൾഡ് എയർ ആണ്, അതുകൊണ്ട് ഡെൻസിറ്റി കൂടുതലായിരിക്കും. എന്ത് ചെയ്യും? വാട്ടർ, അതായത് ഡെൻസിറ്റി കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ്മെന്റ് ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് സീ ബ്രീസ്. ലാൻഡ് ബ്രീസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് പറയുക. ഡ്യൂറിങ് നൈറ്റ് ടൈം ലാൻഡ് കൂളാണ്. ഓക്കെ, ലാൻഡ് കൂളാണ്, മറ്റേത് ഹീറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ലാൻഡ് പെട്ടെന്ന് തണുക്കുന്നു, വാട്ടർ പതിയെ തണുക്കുന്നുള്ളൂ. ഓക്കെ, ഇനി എന്താണ്? ലാൻഡില് ഹോട്ട് എയറും വാട്ടറില് ഹോട്ട് എയറും ലാൻഡില് കോൾഡ് എയറുമാണ്. ലാൻഡില് കോൾഡ് എയറും വാട്ടറില് ഹോട്ട് എയറുമാണ്. ഓക്കെ, അപ്പൊ എവിടെ നിന്ന് കാറ്റുണ്ടാവും? ലാൻഡിൽ നിന്ന് സീയിലേക്ക് കാറ്റുണ്ടാവും. സെറ്റ് അല്ലേ പറഞ്ഞ കാര്യം സെറ്റ് അല്ലേ? കുഴഞ്ഞു പോകരുത്. ഓക്കെ, കുഴഞ്ഞു പോകരുത്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ, അതായത് എന്റെ ലൈവിലുള്ള ലാസ്റ്റ് ചാപ്റ്റർ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ലാസ്റ്റ് ചാപ്റ്റർ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. വേറെ ഒന്നുമല്ല മക്കളെ, ആദ്യം പഠിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റുലേറ്റ്സ് ആണ്. ഗ്യാസിന്റെ പോസ്റ്റുലേറ്റ്സ് മൊത്തം 8 പോസ്റ്റുലേറ്റ്സ് പഠിക്കാനുള്ളത്. 4 പോസ്റ്റുലേറ്റ്സ് നിർബന്ധമായിട്ടും പഠിച്ചിരുന്നതാണ്. ഓക്കെ ആണോ?
ഓക്കെ ആണോ? അപ്പൊ ഇന്നലെ ലാസ്റ്റ് എനിക്ക് എനർജി കുറവുണ്ടാകുന്ന ചോദിച്ചാൽ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ്. ഓക്കെ, 4 പോയിന്റ് എല്ലാവരും നിർബന്ധമായിട്ട് പഠിക്കുക. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മോളിക്യൂൾ ഓഫ് ഗ്യാസ് ആർ ഹാർഡ്, സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സ്പിയേഴ്സ്. ഇലാസ്റ്റിക് സ്പിയേഴ്സ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ദ സൈസ് ഓഫ് ദ മോളിക്യൂൾസ് ആർ സ്മോൾ compared to the distance between molecules. മൂന്നാമത്തെ പോയിന്റ് there is no force of attraction or repulsion between molecules. നാലാമത്തെ പോയിന്റ് നോക്കിയേ, the molecules are in the state of random motion, moving in all possible velocity in all direction. 4 പോയിന്റുകൾ നിർബന്ധമായിട്ട് കേട്ടാ. 8 4 പഠിക്കാതെ പോകരുത്. കൈനറ്റിക് തിയറിക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇനി അഞ്ചാമത്തത് അഞ്ചു മാറും പഠിച്ചുള്ള ഗുണം എന്ന് പറഞ്ഞാൽ മീൻ ഫ്രീ പാത്ത് സുഖമായിട്ട് എഴുതാം. ഓക്കെ, ദ മോളിക്യൂൾസ് കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ഓൾസോ വിത്തിൻ ദ വോൾ ഓഫ് കണ്ടെയ്നർ ഇലാസ്റ്റിക്കലി. ആറാമത്തെ പോയിന്റ് ആണ് മീൻ ഫ്രീ പാത്തിന്റെ ഡെഫിനിഷൻ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 successive collision of molecule is called free path. The average distance between 2 successive collision is also called mean free path. Okay, ഏഴാമത്തെ പോയിന്റ് time spent in a collision is negligible compared to the time taken to travel mean free path. Last point ഇപ്പൊ തന്നെ പഠിച്ചതാ. The mean kinetic energy of the molecule is directly proportional to absolute temperature. സൗണ്ട് കൂടുതലായിരുന്ന ആരെങ്കിലും ഒന്ന് ഇച്ചിരി അല്ലേ ഹെഡ്സെറ്റ് ചെറുക്ക് മാത്രത്തിൽ പ്രശ്നമാവുള്ളൂ, അല്ലാത്തൊരു പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ അല്ലടാ, 8 4 പോയിന്റ് നിർബന്ധമായിട്ടും പഠിച്ചിട്ടുണ്ടാവും. 4 പോയിന്റ്. ഓക്കെ, എനർജി പോയതല്ലടാ. സാറ് ശബ്ദം ഉണ്ടാക്കേണ്ടത് അതുൽ സാറ് പറഞ്ഞു, സാറിന് ചെവിയാണ് കണ്ടത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ്പ്രഷൻ ഫോർ പ്രഷർ എക്സെപ്റ്റഡ് ബൈ എ ഗ്യാസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആട്ടാ. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ഒന്നാമത് നോക്കിയോ. മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ ബിഫോർ കൊളീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ആഫ്റ്റർ കൊളീഷൻ മൈനസ് എം വി ആയിരിക്കും. കാരണം എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. രണ്ടുപേരെയും കൂടി കൂട്ടി കഴിയുമ്പോൾ വാല്യൂ 0 കിട്ടണം. അപ്പൊ ഒരാൾ എം വി ആണെങ്കിൽ മറ്റൊരാൾ മൈനസ് എം വി ആയിരിക്കണം. സെറ്റ് അല്ലേ? ഇനി ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരെ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യുക. ഫൈനൽ മൈനസ് എൻ വി, ഇനീഷ്യൽ എം വി, മൈനസ് എം വി മൈനസ് എം വി. ഓക്കെ, മൈനസ് 2 എം വി ടി. അങ്ങനെയാണെങ്കിൽ ചേഞ്ചിന്റെ മൊമെന്റം ഓഫ് ദ ബോളാണ്. ഇത് മൈനസ് 2 എം വി ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? പ്ലസ് 2 എം വി ആയിരിക്കും. ഈ 4 സ്റ്റെപ്പ് ഓക്കെ അല്ലേ? 4 സ്റ്റെപ്പ് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്പർ ഓഫ് കൊളീഷൻ ഇൻ ദ വോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? V/2 ആണ്. ശ്രദ്ധിച്ചിരുന്നോട്ടാ, നമ്പർ ഓഫ് കൊളീഷൻ V/2 ആണ്. അപ്പൊ ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ V/2 കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എം വി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഈ നമ്പർ ഓഫ് കൊളീഷൻ V/2 ആണ്. അവന്മാർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ടോട്ടൽ ചേഞ്ച് ഇൻ മൊമെന്റം ഫോർ V/2 കൊളീഷൻ. ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയി പോയി. വാല്യൂ എന്തായിട്ട് മാറി? mv² എന്നായി. ഓക്കെ, ഇനി n/3 മോളിക്യൂൾസ് ആവുമ്പോൾ n/3 മോളിക്യൂൾസ് ആവുമ്പോൾ എന്ത് ചെയ്യണം? ഈ mv² കൂടെ ഒരു n/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n/3 ഇൻറ്റു mv². ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ ആണല്ലോ? റേറ്റ് ഓഫ് സാറിന്റെ തൊണ്ടടഞ്ഞു. ഇച്ചിരി പണിയുണ്ട് പോണേ തൊണ്ടടയാനായിട്ട്. എന്റെ തൊണ്ടടഞ്ഞേ. റേറ്റ് ഓഫ് ആരാ പറഞ്ഞത്? അത് പേര് വയ്ക്കാൻ പറ്റൂല്ലേ? എന്റെ തൊണ്ടടയണോ? ഇത്തിരി പണിയുണ്ട്. സാറന്മാര് പറഞ്ഞിട്ടാണ് ഞാൻ ഉണ്ടാണ്ടിക്കണം. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെന്റം ഡിവൈഡ് ബൈ ടൈം. നീ വെറുതെ വെല്ലുവിളിക്കല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെന്റം ആയ n/3 mv² ഡിവൈഡ് ബൈ 1. ഓക്കെ, ആൻസർ എത്ര കിട്ടും? 1/3 nmv² എന്ന് കിട്ടും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി സാർ എന്നുള്ള പഠിച്ച ലോസ് ഓഫ് മോഷൻ. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫോഴ്സിന് ഈക്വൽ ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. വെടിക്കെട്ടുകാരനെ ഉടുക്കൊട്ടി പിടിപ്പിക്കില്ല. അത് തന്നെ കളിക്കണ പിള്ളേര് കണ്ട ഫാൻസിന്റെ അവിടെ ഫോഴ്സ് ബൈ ഏരിയ. ആരാണ്? രമേശ് കണ്ട പിള്ളേരൊന്ന് പറഞ്ഞേട്ടാ. വെടിക്കെട്ടുകാരോട് കെട്ടിപ്പിടിപ്പിക്കുന്നു നമ്മുടെ അടുത്ത്. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 nmv² ഡിവൈഡഡ് ബൈ 1. ഓക്കെ, പ്രഷറിന്റെ ഇക്വേഷൻ ലാസ്റ്റത്തെ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെച്ചാണ്. എന്താണ്?
നമ്മൾ ഇത് എങ്ങനെ പഠിച്ച മേഘ സന്ദേശത്തിലെ മറ്റേ പ്രേതത്തിനെ കൊണ്ടൊന്നും ഓർക്കണ്ട. റോസി, ആ റോസിയാണ് ഈ റോസി. ഓക്കെ, 1/3 റോസി സ്ക്വയർ CRMS ആണത്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഇന്നാദ്യം ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ ഓഫ് എനർജി എന്താണ്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ മാത്രം ഉണ്ടാ തെർമൽ ഇക്വിലിബ്രിയം, അബ്സല്യൂട്ട് ടെമ്പറേച്ചർ T എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് ഓരോ ആക്സിസിലേക്കും ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ടോട്ടൽ എനർജി ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതാണ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം എക്സ് ആക്സ് ആകുമ്പോൾ mv സ്ക്വയർ ആണ് നമുക്കറിയാം, mvx സ്ക്വയർ. y ആക്സ് ആകുമ്പോൾ ഹാഫ് എം വി വൈ സ്ക്വയർ. z ആകുമ്പോൾ ഹാഫ് എം വി z സ്ക്വയർ ആകുന്നത്. ഇനി ഈക്വൽ ആയതുകൊണ്ട് വി എക്സും വി വൈയും വി സെറ്റും തുല്യമാണെന്ന് എഴുതുന്നു. ഓക്കെ, തുല്യമാണെന്ന് എഴുതുന്നു. ഇനി എന്ത് ചെയ്യാ? ഈ കിടന്ന വൈക്കും എക്സിനും പകരം എന്ത് ചെയ്താ? എക്സ് തന്നെ എഴുതുക. ലാസ്റ്റ് ഇക്വേഷൻ കിട്ടി. കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/2 mvx സ്ക്വയർ തന്നെ. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ കീഴടങ്ങി. പിള്ളേര് ഒന്ന് ഗായ്സ്, ഞാൻ ആര്യ രമേശ്. ഓക്കെ, തെർമൽ ഇക്വിലിബ്രിയം അറ്റ് തെർമൽ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഈക്വൽ ടു, എടാ മാറിപ്പോയി ഗായ്സ്, ഞാൻ ആര്യാണ് രമേശന്റെ അച്ഛനാണെന്നാണ് പറഞ്ഞേക്കണ വെച്ച് കേട്ടാ. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഈക്വൽ ടു 3/2 kBT. ഓക്കെ, ഞാൻ നേരത്തെ സപ്പോർട്ട് ചെയ്ത രമേശ് എന്ന് പറഞ്ഞില്ലേ, അതാ കൊച്ചിന്റെ അപ്പച്ചനായിരുന്നു. എനിക്കറിയാൻ പാടില്ലല്ല, ഞാൻ കാണുന്നവരല്ലേ വായിക്കണത്. ഓക്കെ, ഇനി ഫ്രം ഇക്വേഷൻ 1 and 2, from equation 1 and 2 3/2 x square is equal to 3/2 kBT. എന്ത് ചെയ്യാ? മൂന്നിനെയും കട്ട് ചെയ്ത് കളയാം. ഹാഫ് mv സ്ക്വയർ is equal to ഹാഫ് kBT എന്ന് കിട്ടും. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, എന്നാൽ ഇനി അത് ചോദിക്കാൻ സാധ്യത ഒരു 50% ഉള്ള ഒരാളാണ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പ്രഷറിന്റെ ഇക്വേഷൻ എഴുതണം. P is equal to റോസിനെ മറന്നാണ് ഞാൻ പാടില്ല. 1/3 റോസി സ്ക്വയർ. RMS മറന്നു പറഞ്ഞില്ല, നമുക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ റോസി സ്ക്വയർ എന്ന് പഠിച്ചത്. ഓക്കെ, റോസി സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഈ റോയ്ക്ക് പകരം ഡെൻസിറ്റി മാസ് ബൈ വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഈ വോളിയത്തിന് പി കൊടുത്തേക്കുക. PV is equal to 1/3 mc സ്ക്വയർ എന്നായി. ഇനി എന്ത് ചെയ്യും? ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയും ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ഹാഫ് mc സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടണമായിരുന്നു. അതിനുവേണ്ടിയാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യാൻ ചെയ്തത്. അത് ചെയ്ത് കഴിഞ്ഞപ്പോ PV is equal to 2/3 into കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ എന്ന് കിട്ടി. കൈനറ്റിക് എനർജി ഓഫ് 1 മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3/2 nkBT ആണ്. 2 ക്യാൻസൽ ചെയ്ത് 3 ക്യാൻസൽ ചെയ്ത് PV is equal to nkBT എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ട്. ഫിറ്റ് കോമഡി ആയല്ലോ കാര്യലക്ഷ്മി. ഓക്കെ, ഗോഡ് വന്നിട്ടുണ്ടല്ലേ, അവൻ ഇന്നലെ വേണ്ടി കിടന്ന് അത് വരികണ്ടേ. ഓക്കെ, ഇനി അടുത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൈനറ്റിക് എനർജി ആൻഡ് ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജിയും ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെ. സ്റ്റെപ്പുകൾ നോക്കിയേ, നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് തന്നെ. P is equal to 1/3 റോസി സ്ക്വയർ. റോയിന് പകരം മാസ് ബൈ വോളിയം കൊടുക്കുന്നു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? വോളിയത്തെ വീണ്ടും കൊടുക്കുക Pക്ക്. PV into 1/3 mc സ്ക്വയർ. ഇനി നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, PV is equal to 2/3 into 1/2 mc സ്ക്വയർ RMS. PV is equal to 2/3 mc സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് ആണ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RT, PV is equal to RT അല്ലടാ, PV is equal to RT 2/3 into കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ്. ഓക്കെ, 1 മോൾ ഓഫ് ഗ്യാസ്. അപ്പൊ കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് നമുക്ക് ഡയറക്റ്റ് ആൻസർ അറിയണം. 3/2 RT. മറന്നു പോയിട്ട് അത് പഠിച്ചിരിക്കണം. കൈനറ്റിക് എനർജി ഓഫ് 1 മോൾ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 3/2 RT ആണ്. ഓക്കെ, ഇനി 1 മോളിക്യൂൾ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവഗാഡ്രോ നമ്പർ കൊണ്ട് ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം, NA കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലായി RT/NA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KB ആണ്. ആ KB നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ്. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റ് അല്ലേ? കിട്ടുന്നുണ്ട് ചേട്ടാ? ഓക്കെയാണ്, സെറ്റ് ആണ്. ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രാവശ്യം എക്സാമിന് വന്നിട്ട് അവസാനം നിങ്ങൾ എല്ലാവരും എക്സാം ഹാളിൽ ഇരുന്നിട്ട് എന്നെ പ്രാഗി സാറ് പഠിപ്പിച്ചില്ലെന്നൊക്കെ പറഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ പഠിച്ചില്ല എന്നുള്ളതായിരുന്നു സത്യം. ഓക്കെ, എന്തായിരുന്നു? എക്സ്പ്രഷൻ ഫോർ RMS വെലോസിറ്റി. RMS വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, CRMS 3√3p/ρ. ഒന്നാമത്തെ ഇക്വേഷൻ 3p/ρ.
രണ്ടാമത്തെ ഇക്വേഷൻ CRMS ഈക്വൽ ടു 3PV/m റൂട്ട് 3PV/m. മൂന്നാമത്തെ ഇക്വേഷൻ ഇതാണ് എക്സാമിന് വന്നത്. CRMS ഈക്വൽ ടു റൂട്ട് ഓഫ് 3RT/m 3RT/m. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. എപ്പോഴും CRMS ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആരോട്? ടെമ്പറേച്ചറിന്റെ റൂട്ടിനോട്. റബ്ബർ ബാൻഡ് സുഖ കാരണേ റബ്ബർ ബാൻഡ് സുഖന്ന്. ഓക്കെ, 10ാം ക്ലാസ്സിൽ കയറിയപ്പോണ്ടായിരുന്നു ഓട്ടോ വീണ് ചത്തവനൊക്കെ പറഞ്ഞു. CRMS ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ടി. ഓക്കെ അല്ലേ? ഇനി എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പറയട്ടെ. 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയാമോ? ഡിഫൈൻ മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ പോസ്റ്റ്ലേറ്റ്സ് പഠിക്കുമ്പോൾ 6ാമത്തെ പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇത് പറയാം. The mean free path L is the average distance covered by a molecule between two successive collision. Okay, 2 successive collision ഇടയിലുള്ള ലെങ്ത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിട്ടേക്കണം കേട്ടോ. ഈ ഒരു ഇക്വേഷൻ എല്ലാവരും നോട്ട് ചെയ്തേക്കണം. L is equal to 1/√2 pi n d square. എല്ലാവരും ഒന്ന് ഒരൊറ്റ പ്രാവശ്യം എഴുതിയേക്കണം കേട്ടോ. എങ്ങാനും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോട്ടറി ആയിരിക്കണം നമുക്ക്. വേറെ ആര് പഠിച്ചിട്ടില്ല, നമുക്ക് കിട്ടണം. ഓക്കെ, കാർലോസ് പ്യൂൾ ഫുട്ബോൾ കളിക്കാൻ വന്നേക്കണം, പിള്ളേർക്കുണ്ടല്ലോ. ഓക്കെ ആണല്ല? Last ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്, derive the ratio of specific heat capacity of a monoatomic molecule. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി ഡയാറ്റോമിക് മോളിക്യൂള് ഞാൻ ഇത് വെച്ച് തന്നെ പറയും. ഓക്കെ, ഡയാറ്റോമിക് മോളിക്യൂള് ഞാൻ ഇത് വെച്ച് തന്നെ പറയും. മോണോ ആറ്റോമിക് ആകുമ്പോ 3 ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. 3 ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം 3 ആണ്. ഓക്കെ, ഇനി ഇത് റിജിഡ് ഡോട്ടർ. ഓക്കെ, റിജിഡ് ഡോട്ടർ ആകുമ്പോ ഈ 3 എന്നുള്ളത് മാറി എത്രയാകും മക്കളെ? കൈ കൊണ്ടൊന്ന് കാണിച്ചേ. 3 എന്നുള്ളത് മാറി എത്രയാകും? കാണിച്ചേ. 3 എത്രയാകും? 5 ആയിട്ട് മാറും. നോൺ റിജിഡ് ഡോട്ടർ ആകുമ്പോ 5 എന്നുള്ളത് എത്രയായിട്ട് മാറും? 7 ആയിട്ട് മാറും. സെറ്റ് അല്ലേ? പിള്ളേര് കാണിക്കുന്നുണ്ട്. സെറ്റ് അല്ലേ? ഓക്കെ, ബാക്കി എന്ത് വെച്ചാൽ മതി. ഈ വരുന്ന 3 വരുന്ന സ്ഥലത്തെല്ലാം ആദ്യം റിജിഡ് റോട്ടർ ആണ് ചോദിക്കുകയാണെങ്കിൽ 5 എങ്ങും, നോൺ റിജിഡ് ആണെങ്കിൽ 7 ഓർത്തിരുന്ന് വെച്ചാൽ മതി. ഓക്കെ, മോണോ ആറ്റോമിക് മോളിക്യൂളിന് 3 ട്രാൻസ്ലേഷൻ മോഷൻ ആണ്. നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണ്. ഇന്റേണൽ എനർജി ഓഫ് 1 മോണോ ആറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത് 3 × ½ kBt ആണ്. ഓക്കെ, ½ kBt ആണ്. ഓക്കെ, ഇനി ഇന്റേണൽ എനർജി ഓഫ് 1 മോണോ ആറ്റോമിക് മാറ്റിയേട്ടാ 1 മോൾ ആക്കി കഴിഞ്ഞപ്പോ 3 × ½ kBt × n. അതിൽ kb × n എന്ന് പറഞ്ഞാൽ എന്താണ്? R ആണ്. ആൻസർ കിട്ടി 3/2 RT. ഇനി CV. ഓക്കെ, CV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ du/dt. ഓക്കെ, ഇന്റേണൽ എനർജി ബൈ dt. ഓക്കെ, യുവിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3/2 RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ കിട്ടുന്നു 3R/2. ഓക്കെ, 3R/2. ഇനി എന്താണ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ള Cp - Cv = R, മേയേഴ്സ് ഇക്വേഷൻ. ഓക്കെ, Cp - Cv = R. അതില് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Cp = 3R/2 + R. വാല്യൂ 5R/2 എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പൊ സിപിയുടെ വാല്യൂ ഓൾറെഡി കിട്ടി ഇവിടുത്തെ. Cp 3R/2, Cv കിട്ടി 5R/2. ഗാമ = Cp/Cv. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ 5/3. സെറ്റ് അല്ലേ? ഇനി അടുത്തത് പഠിക്കാനുള്ള എളുപ്പം ഞാൻ പറഞ്ഞത് ഓർക്കണ്ട എല്ലാരും. ആദ്യത്തെ ഒരാള് 5/3 കിട്ടി മോണോആറ്റോമിക്കിന്റെ. രണ്ടാമത്തെ എങ്ങനെ ഓർത്തിരിക്കണ്ട? ഈ 5നെ താഴെ കൊണ്ടുവരാം. ഓക്കെ, അടുത്ത ഓഡ് നമ്പർ മുകളിൽ എഴുതുക അല്ലെ? ഇനി മൂന്നാമത്തെ ആളെ എഴുതുമ്പോഴാ ഈ 7നെ താഴെ കൊണ്ടുവരിക. അടുത്ത ഓഡ് നമ്പർ മുകളിൽ എഴുതുക. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ടെങ്കിൽ ഒരു ഫയർ എത്തിച്ചേ. ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫയർ എത്തിച്ചേ. ഫയർ വേഗം. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇനി അത് ഞാൻ പറയണ്ടല്ലോ, നോക്കിക്കോ. ഡയാറ്റോമിക് മോളിക്യൂൾ ആകുമ്പോ 3 ട്രാൻസ്ലേഷൻ മോഷനും 2 റൊട്ടേഷൻ മോഷനും. 3 വന്നോടത്ത് എന്താവും? 5 വരുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ 5 വന്നു, ഇവിടെയും 5 വന്നു. 5 കണ്ടോ? സിയുടെ വാല്യൂ 5R/2 ആണ്. ഓക്കെ അല്ലേ? മേയേഴ്സ് ഇക്വേഷനിൽ സിയുടെ വാല്യൂ എന്തിട്ടും 7R/2, കാരണം 7/5 ആണ് റേഷ്യോ. ഗാമ കിട്ടി 7/5. സെറ്റ് അല്ലേ? നോൺ റിജിഡ് റോട്ടർ ആകുമ്പോൾ ഒരു ഡൗട്ട് വരും. അതുകൂടി ഒന്ന് പറയാൻ നിർത്താം. നോൺ റിജിഡ് റോട്ടർ ആകുമ്പോ 3 ട്രാൻസ്ലേഷൻ മോഷൻ, 2 റൊട്ടേഷൻ മോഷൻ, 1 വൈബ്രേഷൻ. കൂട്ടി നോക്കുമ്പോ എത്ര ഉള്ളൂ? 3 + 2 5, 5 1 6. ഈ വൈബ്രേഷൻ മോഷൻ എത്ര ഉണ്ട്? 2 ഉണ്ട്.
അല്ലേ? യെസ് യെസ്, വെരി ഗുഡ്. വൈബ്രേഷൻ മോഷൻ രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ, വാല്യൂ എത്ര കിട്ടുന്നു? ഗാമ ഇസ് ഈക്വൽ ടു 9/7 കിട്ടുന്നു. ചാപ്റ്റർ ഫുള്ള് സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എനിക്ക് പോകാലോ എടാ, എനിക്ക് എനർജി ഉണ്ടോ ചോദിച്ചേനെ? മതിയായ എനർജി. സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ ആണ്. അപ്പൊ അത് സാറേ വരല്ലേ? ഓക്കെ. അപ്പൊ എന്റെ കർത്തവ്യം ഞാൻ കൃത്യമായിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ടാ. പിള്ളേർക്ക് ചെവിക്കുന്നതിന് പറ്റിയാണെന്ന് എനിക്കറിയാം. വള്ള സാറാ നോക്കിക്കൊള്ളാം. ഓക്കെ, അപ്പൊ അതൊരു സാറിനെ വിളിക്കട്ടാ. അതൊരു സാറേ കമോൺ. യെസ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്താ പറയാ, ഒരു ട്രമെൻഡസ് ക്ലാസ് കഴിഞ്ഞാലും എന്താ പറയാ, യെസ് എല്ലാവരും തകർത്തിരിക്കുകയാണ്. അപ്പം ഇനിയൊന്നും പറയാനില്ല. സാറിന്റെ പോർഷൻ കിടക്കട്ടെ സാറേ. അപ്പൊ മക്കളെ, യെസ് വൺസ് അഗൈൻ എല്ലാവർക്കും എന്താ പറയാ, ഒരു കാം ആഫ്റ്റർ സ്റ്റോം എന്ന് പറയാം അല്ലെ. ഒരു സ്റ്റോം കഴിഞ്ഞു ഇനി കാം ഉണ്ടോ? എനിക്ക് അത്രയും സൗണ്ട് ഒന്നുമില്ല. ഞാൻ അങ്ങനെ പറഞ്ഞേക്കാം. സാർ അത്രയും സൗണ്ട് ഒന്നുമില്ല. സാർ എപ്പോഴും കാമായിട്ട് പറയും. ഓക്കെ സാർ, കുഴപ്പമില്ലല്ലോ? അപ്പൊ മക്കളെ, അപ്പൊ നമ്മൾ ഇന്ന് ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 3 ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുട്ടോ. യെസ്, 3 ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഏറ്റവും എന്താ പറയാ അടിപൊളി ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. യെസ് പ്ലീസ് സർ. യെസ്, തെർമോഡൈനാമിക്സ് നമ്മുടെ 12ാമത്തെ ചാപ്റ്റർ ആണ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പം സിമ്പിൾ ആണ്. നമുക്ക് ഒരുമിച്ച് ചെയ്തു പോകട്ടോ, ഒരുമിച്ച് പഠിച്ചു പോവാം. ഒരുപാട് വർഷം എന്റെ മക്കൾ പഠിച്ചതാണ്. എന്നിരുന്നാൽ പോലും ഒന്നും കൂടി എൻഡ് ഓഫ് നമ്മുടെ എന്താ പറയുക എക്സാം ആവാറായി കഴിഞ്ഞു. എക്സാമിന് തൊട്ട് മുന്നേ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് സെറ്റ് ആക്കിട്ട് പോവാം. ഓക്കെ, ഉഷാറല്ലേ? ഉഷാറാണെങ്കിൽ കമോൺ ഗിവ് മി സം എന്താ പറയാ ഫയർ. വേഗോട്ടെ. നിവിൻ സാറിന്റെ ഫയർ കുറച്ച് ബാക്കി സാധനം തന്നെ. രമേഷ് അല്ല അർച്ചനയാണല്ലേ? ഓക്കെ ഓക്കെ ഫൈൻ. യെസ് ഓക്കെടാ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറൈറ്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഏറ്റവും തെർമോഡൈനാമിക്സിൽ നമ്മൾ ആദ്യം തന്നെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒന്നാമത്തെ തെർമോഡൈനാമിക്സിന്റെ ലോ, ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എന്താ പറയുന്നത് നോക്കാം. The heat supplied to a system is used for change its internal energy and to do work. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു? അതിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും കൂടാതെ ഇതിനു വേണ്ടി അതിന്റെ എക്സ്പാൻഷൻ അഥവാ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതായത് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എനർജി എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു? അതിന്റെ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും കൂടാതെ അതിന്റെ എക്സ്പാൻഷൻ അഥവാ വർക്ക് ചെയ്യുവാനും വേണ്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് അല്ലെ? യെസ് ഓൾറൈറ്റ്. യെസ്, ആരാണ്? എടാ എന്തായാലും മൈൻഡ് ഇടാ സാർ, എന്തായാലും മൈൻഡ് ചെയ്യട്ടോ. മൈൻഡ് അടിക്കില്ല. ഓക്കെ ഫൈൻ, എന്തായാലും മൈൻഡ് ചെയ്യും. ഡാഗിനി ഒരുപാട് പേരുണ്ടോ? അതുല്യ ഒരുപാട് പേരുണ്ട്. യെസ്, എന്തായാലും മൈൻഡ് ചെയ്തിരിക്കും. ഓക്കെ യാ. Yes, it is based on the law of conservation of energy. Law of conservation of energy ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ യാ. ഇനി ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോർമുല നോക്കാം. യെസ്, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. അതായത് ഡെൽറ്റ ക്യൂ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജിയാണ്. ഡെൽറ്റ വി എന്താണ് മക്കളെ? സോറി, ഡെൽറ്റ വി ആണ് ഡെൽറ്റ യു ആണ് കേട്ടോ. ഇന്റേണൽ എനർജിയാണ്, ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. പ്ലസ് ഡെൽറ്റ ഡബ്ല്യു മീൻസ് വർക്ക് ഡൺ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണ് ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് കേട്ടോ. ഓൾറൈറ്റ് യാ. ഇനി നമുക്ക് ഈ വർക്കിനെ പി ഡെൽറ്റ വി അല്ലെങ്കിൽ പി ഡി വി എന്ന് കൂടി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഡെൽറ്റ വർക്ക് ഡണിനെ ഒന്നുകിൽ എന്താ ചെയ്യാ, പി ഡെൽറ്റ വി അല്ലെങ്കിൽ പി ഡി വി എന്ന് കൂടി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് സാർ ഓൾറെഡി പറഞ്ഞു, ഡെൽറ്റ ക്യൂ ഇസ് ലൈക്ക് ഹീറ്റ് സപ്ലൈ. നമ്മൾ സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഹീറ്റ് ആണ്, ഹീറ്റ് സപ്ലൈഡ് ആണ് ഡെൽറ്റ ക്യൂ. ആൻഡ് ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണ് കേട്ടോ. ഇവിടെ ഡെൽറ്റ വി അല്ല, ഡെൽറ്റ യു ആണ്, വിച്ച് ഇസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. യു ഡിനോട്ടഡ് ബൈ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് കേട്ടോ. യാ. യെസ്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ എനർജി. ലെറ്റ്സ് മൂവ് കുട്ടി സമയം കണ്ട നെക്സ്റ്റ് ടോപ്പിക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ സാർ പറയാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. അല്ലാതെ ടോട്ടൽ സാർ കംപ്ലീറ്റ്ലി ചാപ്റ്റർ നമുക്ക് എന്താ പറയാ പറഞ്ഞു പോകാൻ ടൈം ഇല്ല. ടൈം ഇസ് വെരി ലിമിറ്റഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ ഏറ്റവും കൂടുതൽ തവണ ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ സിഗ്നിഫിക്കന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, അപ്പൊ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ നോക്കാം. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നോക്കാം. Two systems in thermal equilibrium with a third system are in thermal equilibrium with each other. അതായത് രണ്ട് സിസ്റ്റങ്ങൾ നോക്കാം. ഇവിടെ എയും സിയും ആൻഡ് സിയും ബിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ we can say A and B is also in thermal equilibrium. A and B is also in thermal equilibrium. സാർ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ A and C എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. കൂടാതെ B and C എന്ന് പറയുന്ന രണ്ട് സിസ്റ്റം കൂടി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ we can say what? A and B is also in thermal equilibrium.
thermal equilibrium. All right, yes. Okay, fine. അങ്ങനെയാണെങ്കിൽ let's move on to next question. എന്താണ് ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ബേസിക്കലി 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നോക്കുക. ഫസ്റ്റ് വൺ ഇസ് ഐസോതെർമൽ പ്രോസസ്. ആസ് ദ നെയിം ഇംപ്ലൈസ്, ആ പേരിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും, ഐസോതെർമൽ, വിച്ച് മീൻസ് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്. എന്താണ് ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ്? ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ എന്താ മക്കളെ, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ചേഞ്ച് ഇൻ ഇൻഡ് എനർജി എന്തായിരിക്കും, 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ബോക്സ് മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായും പഠിച്ചു തന്നെ പോവുക. ഈ ഒരു ബോക്സ് മക്കൾ നിർബന്ധമായും പഠിച്ചു പോവുക. എന്താ വെച്ചാൽ നമ്മൾ 4 പ്രോസസ്സുകളെ പറ്റി ഡെപ്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ ബോക്സ് ആയിട്ട് സാർ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 4 പ്രോസസ്സുകൾ, ഐസോതെർമൽ, ഐസോബാരിക്, ഐസോകോറിക് ആൻഡ് അഡിയാബാറ്റിക്, ഈ 4 പ്രോസസ്സുകളെയും കട്ട് ഷോർട്ട് ആക്കിയിട്ട് ഏറ്റവും മിനിമലിസ്റ്റിക് വേയിലാണ് നമ്മളിവിടെ ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്, യെസ്, ഓക്കെ, യെസ്, ഓൾറൈറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഐസോബാരിക്. ഐസോബാരിക് ആസ് ദ നെയിം ഇംപ്ലൈസ്, ആ പേരിൽ നിന്ന് കിട്ടും. എന്താണ് ഐസോബാരിക് മീൻസ് കോൺസ്റ്റന്റ് പ്രഷർ. അവിടെ പ്രഷർ എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു, അതായത് ഹീറ്റ് സപ്ലൈഡ്, നമ്മൾ കൊടുത്ത സിസ്റ്റത്തിലേക്ക് കൊടുത്ത ഹീറ്റ് സപ്ലൈഡ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി പ്ലസ് എന്താണ് വർക്ക് ഡൺ. നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്ന അതേ കാര്യം തന്നെയാണ് കേട്ടോ. തേർഡ് വൺ ഐസോകോറിക്. ഐസോകോറിക് എന്തായിരിക്കും മക്കളെ, എന്തായിരിക്കും, വോളിയം വിൽ ബി കോൺസ്റ്റന്റ് അല്ലെ, വോളിയം വിൽ ബി കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ വർക്ക് ഡൺ ഉണ്ടോ, അവിടെ വർക്ക് ഡൺ ഉണ്ടാവില്ല. ബിക്കോസ് എന്താണ്, എക്സ്പാൻഷൻ നടന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, അവിടെ വർക്ക് ഡൺ നടക്കുള്ളൂ അല്ലെ. എക്സ്പാൻഷൻ നടന്നാൽ മാത്രമേ അവിടെ വർക്ക് ഡൺ നടക്കുള്ളൂ. വേർ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ there is no expansion, which means there is no work done. There is no work done. ഓർത്തിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. എന്താ ഐസോകോറിക് വെച്ചാൽ ഒന്നുമില്ല, the volume remains constant. The volume remains constant. അങ്ങനെയാണെങ്കിൽ എന്താണ്, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയിരിക്കും. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയിരിക്കും. അവിടെ ഡെൽറ്റ ഡബ്ല്യു അഥവാ വർക്ക് ഡൺ ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്, അവിടെ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ എന്താ പറയാ, വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ അവിടെ എക്സ്പാൻഷൻ നടക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കില്ല, അവിടെ വർക്ക് ഡൺ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എനർജി അവിടെ എന്തായിട്ട് മാറുന്നു, അവിടെ ഇൻഡ് എനർജി മാത്രമായിട്ട് മാറുന്നു. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ആയി മാറുന്നു. നോക്കുക, അവിടെ ഡെൽറ്റ വി ഇല്ല, ചേഞ്ച് ഇൻ വോളിയം ഇല്ല. എന്തുകൊണ്ടാണ്, അവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്. ആൻഡ് അവർ ലാസ്റ്റ് പ്രോസസ് എന്താ പറയുക, അഡിയാബാറ്റിക് പ്രോസസ്. അഡിയാബാറ്റിക് പ്രോസസ് നോക്കുക, നോ ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ്. അതായത് സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്സിലേക്ക് എന്തില്ല, ഹീറ്റിന്റെയും മാസിന്റെയും ട്രാൻസ്ഫർ ഇല്ല. വിച്ച് മീൻസ് അത് എന്ത് ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് മക്കളെ, എന്താണ് ഐസോ, നമ്മൾ പഠിച്ചിട്ടില്ലേ എന്താണ്, യെസ്, നമ്മൾ ബേസിക്കലി 3 ടൈപ്സ് ഓഫ് സിസ്റ്റംസ് പഠിച്ചിട്ടുണ്ട്, ഓപ്പൺ, ക്ലോസ്ഡ് ആൻഡ് ഐസൊലേറ്റഡ് സിസ്റ്റം അല്ലെ. അപ്പം അഡിയാബാറ്റിക് പ്രോസസ് ലൈക്ക് എന്താ പറയുക, ഒരു എക്സാമ്പിൾ ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. അവിടെ ഹീറ്റിന്റെ ട്രാൻസ്ഫർ ഇല്ല, there is no heat transfer അല്ലെ, there is no heat transfer ആണ്. ഓക്കെ, യെസ്, അവിടെ ഡെൽറ്റ ക്യൂ 0. എന്തുകൊണ്ടാണ്, അവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ക്യൂ 0 ആണ്. ആൻഡ് ഡെൽറ്റ ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഡെൽറ്റ, യെസ്, നെഗറ്റീവ് ഓഫ് ഡെൽറ്റ യു ആയിരിക്കും കേട്ടോ. അവിടെ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് ഡെൽറ്റ യു ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓർത്തിരിക്കുക, വ്യക്തമായി തന്നെ പഠിച്ചു പോവുക, ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി അപ്ലൈ ചെയ്ത് പഠിക്കാൻ പോകുന്നു. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ഓൺ. ഓൾറൈറ്റ്, യെസ്, ഒരു ഗ്രാഫ് കാണിച്ചു തരാം. നോക്കാം, ഈ ഒരു ഗ്രാഫ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രാഫാണ്. ഈ ഒരു ഗ്രാഫ് മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഗ്രാഫാണ്. നോക്കാം, ഇവിടെ ഒരു പി വി ഡയഗ്രം ആണ്. ഇതില് 3 ടൈപ്സ് ഓഫ് പ്രോസസ്സുകൾ വരച്ചിട്ടുണ്ട്. നോക്കുക, ഇതെന്താണ്, ഇവിടെ യെസ് ഐസോബാറിക് ആണല്ലേ. ഐസോബാറിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കാണാൻ പറ്റും കേട്ടോ. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ ഉണ്ട്, വിച്ച് മീൻസ് എന്താണ്, അവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, അതായത് ഇങ്ങനെ ഒരു ഗ്രാഫ് വന്നിട്ട് ഇതെല്ലാം ഏത് പ്രോസസ്സുകളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരാം. ഓക്കെ, വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഇങ്ങനെ നെയിംസ് ഒന്നും സ്പെസിഫൈ ചെയ്യാതെ ജസ്റ്റ് ഈ ഒരു ഔട്ട്ലൈൻ മാത്രം തരും, പി വി ഡയഗ്രാം തരും, കൂടാതെ ഈ കാണിച്ചിരിക്കുന്ന ലൈൻസ് മാത്രം തരും. ഇതിൽ നിന്നും ഏതെല്ലാം ലൈൻസ് ഏതെല്ലാം പ്രോസസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മക്കൾ അറിഞ്ഞിരിക്കണം, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ്, പ്രഷറിന് നേരെ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ വിച്ച് മീൻസ് എന്താണ്, അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണ്. അവിടെ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് പ്രഷർ നടക്കുന്ന പ്രോസസ് ഏതാണ്, ഐസോബാറിക് പ്രോസസ് ആണ്. കൂടാതെ ഈ 2 പ്രോസസ്സുകളാണ് കുറച്ചെങ്കിലും കൺഫ്യൂഷൻ വരിക. നോക്കുക, ഇവിടെ
ഐസോതെർമൽ പ്രോസസ് ഉണ്ട്, അഡയബാറ്റിക് പ്രോസസ് ഉണ്ട്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം മക്കളെ, അഡയബാറ്റിക് പ്രോസസ്സിനായിരിക്കും കമ്പാരിറ്റീവ്ലി സ്ലോപ്പ് കൂടുതൽ. വെൻ കമ്പയർഡ് വിത്ത് ഐസോതെർമൽ പ്രോസസ്, അഡയബാറ്റിക് പ്രോസസ്സിനായിരിക്കും സ്ലോപ്പ് കൂടുതൽ ആവാം. ഈ കാര്യം ഓക്കെയാണോ? ഈ കാര്യം ഓക്കെയല്ലോ മക്കളെ? ഓക്കെ ആണെങ്കിൽ ഗിവ് മീ തംസ് അപ്പ് വേഗോട്ടെ. യെസ്, അടിപൊളി. അതായത് ഇത്രേ ഉള്ളൂ. രണ്ട് ഗ്രാഫ് ഉണ്ടെങ്കിലും യെസ്, കോസ്മോസ് ഇറ്റാച്ച്, നൈസ് നെയിം. ഓക്കെ രണ്ട് ഗ്രാഫ് ഉണ്ടെങ്കിലും ഇതിലെ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് ഇതിനായിരിക്കും അഡയബാറ്റിക് പ്രോസസ്സിനായിരിക്കും. നോക്കുക, ഇവിടെ അഡയബാറ്റിക് പ്രോസസ്സിനാണ് കമ്പാരിറ്റീവ്ലി സ്ലോപ്പ് കൂടുതൽ, വിച്ച് മീൻസ് ഈ രണ്ട് ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ഏതിനാണോ സ്ലോപ്പ് കൂടുതൽ അതായിരിക്കും അഡയബാറ്റിക് പ്രോസസ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അടിപൊളി. യെസ്, ഫൈൻ. അങ്ങനെ ലെറ്റ്സ് മൂവ് ഓൺ. ഒട്ടും സമയങ്ങളല്ല. യെസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് ഇന്നവിറ്റബിൾ ക്വസ്റ്റ്യൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരിക്കലും ഒഴിച്ചുകൂടാൻ സാധ്യതയില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ work done by isothermal process. One of the most important derivation ആണ് ഈ ചാപ്റ്ററിലെ. One of the most important derivation ആണ് isothermal processലെ work done. അല്ലെങ്കിൽ ഇനി അടുത്തൊരു ഡെറിവേഷൻ ഏതായിരിക്കും മക്കളെ? അഡയബാറ്റിക് പ്രോസസ് അല്ലെ. രണ്ട് മേജർ ഡെറിവേഷൻസ് ആണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഏതൊക്കെയാണ്? ഐസോതെർമൽ പ്രോസസിന്റെ വർക്ക് ഡൺ, കൂടാതെ അഡയബാറ്റിക് പ്രോസസിന്റെ വർക്ക് ഡൺ. ഈ രണ്ട് വർക്ക് ഡണിന്റെയും ഡെറിവേഷൻസ് നിങ്ങൾക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ എന്ത് നോക്കാം? ഒരു ഐസോതെർമൽ പ്രോസസിന്റെ വർക്ക് ഡൺ നോക്കാം. യെസ്, നമുക്ക് ഓൾറെഡി അറിയാം വർക്ക് ഡൺ എന്താ? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി അല്ലെങ്കിൽ പി ഡി വി ആണ് അല്ലെ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഡെൽറ്റ ഡബ്ല്യു വർക്ക് നടക്കാൻ വേണ്ടി എത്ര വേണം? ഒരു ഡെൽറ്റ ഡബ്ല്യു വർക്ക് നടക്കാൻ വേണ്ടി എത്ര വേണം? പി ഡി വി വേണം. പി ഡി വി എമൗണ്ട് ഓഫ് വർക്ക് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് നടക്കാൻ വേണ്ടി പി ഡി വി വേണമെന്നുണ്ടെങ്കിൽ എന്താ? ഒരു ടോട്ടൽ വർക്ക് ഡൺ ഡബ്ല്യു നടക്കാൻ വേണ്ടി എന്ത് വേണം? ഇന്റഗ്രൽ V1 to V2, അതായത് ഇനീഷ്യൽ വോളിയം V1 മുതൽ ഫൈനൽ വോളിയം V2 വരെ നമ്മൾ ഈ കുഞ്ഞു വർക്കുകൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് നടക്കാനാണ് പി ഡി വി വേണ്ടത്. ഓക്കെ, ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് നടക്കാൻ ഈ പി ഡി വി എമൗണ്ട് ഓഫ് വർക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, ഒരു കംപ്ലീറ്റ് വർക്ക് നടക്കണമെങ്കിൽ എന്ത് വേണം? ഇനീഷ്യൽ വോളിയം V1 ൽ നിന്നും ഫൈനൽ വോളിയം V2 വരെ ഈ കുഞ്ഞു വർക്കുകൾ എന്ത് ചെയ്യണം? വി ഷുഡ് ഇന്റഗ്രേറ്റ് ദം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇന്റഗ്രൽ V1 to V2 പി ഡി വി. ഓക്കെ, നമ്മൾ ഐസോതെർമൽ പ്രോസസ് ആണെന്ന് പറഞ്ഞു. ഐസോതെർമൽ പ്രോസസ് ആണെങ്കിൽ പി വി is equal to nRT ആണ് അല്ലെ. പി വി is equal to nRT ആണ്. കൂടാതെ പി വി is equal to എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് ഈ ഒരു എന്താ പറയുക ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P is equal to nRT by V എന്ന് എഴുതാം. ഈ നേരെ ഈ വോളിയത്തിനെ നേരെ കൊണ്ടുവരാം, റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? nRT by V എന്ന് വരും. എങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഈ എന്താ പറയാ, ഇവിടെ പിക്ക് പകരം പ്രഷറിന് പകരം ഈ ഒരു വാല്യൂ കൊടുക്കാം. nRT by V കൊടുത്തു. ഇതിൽ നിന്നും നമുക്ക് എന്തറിയാം? nRT എന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്? nRT നമ്പർ ഓഫ് മോൾസ് ആൻഡ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ എല്ലാം കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എന്തുകൊണ്ടാണ്? ഐസോതെർമൽ പ്രോസസ് ആണ്. ഇറ്റ്സ് ആൻ ഐസോതെർമൽ പ്രോസസ്. അപ്പം ഈ കോൺസ്റ്റന്റിനെ എന്ത് ചെയ്യണം? വി ഷുഡ് ഗെറ്റ് ഔട്ട് സൈഡ്. നമുക്ക് ഇതിനെ പുറത്തേക്ക് മാറ്റി നിർത്തണം. അതുകൊണ്ട് തന്നെ നോക്കുക, ഇവിടെ nRT-നെ സാർ ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്തുണ്ട്? 1/v ഉണ്ട്. ഓക്കെ, ഇന്റഗ്രൽ V1 to V2 1/v dv. അപ്പം ഇന്റഗ്രൽ 1/v dv അതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലോഗ് വരും. യെസ് അല്ലെ. 1/x dx, ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ log x ആണ് അല്ലെ. log x ആണ്. അപ്പം ആ ഒരു കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുക. then we will get എന്താ മക്കളെ? W is equal to nRT log to the limit എന്താ വരും? V1 to V2, V1 മുതൽ V2 വരെ log V കിട്ടി. ഇനി ഒന്നുമില്ല, നമുക്ക് നേരെ പറഞ്ഞ പോലെ എന്താ? അപ്പർ ലിമിറ്റ് കൊടുക്കുക, മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. വി ഷുഡ് അപ്ലൈ ഇന്റഗ്രേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് അപ്ലൈ ദ ലിമിറ്റ്സ്. ഒന്നുമില്ല, ആദ്യം ഈ ഇവിടുത്തെ എന്താ പറയാ വേരിയബിളിന് നമ്മൾ എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് കൊടുക്കുക, അതായത് V2 കൊടുക്കുക. ദെൻ മൈനസ് വേരിയബിളിന് ലോവർ ലിമിറ്റ് ആയ V1 കൊടുക്കുക. സിമ്പിൾ ആണ്. അപ്പം log V2 minus log V1 വരും. It's in the form of log A minus B. It is in the form of log A minus B ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? log A minus B is equal to log എന്താണ്? log A by B ആണ് അല്ലെ. log A by B ആണ്. അപ്പൊ എന്ത് ചെയ്താ? യെസ്, W is equal to nRT log
V2 by V1 എന്ന് വരും. nRT into log V2 by V1. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ ലോഗ് ആയിട്ട് ചെയ്താൽ കുഴപ്പമില്ല. 2.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 2.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിനെ എന്താ പറയാ നോർമൽ ലോഗ് ടു ദ ബേസ് 10 ആയിട്ട് എഴുതാൻ പറ്റും. ഇത്രയും എഴുതി കഴിഞ്ഞാലും എന്താ സംഭവം, നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, ഈ കാര്യം നോക്കുകയാണെങ്കിൽ ഷോ മി സം ഫയർ. കമോൺ 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 കമോൺ, വേഗാവട്ടെ. എനിക്ക് ഇതിന് അത്ര സൗണ്ട് ഇല്ല, എന്നാലും സാറിന്റെ മാക്സിമം സൗണ്ടിൽ പറയാം. ഷോ മി സം ഫയർ, കമോൺ ഷോ മി സം ഫയർ. നിതിൻ സാറേ അവിടെ. ഓക്കെ, അടിപൊളി അടിപൊളി. അങ്ങനെ let's move on. Okay, let's move on to our next most important derivation. എന്തൊക്കെയാണ് സാറേ? യെസ്, ഓക്കെ, യെസ്, derive the expression. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് derive the expression for work done by an ideal gas during an adiabatic process. ഒരു adiabatic പ്രോസസ്സിലെ വർക്ക് ഡൺ. സിമ്പിൾ ആണ് adiabatic പ്രോസസ്സിലെ വർക്ക് ഡൺ. നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്, ഒരു ചെറിയ ചേഞ്ച് മാത്രം വരുത്താനുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. സിമിലർലി നേരത്തെ പറഞ്ഞു ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ എത്ര വേണ്ട വർക്ക്, PdV ആണ് അല്ലെ. ഒരു സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യാൻ PdV എമൗണ്ട് ഓഫ് വർക്ക് എനർജി വേണം അല്ലെങ്കിൽ വർക്ക് വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക്, ഒരു കംപ്ലീറ്റ് വർക്ക് നടത്താൻ വേണ്ടി എന്ത് വേണം, ഇന്റഗ്രൽ ഇനീഷ്യൽ വോളിയം ടു ഫൈനൽ വോളിയം V1 to V2 PdV വേണം. ഓക്കെ, യെസ്. ഇവിടെ നമുക്കറിയാം അഡിയാബാറ്റിക് പ്രോസസ്സിൽ പ്രത്യേകത നമ്മളെ നോക്കി, PV raised to gamma is equal to constant ആണ്. PV raised to gamma is equal to ആണ് constant. നേരത്തെ ഐസോതെർമൽ എന്തായിരുന്നു, PV നമുക്കറിയാം PV is equal to constant ആണല്ലേ. ഇവിടെ എന്താണ്, PV raised to gamma is equal to ആണ് constant. ഓക്കെ, ഇതിൽ നിന്നും P is equal to നമുക്കൊന്ന് മാത്തമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ P is equal to എന്ത് വരും, K into അല്ലെങ്കിൽ കോൺസ്റ്റന്റ് into V raised to minus gamma എന്ന് വരും. ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഇവിടെ കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും, യെസ്, W into W is equal to K into integral V1 to V2. യെസ്, നമ്മള് വിക്ക് പകരം എന്ത് കൊടുത്തു, യെസ്, കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് എടുത്തു. സാർ എന്ത് ചെയ്തു, ഈ കോൺസ്റ്റന്റിനെ നേരെ ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്തുണ്ട്, V raised to minus gamma dV എന്ന് വന്നു. നമുക്കറിയാം ഇന്റഗ്രൽ x raised to n എന്താ മക്കളെ, x raised to n plus 1 divided by n plus 1 അല്ലേ. ഇന്റഗ്രൽ x raised to n is equal to എന്താണ്, x raised to n divided by n plus 1 അല്ലെ. x raised to n plus 1 divided by n plus 1 ആരാണത്? യെസ്, ഓക്കെ, ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യാം. നോക്കുക, x raised to n ന്റെ ഫോർമാറ്റിൽ x raised to n plus 1 divided by n plus 1. അവിടെ V raised to minus gamma plus 1 divided by minus gamma plus 1 എന്ന് വന്നു. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ നിന്നും നമുക്കറിയാം ഇവിടെ കോമൺ ആയിട്ട് എന്തുണ്ട്, ഈ ഡിനോമിനേറ്ററിൽ 1 മൈനസ് ഗാമ ഉണ്ട്. സാർ ഇന്ന് അറേഞ്ച് ചെയ്തു. മൈനസ് ഗാമ പ്ലസ് 1നെ 1 മൈനസ് ഗാമ എന്ന് എഴുതി. കുഴപ്പമില്ല അല്ലെ. മൈനസ് ഗാമ പ്ലസ് 1നെ 1 മൈനസ് ഗാമ എന്ന് എഴുതി. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഔട്ട്സൈഡ് എടുത്തു. 1 മൈനസ് ഗാമനെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഇനി നമുക്കറിയാം PV raised to gamma is equal to constant ആണ് അല്ലെ. PV raised to gamma is equal to constant ആണ്. അപ്പം ഇവിടെ അതായത് P1 V1 raised to gamma is also equal to P2 V2 raised to gamma which is equal to K ആണ്, കോൺസ്റ്റന്റ് ആണ്. അതായത് PV raised to gamma is equal to constant. അതിന് തന്നെ P1 V1 raised to gamma is equal to P2 V2 raised to gamma is equal to K എന്ന് എഴുതാം. സാർ എന്ത് ചെയ്തു, ഈ Kനെ നേരെ അകത്തേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോട്ടോ. അത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത്ര ഇതിലും മതി. ദിസ് ഇസ് ഇനഫ്. ഓക്കെ, അതായത് കുറച്ചുകൂടി എന്താ പറയാ, നിങ്ങൾ ഒരുപാട് എക്സ്പാൻഡ് ചെയ്ത സമയങ്ങളാണെന്നില്ല. ദീസ് സ്റ്റെപ്സ് ആർ ഇനഫ്. അതായത് ഈ Kനെ സാർ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്താം, ഈ P1 V1 raised to gamma അല്ലെങ്കിൽ P2 V2 raised to gamma എന്നുള്ളതിനെ നേരെ കൊടുക്കാം. നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, W is equal to 1 divided by 1 minus P2 V2 minus P1 V1 എന്ന് കിട്ടും. ദിസ് ഇസ് ഇനഫ്. ഇത്രയും മതി. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ P2 V2നെ nRT അങ്ങനെ എഴുതി പോവാം. അത്രയൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ, അപ്പം ഇത്രയും കാലം എന്ത് ചെയ്യാം മക്കളെ, ഈ ഒരു കോൺസെപ്റ്റ് ഇത്രയും സിമ്പിൾ സ്റ്റെപ്പിൽ എത്തിയാൽ മതി. ഇതിന്റെ ഒരുപാട് എന്താ പറയാ, നിങ്ങൾ ഒരുപാട് മാത്തമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്ത് പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ് ഇസ് യു ഹാവ് ടു ഗെറ്റ് ദിസ് ഐഡിയ. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ എന്തായാലും കൺവേ ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോ? ഈ കാര്യം ഓക്കെ ആണെങ്കിൽ അഗൈൻ ഷോ മീ സം ഫയർ. കമോൺ മകളെ, എവിടെടാ പവർ എവിടെ? യെസ്, നിം സാർ എവിടെ? ഓക്കെ, ദിവിൻ സാറേ ഉണ്ട്. പിള്ളേരെവിടെ? യെസ്, ഓൾ റൈറ്റ് ഫൈൻ, സൂപ്പർ. യെസ്, ദേവിക അമ്മർ, ദെൻ അതുല്യ, ഒരുപാട് പേരുണ്ട്. ഷിബു കേക്ക്, അതും അച്ഛന്റെ പേരാണോ?
യെസ് ഡാഗിനി ഉണ്ട്. ഓക്കെ റുവാൻ, യെസ് അതില്ല, അടിപൊളി, യെസ് മക്കളെ സൂപ്പർ. ലെറ്റ്സ് മൂവ് ഓൺ, ഒരു ഒട്ടു സമയങ്ങളെ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്, കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഒരുപാട് തവണ പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് 2-3 തവണ റിവിഷൻ കഴിഞ്ഞിരിക്കുന്ന മക്കൾ ഇവിടെ ഉണ്ട് അല്ലെ, ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് അല്ലെ. യെസ് ഓബിയസ്ലി. അപ്പം എന്ത് ചെയ്യാം മക്കളെ? യെസ് അപ്പം നമ്മുടെ നോക്കാം കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുക നോക്കാം കേട്ടോ. യെസ് നോ പ്രോസസ് ഇസ് പോസിബിൾ whose sole result is the absorption of heat from a reservoir and complete conversion of the heat into work. അതായത് ഒരു 100% ഓഫ് എഫിഷ്യൻസി ഉള്ള ഒരു മെഷീൻ ഇസ് നോട്ട് പോസിബിൾ എന്നാ പറയുന്നത്. അതായത് എന്താ പറയാ, ഒരു ഹീറ്റ് എഞ്ചിന് കംപ്ലീറ്റ്ലി അതിന്റെ റിസർവോറിൽ നിന്നും ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി വർക്ക് ആക്കി മാറ്റാൻ സാധിക്കില്ല. എന്ത് സംഭവിക്കും? there will be a significant amount of loss is there. അതിനെ പറയുന്ന പേരാണ്, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ്. അതാണ് നമ്മുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതായത് യാതൊരുവിധ മെഷീനും എന്ത് മെഷീൻ ആയിക്കോട്ടെ, എന്ത് എഞ്ചിൻ ആയിക്കോട്ടെ, അതിനൊരിക്കലും 100% എഫിഷ്യൻസി നൽകാൻ സാധിക്കില്ല എന്നാ പറയുന്നത്. അതായത് അതിന്റെ സോൾ പർപ്പസ് കംപ്ലീറ്റ്ലി ഹീറ്റ് എനർജിനെ റിസർവോറിൽ നിന്നും അബ്സോർബ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി വർക്ക് ആക്കി മാറ്റാൻ സാധിക്കില്ല. ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് അല്ലെങ്കിൽ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി അവിടെ എന്തായി മാറുന്നു? ലോസ് ആയി മാറുന്നു എന്നാണ് എന്ത് പറയുന്നത്? നമ്മുടെ കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടോ. കെൽവിൻ പ്ലാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ഫൈൻ. ആണെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതെല്ലാം റിപ്പീറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്, അതുകൊണ്ട് തന്നെ യു ക്യാൻ എക്സ്പെക്ട് ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? നോ പ്രോസസ് ഇസ് പോസിബിൾ whose sole result is the transfer of heat from a colder sub object to hotter object. അതായത് ഒരു കോൾഡ് ബോഡിയിൽ നിന്നും ഒരു ഹോട്ട് ബോഡിയിലേക്ക് ഒരു എക്സ്റ്റേണൽ ഡിവൈസിന്റെ സഹായമില്ലാതെ, വിത്തൗട്ട് എനി ഹെൽപ്പ് ഓഫ് an external agency or device എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. നമ്മുടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ഒരു കോൾഡ് ബോഡിയിൽ നിന്നും ഹോട്ട് ബോഡിയിലേക്ക് ഒരു എക്സ്റ്റേണൽ ഡിവൈസിന്റെ സഹായമില്ലാതെ ഹീറ്റ് എനർജിനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നമ്മുടെ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. യെസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്, അതായത് കാർനോട്ട് സൈക്കിൾ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? ഒരു ഹീറ്റ് എഞ്ചിൻ ആണ് അല്ലെ. ഒരു ഹീറ്റ് എഞ്ചിൻ എക്സാമ്പിൾ ആണ് കാർനോട്ട് സൈക്കിൾ. ഇസ് ആൻ ഐഡിയൽ ഗ്യാസ് സൈക്കിൾ. ഒരു ഐഡിയൽ സൈക്കിൾ ആണ് കാർനോട്ട് സൈക്കിൾ. ഇറ്റ് ഇസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ് കേട്ടോ. ഈ സൈക്കിളിന്റെ പ്രത്യേകത, this cycle consists of 4 processes. ഏതൊക്കെയാണ് മക്കളെ? isothermal expansion, adiabatic expansion, isothermal compression and adiabatic compression. ഈ 4 സ്റ്റേജുകൾ അല്ലെങ്കിൽ ഈ 4 പ്രോസസ്സുകൾ കൂടിച്ചേരുന്ന ഒരു എന്താ പറയാ സൈക്കിളാണ് നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫിഗറിൽ നിന്നും ക്ലിയർലി വിസിബിൾ ആണ്. നോക്കുക എന്താ ഇവിടെ. യെസ്, സാർ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഇതിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് തന്നിട്ട് ഏതെല്ലാമാണ് പ്രോസസ്സുകൾ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരും. അപ്പോഴും എന്താ ഓർത്തിരിക്കണം മക്കളെ? സാർ നേരത്തെ പറഞ്ഞ കാര്യം ഓർത്തിരിക്കുക. എന്താണ് ഇവിടെ? ഏത് ലൈനാണ് സ്ലോപ്പ് കൂടുതൽ? ഏത് ലൈനാണ് കൂടുതൽ കമ്പാരിറ്റീവ്ലി സ്ലോപ്പ് കൂടുതൽ? നോക്കുക, ഈ സെക്കൻഡ് ലൈനും ഈ ഒരു ഫോർത്ത് ലൈനും അല്ലേ? അതെല്ലാം അപ്പൊ എന്തായിരിക്കും? അഡയബാറ്റിക് ആയിരിക്കും. when compared with isothermal process, adiabatic process which will be much more sloper അല്ലെങ്കിൽ സ്റ്റീപ്പർ ആയിരിക്കും. ഓക്കെ, ആ കാര്യം ഓർത്തിരിക്കുക. അപ്പം നോക്കുക, ഫസ്റ്റ് വൺ ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഇവിടെ വോളിയം കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്? ഇറ്റ്സ് ആൻ എക്സ്പാൻഷൻ പ്രോസസ്. ഇറ്റ്സ് ആൻ എക്സ്പാൻഡിങ് പ്രോസസ്. ദെൻ എന്താണ്? സെക്കൻഡ് വൺ അഡയബാറ്റിക് എക്സ്പാൻഷൻ. ഇവിടെയും വോളിയം കൂടുന്നുണ്ട്, വിച്ച് മീൻസ് അവിടെ എന്ത് നടക്കുന്നു? അവിടെ അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുന്നു. ഇനി നേരെ റിവേഴ്സ് ആണ്. ഇവിടെ എന്താ മക്കളെ? വോളിയം കുറയാണ്. അപ്പോൾ എന്തായിരിക്കും? എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ? കംപ്രഷൻ ആയിരിക്കും. അവിടെ എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ ആയിരിക്കും. ഇവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ അവിടെ ഐസോതെർമൽ കംപ്രഷൻ ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ എന്തായിരിക്കും? അഡയബാറ്റിക് കംപ്രഷൻ ആയിരിക്കും. അപ്പം ഈ 4 സൈക്കിൾസ് അല്ലെങ്കിൽ ഈ 4 പ്രോസസ്സുകൾ കൂടിച്ചേരുന്ന സൈക്കിളാണ് നമ്മുടെ
കാർനോട്ട് സൈക്കിൾ. അപ്പൊ മക്കളെ ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഗ്രാഫ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനും എന്തെല്ലാമാണ് പ്രോസസ്സുകൾ എന്ന് പ്ലോട്ട് ചെയ്യാൻ എപ്പോഴും വരാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കാം. ഓക്കെ, യെസ്. എഫിഷ്യൻസി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ? കാര്യക്ഷമത, ഒരു കാർനോട്ട് സൈക്കിളിന്റെ കാര്യക്ഷമത അല്ലെങ്കിൽ എഫിഷ്യൻസിന്റെ ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻസ് കോമൺലി യൂസ്ഡ് ആണ്. ഫസ്റ്റ് വൺ എഫിഷ്യൻസി ഈറ്റ കണ്ടോ, എഫിഷ്യൻസി ഈറ്റ is equal to T1 minus T2 divided by T1. Okay, T1 minus T2 divided by T1. അല്ലെങ്കിൽ it can be also interpreted as what is 1 minus T2 by T1, 1 minus T2 by T1. ഈ രണ്ട് ഇക്വേഷൻസും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. യെസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? obtain the expression for work done ആണോ? obtain the expression for work done ആണ്. ഓക്കെ, work done in Carnot cycle. obtain the expression for work done in Carnot cycle. അതായത് ഒരു കാർനോട്ട് സൈക്കിളിലെ വർക്ക് ഡൺ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ ആണ്. സാറ് പറഞ്ഞു 4 പ്രോസസ്സുകളുണ്ട്: ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയാബാറ്റിക് കംപ്രഷൻ. ഈ 4 പ്രോസസ്സുകൾ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? ഒരു കാർനോട്ട് സൈക്കിൾ ആയി. അപ്പൊ നോക്കാം, ഇവിടെ എന്താണ് ഫസ്റ്റ് പ്രോസസ്? ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അവിടെ സാർ പറഞ്ഞു നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യാം. എന്തൊക്കെയാണ് നോക്കിയേ. യെസ്, Q1 is equal to nRT1 log V2 by V1. ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്തു. ഒരു ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് തന്നെ എന്താണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഡയറക്ട്ലി സിംപ്ലി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then second process is an adiabatic expansion. ആണ്. അവിടെ എന്താണ്? ടെമ്പറേച്ചർ മാറും അല്ലെ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കില്ല. അപ്പം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച വർക്ക് ഡൺ ഇൻ adiabatic പ്രോസസ്സിൽ ഇക്വേഷനിൽ ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. നോക്കാം, adiabatic expansion ആണ്. തേർഡ് വൺ ഐസോതെർമൽ കംപ്രഷൻ ആണ്. നേരത്തെ എന്താ പറയാ, വോളിയം ഡിക്രീസ് ചെയ്യാണ്, വോളിയം കുറയുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇറ്റ്സ് ആൻ ഐസോതെർമൽ കംപ്രഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെയും നേരത്തെ ചെയ്ത നമ്മുടെ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസിന്റെ ഇക്വേഷൻ കൊടുക്കുക. സിംപ്ലി എന്ത് ചെയ്യാം? ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കാം. എന്താണ്? ഇവിടെ എല്ലാ കണ്ടീഷൻസും കൊടുത്തിട്ടുണ്ടോ? ഇവിടെ 4 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓരോ പോയിന്റ്സിലെയും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അറിഞ്ഞിരിക്കണം. സാറ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട് ചെയ്തെടുക്കുക. ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, എല്ലാ മക്കളും ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. ഓരോ പോയിന്റ്സിലെയും പ്രഷർ എന്താണ്, വോളിയം എന്താണ്, ടെമ്പറേച്ചർ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പോവുക. യാതൊരുവിധ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഓരോ പോയിന്റിലെയും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, PVT എന്താണെന്ന് ഓർത്തിരുന്നിട്ട് പോവാം. ലാസ്റ്റ് വൺ അഗൈൻ adiabatic കംപ്രഷൻ ആണ് കേട്ടോ. ലാസ്റ്റ് സ്റ്റെപ്പ് അഗൈൻ adiabatic കംപ്രഷൻ ആണ്. അങ്ങനെ ലെറ്റ്സ് സം അപ്പ്. എല്ലാ വർക്കിനെയും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. നോക്കാം, ടോട്ടൽ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ എന്തായിരിക്കും മക്കളെ? ഫസ്റ്റ് പ്രോസസിന്റെ വർക്ക് ഡൺ പ്ലസ് സെക്കൻഡ് പ്രോസസിന്റെ വർക്ക് ഡൺ ആൻഡ് തേർഡ് ആൻഡ് ഫൈനലി 4 പ്രോസസ്സുകളുടെയും വർക്ക് ഡൺ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. നോക്കാം, എന്താണ്? യെസ്, ടോട്ടൽ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ്? W is equal to nRT T1 log V2 by V1 minus nRT2 log V3 by V4 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ വർക്ക് ഡൺ ഇൻ ആൻ കാർനോട്ട് സൈക്കിൾ. നിങ്ങൾ ഇത് മാത്തമാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രോസസ്സുകൾ എന്താ പറയാ ക്യാൻസൽ ഔട്ട് ആവും. ബാക്കി വരുന്ന ഇത്ര ഉണ്ടാവും കേട്ടോ. W is equal to nRT1 log V2 by V1 minus nRT log V3 by V4 എന്ന് കിട്ടും. ഇതാണ് വർക്ക് ഡൺ കാർനോട്ട് സൈക്കിൾ. ഇവിടെ എഫിഷ്യൻസി സാർ ഓൾറെഡി നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. എഫിഷ്യൻസി ഈറ്റ is equal to 1 minus T2 by T1 ആണ്. എഫിഷ്യൻസി ഈറ്റ is equal to 1 minus T2 by T1 ആണ്. ഓക്കെ, ഈ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ, അതായത് ഒരു ഐസോതെർമൽ പ്രോസസ് എന്തൊക്കെയാണ്, അഡിയാബാറ്റിക് പ്രോസസ് എന്തൊക്കെയാണ്, കാർനോട്ട് സൈക്കിൾ എന്തൊക്കെയാണ്, അതിന്റെ വർക്ക് ഡൺ എല്ലാം ഓക്കെ ആണെങ്കിൽ മക്കളെ again give me some fire. Come on, fire ഇട്ടിട്ട് കളിയില്ലല്ലോ സാറേ. യെസ് സാറ് ഒരു രക്ഷ മക്കളെ. Come on, show me some fire. Come on. എന്റെ മക്കളുടെ come on, എവിടെ wave your hands. മറന്നുപോയ കൈ വീശനൊക്കെ മറന്നു എല്ലാവരും? യെസ്, ഒരിക്കലും മറക്കില്ല അല്ലെ? അടിപൊളി. അടിപൊളി, സൂപ്പർ. യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, സാറ് പറഞ്ഞു കമ്പാരിറ്റീവ്ലി മറ്റ് എന്താ പറയാ ഈ 3 ചാപ്റ്റേഴ്സിലും ഏറ്റവും കൂടുതൽ ഈ 3 ചാപ്റ്റേഴ്സ് വെച്ച് നോക്കി കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി നെക്സ്റ്റ് ഹയർ എന്താ പറയാ നമ്മുടെ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. എന്താ പറയാ നിവിൻ സാറ് വേവ്സ് തൊട്ടുമുള്ള സാർ അത് ഓസിലേഷൻ. യെസ്, വേവ്സ് തൊട്ടുമുള്ള ചാപ്റ്റർ ആണ് ഓസിലേഷൻ. ലെറ്റ്സ് മൂവ് ഓൺ ടു ഓസിലേഷൻസ്. എന്താ നോക്കുക? ഓസിലേഷൻസ് സിമ്പിൾ ചാപ്റ്റർ ആണ്.
കുറച്ച് കുഞ്ഞു ഡെറിവേഷൻസ് ഉള്ളൂ. സിമ്പിൾ ചാപ്റ്റർ ആണ്, നോക്കാം. യെസ്, എന്താണ് periodic motion? What is meant by periodic motion? Periodic motion is that motion which repeats itself at regular interval of time. ഒരു regular interval of time റിപ്പീറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് മോഷൻസ് ആണ് എന്ത് പറയാ, പീരിയോഡിക് മോഷൻസ് എന്ന് പറയാ. ഒരു റെഗുലർ ഇന്റർവൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസിന് പറയുന്ന പേരാണ് periodic motion. Periodic motion. Okay. Then the interval of time is called time period. അതായത് എത്രത്തോളം ടൈം പീരീഡിലാണ് ഇന്റർവൽ വരുന്നത്, അല്ലെങ്കിൽ ഇന്റർവൽ ഓഫ് ടൈം പീരീഡിനെ പറയുന്ന പേരാണ് ടൈം പീരിയഡ്. എത്രത്തോളം ഇന്റർവെല്ലാണ് ആ മോഷൻ റിപ്പീറ്റ് ചെയ്യുന്നു, ആ ടൈം പീരീഡിനെ പറയുന്ന പേരാണ് ആ ഇന്റർവെലിനെ പറയുന്ന പേരാണ് ടൈം പീരിയഡ്. ടൈം പീരിയഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓസിലേറ്ററി മോഷൻ. എന്താണ് ഓസിലേറ്ററി മോഷൻ? ഇഫ് എ ബോഡി മൂവ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് റിപ്പീറ്റഡ്ലി അബൌട്ട് എ മീൻ പൊസിഷൻ, ഒരു മീൻ പൊസിഷനിൽ നിന്നും ഒരു പാർട്ടിക്കിൾ എന്താ പറയാ മുന്നോട്ടും പിന്നോട്ടും അല്ലെങ്കിൽ ടു ആൻഡ് ഫോർത്ത് അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെന്റ് വരുന്നുണ്ടെങ്കിൽ the process is said to be in oscillatory അല്ലെങ്കിൽ vibratory motion. Okay, the process is said to be in oscillatory അല്ലെങ്കിൽ vibratory motion. These are the different examples of എന്താണ് oscillatory motion. എന്തൊക്കെയാണ്? ഒരുപാടുണ്ടല്ലേ. motion of pendulum of a wall clock, ഒരു ക്ലോക്കിന്റെ പെൻഡുലം. എന്താണ്? vibration of wire of sitar അല്ലെങ്കിൽ ഗിറ്റാറിന്റെ ഒക്കെ എന്താ പറയാ അതിന്റെ സ്ട്രിങ്സിന്റെ വൈബ്രേഷൻ എല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്, ഓസിലേറ്ററി മോഷൻ എക്സാമ്പിൾ ആണ്. ഒരു ഇമ്പോർട്ടന്റ് തിങ്, അതായത് എപ്പോഴും ചോദിച്ചു കാണാവുന്ന ട്രിക്കിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിഫറൻസ് ബിറ്റ്വീൻ പീരിയോഡിക് ആൻഡ് ഓസിലേറ്ററി മോഷൻ. എന്തെല്ലാമാണ് ഒരു ഓസിലേറ്ററി മോഷന്റെയും എന്താ പറയാ പീരിയോഡിക് മോഷന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് അല്ലെ. യെസ്, എന്തൊക്കെയാ മക്കളെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒരു മാർക്കിനോ അല്ലെങ്കിൽ 1.5 മാർക്കിനോ അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ പറയാ. യെസ്, അതുല്ല പിസ്റ്റൺ ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. അടിപൊളി അല്ലെ നിമിഷ് സാറേ? യെസ്, പിസ്റ്റൺ ഓഫ് ഓട്ടോമൊബൈൽ. നിങ്ങളൊരു എന്താ പറയാ ഒരു ഭാഗ എഞ്ചിനീയറിംഗ് കാണുന്നു, സൂപ്പർ. അതില്ല. യെസ്, ഓക്കെ, ഫൈൻ. അപ്പൊ എന്താ പറയാ an oscillatory motion നോക്കാം. an oscillatory motion is always periodic. And a periodic motion may or may not be oscillatory. അതാണ് ഇമ്പോർട്ടന്റ് തിങ് കേട്ടോ. ആ കാര്യം മക്കൾ വ്യക്തമായി ഓർത്തിരിക്കുക. an oscillatory motion is always periodic. എല്ലാ ഓസിലേറ്ററി മോഷനും എന്തായിരിക്കും? പീരിയോഡിക് മോഷൻ ആയിരിക്കും. പക്ഷെ എന്താ പറയാ എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷൻ ആവണമെന്നില്ല. ഓക്കെ. യെസ്, ഓക്കെ. ദ മോഷൻ ഓഫ് ഒരു എക്സാമ്പിൾ ആണ്, ദ മോഷൻ ഓഫ് ദ പ്ലാനറ്റ്സ് അറൌണ്ട് ദ സൺ ഇസ് പീരിയോഡിക് ബട്ട് നോട്ട് ഓസിലേറ്ററി അല്ലെ. എന്താണ്? ഒരു നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഒരു 365 ഡേയ്സ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വീണ്ടും അതിന്റെ ഒരു കംപ്ലീറ്റ് 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കും അല്ലെ. പക്ഷെ എന്താണ് അത് ഒരിക്കലും ഒരു ഓസിലേറ്ററി മോഷൻ ആണോ? അല്ല, ഇറ്റ്സ് നോട്ട് എൻ ഓസിലേറ്ററി മോഷൻ, ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ. ഈ കാര്യം മക്കള് ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ എന്താ പറയാ യെസ്, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. ഒട്ടും സമയം കളയാൻ വേസ്റ്റില്ല, ഒട്ടും ടൈം കളയാൻ നമുക്കില്ല. ലെറ്റ്സ് മൂവ് ഓൺ ടു എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്താണ്? SHM അല്ലെ. സിമ്പിൾ ആയി പറഞ്ഞാൽ SHM അല്ലെങ്കിൽ simple harmonic motion. നോക്കാം. If a particle is distributed slightly from its mean position, yes, if a particle is distributed slightly from its mean position, it ends to return to its mean position. അതായത് നോക്കുക, ഏറ്റവും സിമ്പിൾ വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ simple harmonic motion is defined as such an oscillatory motion about a fixed point. ഒരു മീൻ പൊസിഷനിൽ നിന്നും മൂവ് ചെയ്യുന്ന മോഷൻ ആണ് എന്ന് പറയാ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയാം കേട്ടോ. സിമ്പിൾ ഹാർമോണിക് മോഷൻ in which the restoring force, ഈ ഒരു എന്താ പറയാ സാറിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു വയലറ്റ് കളറിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. ഈ പെർട്ടിക്കുലർ SHM എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലേക്ക് ലോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. The restoring force is always proportional to the displacement. Yes, the most important thing ആണ് the restoring force is always proportional to the displacement from that point and is always direct towards the point. അതായത് ഒരു പോയിന്റിൽ നിന്നും മീൻ പൊസിഷനിൽ നിന്നും അകലും തോറും എന്ത് ഡിസ്പ്ലേസ്മെന്റ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നു? അതിന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് കൂടുന്നു. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ കാര്യം മക്കൾ വ്യക്തമായി പഠിച്ചിട്ട് പോകട്ടോ. ഈ കാര്യം വ്യക്തമായിട്ട് പഠിച്ചിട്ട് തന്നെ പോവാ. എന്താണ് SHM, എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് വ്യക്തമായി പഠിച്ചു പോവാ. ഇത്രേ ഉള്ളൂ. In which the restoring force is always proportional to the displacement from the mean position. മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തുണ്ടാവുക? അവിടെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവുക. ലെറ്റ്സ് മൂവ് ഓൺ. സാർ ഒട്ടും സമയം കളയുന്നില്ല. ഇതിൽ നിന്നും നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് വെലോസിറ്റി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. സിമ്പിൾ ആണ് നോക്കുക.
x of t is equal to a cos omega t plus phi ആണ്. x of t അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇൻ x ഡയറക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ x ഡയറക്ഷൻ എത്രയാണ്? a cos omega t plus phi ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എന്താണ് മക്കളെ വെലോസിറ്റി? വെലോസിറ്റി is nothing but ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ആ സെയിം കോൺസെപ്റ്റ് ആണ്. നോക്കുക, ഈ എക്സ് ഓഫ് ടി എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഇൻ എക്സ് ഡയറക്ഷൻ. പാർട്ടിക്കിള് എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അപ്പം ഈ ഡിസ്പ്ലേസ്മെന്റിനെ സാർ എന്ത് ചെയ്തു? വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്തു. നോക്കുക, ഡി ബൈ ഡി ടി ഓഫ് എക്സ് ഓഫ് ടി. അപ്പൊ എന്ത് കിട്ടും? ഡി ബൈ ഡി ടി ഓഫ് എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഇതിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ വി ഗെറ്റ്? വി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. നമുക്കറിയാം കോസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ് അല്ലെ, അതുകൊണ്ടാണ് അവിടെ മൈനസ് വരിക കേട്ടോ, മൈനസ് വരിക. ഓക്കെ മക്കളെ, ഈ ഒരു എന്താ പറയുക ഇക്വേഷനും ഇത് കൂടാതെ വരുന്ന നോക്കുക, നമുക്ക് ഓൾറെഡി അറിയാം സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഈസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ ആണ് അല്ലെ. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എ ആണ്. അതിൽ നിന്നും നമുക്ക് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് വിൽ വി ഗെറ്റ് എന്ത് കിട്ടും? വി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ രണ്ട് ഇക്വേഷൻസും സാറ് കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻസും മക്കൾ ഇപ്പൊ തന്നെ പഠിച്ചു പോവാ. പഠിച്ചതാണ്, നമ്മുടെ മക്കളെല്ലാം പഠിച്ചു കഴിഞ്ഞാണ്. എന്നിരുന്നാൽ പോലും പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മുന്നോട്ട് പോവാ കേട്ടോ. ബിക്കോസ് ഇതില്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ രണ്ട് ഇക്വേഷൻസും ഇല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരെങ്കിലും എഴുതിയെടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുതിയെടുക്കുക കേട്ടോ, പെട്ടെന്ന് എഴുതിയെടുക്കുക. ഈ രണ്ട് ഇക്വേഷൻസും ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. എന്നിരുന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി കിട്ടി അല്ലെ. വെലോസിറ്റി കിട്ടി കഴിഞ്ഞാൽ വെലോസിറ്റിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും മക്കളെ? ആക്സിലറേഷൻ കിട്ടും. ഇവിടെ സാറ് പറഞ്ഞു എക്സ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി ആയിരുന്നു. ഇനി വൈ ഡയറക്ഷനിലെ മൂവ്മെന്റ് ആണെങ്കിൽ എന്ത് വരും? വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് വൈ. നമുക്ക് അപ്പം ഈ ഒരു രണ്ട് ഇക്വേഷൻസ് കൂടെ എഴുതിയെടുത്തേക്കാം. പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ പറ്റും? പാർട്ടിക്കിളിന് ഒന്നുകിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം അല്ലെങ്കിൽ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാണ് വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി. വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റി ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. മക്കൾ രണ്ടും എഴുതിയെടുക്കുക. ഓൾറൈറ്റ്, യെസ് ലെറ്റ്സ്. അപ്പം വെലോസിറ്റി ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റിനെ സാർ പറഞ്ഞു, വെലോസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ കിട്ടും അല്ലെ, ആക്സിലറേഷൻ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കുക, വി ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് അല്ലെ. ഞാൻ അതിനെ ഒന്നുകൂടി വിത്ത് റെസ്പെക്ട് ടു ടൈം ഡിഫറൻഷിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? എ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. മൈനസ് ഒമേഗ സ്ക്വയർ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് കിട്ടും. ഒന്നുകൂടി ഇതിനെ നമുക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഡ്സിൽ എന്ത് ചെയ്യാൻ പറ്റും? എ ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഓഫ് ടി എന്ന് കിട്ടും. മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ഓഫ് ടി എന്ന് കിട്ടും. സാർ വീണ്ടും പറഞ്ഞു, ഈ രണ്ട് ഇക്വേഷൻസ് മക്കൾ വ്യക്തമായി തീർക്കണം, വ്യക്തമായി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകണമെങ്കിൽ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം എക്സ് ഡയറക്ഷനിൽ പറഞ്ഞു, എഗെയിൻ സാർ വൈ ഡയറക്ഷനിൽ പറയാം കേട്ടോ. വൈ ഡയറക്ഷനിൽ പറയാം. നോക്കുക, വൈ ഡയറക്ഷനിലായിരുന്നെങ്കിൽ എന്ത് വരും? യെസ്, വൈ ഡയറക്ഷനിലായിരുന്നെങ്കിൽ സിമിലർ കേസ് നേരത്തെ പറഞ്ഞു. വൈ ഓഫ് ടി ആണെങ്കിൽ എന്ത് വരും? സൈൻ ഒമേഗ വരും, സൈൻ ഫംഗ്ഷൻ വരും. എക്സ് ഡയറക്ഷൻ ആണെങ്കിൽ കോസ് ഫംഗ്ഷൻ വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വൈ ഡയറക്ഷനിലാണെങ്കിൽ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്ത് വരും? ഒമേഗ സ്ക്വയർ. യെസ്, ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് എന്ന് വരും. ഓക്കെ, again a of t is equal to acceleration is equal to minus omega square y of t. സിമ്പിൾ ആണ്. ഈ കാര്യം ഓക്കെ ആണെങ്കിൽ കമോൺ മക്കളെ ഒന്ന് ഫയർ കാണിച്ചാൽ വേഗം ഫയർ തീട്ടെ കമന്റ് ബോക്സ് കത്തിച്ച മക്കളെ. എന്റെ മക്കളുടെ കമോൺ, നിങ്ങളുടെ ആസ് യൂഷ്വൽ തിങ് അറിയാലോ എന്താണ്? വേവ് യുവർ ഹാൻഡ്സ്. കമോൺ, എവിടെ ഈ കാര്യം ഓക്കെ ആണെങ്കിൽ മക്കളെ യെസ്, അടിപൊളി, അറിയാലോ, സൂപ്പർ, അടിപൊളി, ഫൈൻ, സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. യെസ്, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് കിട്ടി, സോറി വെലോസിറ്റി കിട്ടി, ഡിസ്പ്ലേസ്മെന്റ് അറിയാം, ഇപ്പം ആക്സിലറേഷൻ കൂടി ആയി. അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ. എന്താണ്? ഫോഴ്സ്. നമുക്ക് ആക്സിലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഫോഴ്സ് കണ്ടുപിടിക്കാം. നമുക്കറിയാം അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് അല്ലെ. എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. അപ്പം എന്ത് ചെയ്താം? എ ഓൾറെഡി കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ്?
മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് അല്ലെ, മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ്. ഈ കോൺസെപ്റ്റ് നേരെ സാർ ഇവിടെ മാസ് മാറുന്നില്ല, എക്ക് പകരം മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എം ഒമേഗ സ്ക്വയർ എക്സ് എന്ന് വന്നു. നമുക്കറിയാം കെ ഇസ് ഈക്വൽ ടു എന്താ മക്കളെ, കെ ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആണ് അല്ലെ, കെ ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ്. ഈ എം ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് കെ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താം, ഈ എം ഒമേഗ സ്ക്വയറിന് പകരം സാർ എന്ത് ചെയ്ത് കൊടുത്തു, മൈനസ് കെ എന്ന് കൊടുത്തു. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഫോഴ്സ് ഓഫ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ, വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ് മക്കൾ. ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക, എഴുതിയെടുക്കുക. ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, derive the expression for kinetic energy in simple harmonic motion. പ്രീവിയസിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുക. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കൈനറ്റിക് എനർജി ഡിറൈവ് ചെയ്യാം. സിമ്പിൾ ആണ്, നമുക്കറിയാം. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചു വരുന്ന എന്താ പറയാ കൈനറ്റിക് എനർജി ഇക്വേഷൻ ആണ് ഹാഫ് എം ബി സ്ക്വയർ അല്ലെ, ഹാഫ് എം ബി സ്ക്വയർ. അപ്പം ഈ ഹാഫ് എം ബി സ്ക്വയറിൽ ഹാഫ് എം ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. വെലോസിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വെലോസിറ്റി നേരെ കൊടുക്കുക. യെസ്, ഇവിടെ വെലോസിറ്റി ഉണ്ട്. വെലോസിറ്റി മൈനസ് ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അതിനെ സാർ എന്ത് ചെയ്തു, റൂട്ട് എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, യെസ് റൂട്ട് ഒഴിവായി നെഗറ്റീവ് മാറി എന്ത് വന്നു, ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വന്നു അല്ലെ. സാറ് ഈ വിനെ വി സ്ക്വയർ ആയി കഴിഞ്ഞാൽ എന്ത് വരും, യെസ് ഒമേഗ സ്ക്വയർ റൂട്ട് പോയിട്ട് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഈ കാര്യം നേരെ കൊടുക്കുക. ഈ കാര്യം നേരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കൈനറ്റിക് എനർജി കിട്ടും. കൈനറ്റിക് എനർജി കെ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ കൈനറ്റിക് എനർജി കെ ഈസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻടു എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്. കമോൺ, ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്. ഐ നീഡ് സം തംസ് അപ്പ്. എവിടെ? യെസ് സൂപ്പർ. ഓക്കെ ഫൈൻ, ലെറ്റ്സ് മൂവ് ഓൺ. അടിപൊളി. അങ്ങനെയാണെങ്കിൽ യെസ് നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി. ഇനി എന്തുകൂടി വേണം, പൊട്ടൻഷ്യൽ എനർജി കൂടി വേണം അല്ലെ. വി നീഡ് പൊട്ടൻഷ്യൽ എനർജി കൂടി വേണം. ഓക്കെ, അപ്പം അഗെയിൻ നമ്മൾ പറഞ്ഞു യെസ് ഇവിടെ പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു മക്കളെ ഹാഫ് കെ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്പ്രിംഗിന്റെ കേസിലൊക്കെ നിവിൻ സാർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്ക് എനർജി പവർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ വർക്ക് ഡൺ ബൈ എ സ്പ്രിംഗ് അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഓഫ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് സ്പ്രിംഗ് പഠിച്ചിട്ടുണ്ടാവല്ലോ. അവിടെ എന്തായിരിക്കും ഹാഫ് കെ എക്സ് സ്ക്വയർ പഠിച്ചിട്ടുണ്ടാവല്ലോ അല്ലെ, ഹാഫ് കെ എക്സ് സ്ക്വയർ പഠിച്ചിട്ടുണ്ടാവും. സിമിലർ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എക്സിന്റെ അല്ലെങ്കിൽ കെന്റെ വാല്യൂ അറിയാം അല്ലെ, കെന്റെ വാല്യൂ അറിയാം. തൊട്ടുമുന്നേ നമ്മൾ ഡിറൈവ് ചെയ്താണ്, തൊട്ടുമുന്നേ നമ്മൾ കണ്ടുപിടിച്ചാണ് എം ഒമേഗ സ്ക്വയർ ആണ്. കെ ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആണ്. ഈ വാല്യൂ നേരെ കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും, പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് കിട്ടി. യെസ്, അങ്ങനെയാണെങ്കിൽ യെസ് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അതായത് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജിന്റെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ഒന്നുമില്ല, ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. ഈ ഗ്രാഫ് മക്കൾ ഓർത്തിരിക്കാട്ടോ. ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ എപ്പോഴും വരുന്നൊരു എപ്പോഴും എന്താ പറയാ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഗ്രാഫ് തന്നിട്ട് ഒന്നുകിൽ ഈ ഗ്രാഫ് തന്നിട്ട് അതിനെ എന്താ പറയാ ഓരോ ലൈനും എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരും. അല്ലെങ്കിൽ സിമിലർലി ഈ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യാൻ വരും. ഈ ഒരു ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യാൻ വരും. യെസ് അജീഷ് സാർ വന്നിട്ട് നമ്മുടെ അല്ലെ, അജീഷ് സാർ. ഓക്കെ അജീഷ് സാർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഗ്രാഫിൽ എന്താ പറയാ ഇവിടെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് അല്ലെ, ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. ദെൻ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ആണ് ഈ കാണിച്ചിരിക്കുന്ന യു ഷേപ്പിലുള്ള കേട്ടോ. ഈ യു ഷേപ്പിൽ പോകുന്നതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി ഇൻ. ദെൻ ഇനി ഇൻവേർട്ടഡ് യു അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ലൈക്ക് ഈ ഒരു ഇൻവേർട്ടഡ് യു ഷേപ്പിൽ പോകുന്ന എന്താണ് മക്കളെ, കൈനറ്റിക് എനർജി ആണ്. മക്കളെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് തന്നെ പോവാ. ഈ ഗ്രാഫ് വന്നിട്ട് ഓരോ ലൈനും എന്താണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വരാറുണ്ട്, അല്ലെങ്കിൽ പ്ലോട്ട് ചെയ്യാൻ വരാറുണ്ട് കേട്ടോ. ഓർത്തിരിക്കുക. എപ്പോഴും ടോട്ടൽ എനർജി വിൽ ബി എ കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് എന്താ പറയാ നമ്മുടെ കൈനറ്റിക് എനർജി ആദ്യം ഇൻക്രീസിംഗ് ആയിരിക്കും, പിന്നെ ഡിക്രീസിംഗ് ആവുന്നു. പിന്നെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ആദ്യം ഡിക്രീസിംഗ് ആയിരിക്കും, ദെൻ ഇൻക്രീസിംഗ് ആയിരിക്കും. ഈ കാര്യം മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. യെസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെക്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രീവിയസിൽ വന്നിട്ടില്ല 1-2 ന്യൂമറിക്കൽസ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1-2 ന്യൂമറിക്കൽസ് ചെയ്ത് നോക്കാം സാറേ. യെസ്, ഓക്കെ. റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ഫോർ എൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒരു
സിമ്പിൾ ഹാർമോണിക് മോഷന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ത് ചെയ്യുക, റൈറ്റ് അപ്പ് ചെയ്യുക. റൈറ്റ് അപ്പ് ചെയ്യുന്ന ഒരു നേരത്തെ ഓൾറെഡി പറഞ്ഞു എന്താണ് അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താ മക്കളെ എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ്. ഇതിലെ ഓരോ ടേമും എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓരോ ടേം എന്താണെന്ന് വ്യക്തമായി അറിഞ്ഞിരിക്കണം. എക്സ് ഓഫ് ടി ഡിസ്പ്ലേസ്മെന്റ് ആണ്. എ എന്താണ്, ആംപ്ലിറ്റ്യൂഡ് ആണ്. അതായത് മാക്സിമം വാല്യൂ ഓഫ് എന്താ പറയാ അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ആ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന മാക്സിമം വാല്യൂ ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. ദെൻ എന്താണ്, ഒമേഗ ഇസ് ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗ ഇസ് ഈക്വൽ ടു ആംഗുലർ ഫ്രീക്വൻസി ആണ്. ഒമേഗ ടി പ്ലസ് ഫൈവ് എന്താണ് മക്കളെ, അതിന്റെ ഫേസ് ആണ്. ഫേസ് നിങ്ങൾ ഇനി അടുത്ത കൊല്ലാണെങ്കിലും ഒരുപാടധികം കേൾക്കാൻ പോകുന്ന ടേമാണ് ഫേസും ഫേസ് ഡിഫറൻസ് കേട്ടോ. ഓക്കെ, അപ്പം ഒമേഗ ടി പ്ലസ് ഫൈവ് എന്താണ്, അതിന്റെ ഫേസ് ആണ്. വെർ ഫൈവ് ഇസ് ദ ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് ആംഗിൾ. അറിയാത്തവർ എഴുതി തന്നെ പോവാ. എന്താണ് ഫൈവ് എന്ന് വെച്ചാൽ ഫേസ് കോൺസ്റ്റന്റ് ഓർ ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്ന് പറയും. ഫേസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ഫേസ് ആംഗിൾ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. And simple harmonic motion like an SHM is given by x is equal to 8 sin 10 pi t plus pi by 4 എന്ന് വന്നു. ഓക്കെ, 10 pi t plus pi by 4 എന്ന് വന്നു. And ഇതിൽ നിന്നും എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്, ഫൈൻഡ് ആംപ്ലിറ്റ്യൂഡ്, ആംഗുലർ ഫ്രീക്വൻസി, പീരിയഡ്, ഫ്രീക്വൻസി ആൻഡ് ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഓർ ഫേസ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരിക. എല്ലാവരും നോട്ട് ചെയ്തെടുക്കുക. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പ്രീവിയസിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, നോക്കാം മക്കളെ. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. 8 സൈൻ എന്താ 10 പൈ ടി പ്ലസ് പൈ ബൈ 4 തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്നും എന്ത് കണ്ടുപിടിക്കണം, ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം, ആംഗുലർ ഫ്രീക്വൻസി കണ്ടുപിടിക്കണം, പീരിയഡ് കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി ആൻഡ് ഫൈനലി ഇനീഷ്യൽ ഫേസ് കണ്ടുപിടിക്കണം. നോക്കാം, ആൻസർ കേട്ടോ. നോക്കാം, ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ്. ഇതിൽ നിന്നും നമുക്ക് അറിയാവുന്ന ജനറൽ ഫോർമുലയാണ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് നമ്മുടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ജനറൽ ഫോർമുല, ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു കേസിനായിട്ട് കമ്പയർ ചെയ്യുക, ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്യുക. അപ്പൊ നോക്കുക, ആംപ്ലിറ്റ്യൂഡ് എന്താ മക്കളെ, യെസ് എ കോസ് ഒമേഗ ടി. ഇവിടെ എന്താ വരുന്നത്, യെസ് ഇവിടെ എന്താ പറയുന്നത്, ഇതില് എ സൈൻ ആണല്ലേ, സൈൻ ഫംഗ്ഷൻ ഇറ്റ് ഇസ് ഇൻ വൈ ഡയറക്ഷൻ. വൈ ഡയറക്ഷനിലാണ് മൂവ്മെന്റ് വരുന്നത്, അതുകൊണ്ടാണ് സൈൻ ഫംഗ്ഷൻ വരിക കേട്ടോ. വൈ ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ എന്താ പറയാ സൈൻ ഫംഗ്ഷൻ വരിക. ഓക്കെ, അപ്പം ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, 8 ആണല്ലേ, ആംപ്ലിറ്റ്യൂഡ് 8 ആണ്. Then 8 meter you have to express in SI unit. Okay, SI unit express ചെയ്യണം. അപ്പൊ 8 meter. Then എന്താ വരുന്നത്, ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്താ വരുന്നത് മക്കളെ, 10 പൈ റേഡിയൻ പെർ സെക്കൻഡ് ആണ് അല്ലെ, 10 പൈ ആണ്. ഒമേഗ ടി പ്ലസ് 5 എന്നല്ലേ, ഒമേഗ ടി പ്ലസ് 5 എന്നല്ലേ. അപ്പം ഒമേഗ അവിടെ ആരാ വരുന്നത്, 10 പൈ വരുന്നത്, 10 പൈ വരുന്നത്. അപ്പം 10 പൈ റേഡിയൻ പെർ സെക്കൻഡ് ആണ്, റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്ത് വരുന്നത്, അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ വരുന്നത് കേട്ടോ. Then നമുക്കറിയാം ആംഗുലർ ഫ്രീക്വൻസി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ടി ആണ്. ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ടി ആണ് അല്ലെ. സിംപ്ലി എന്താ പറയും, ടി ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ എന്ന് വരും. ടി ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ വരും. നമുക്ക് എന്തറിയാം, 2 പൈ ബൈ ഒമേഗ കൊടുക്കാം, എന്ത് വരും, 1/5 സെക്കൻഡ് എന്ന് വരും. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 1/5 സെക്കൻഡ് എന്ന് വരും, 1/5 സെക്കൻഡ് എന്ന് വരും. ഓക്കെ, ഇനി ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ എന്താ, ഫ്രീക്വൻസി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ് അല്ലെ. ഫ്രീക്വൻസി ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ് ആണ്. അപ്പം ഫ്രീക്വൻസി ന്യൂ ഈസ് ഈക്വൽ ടു 1 ബൈ ടൈം പീരീഡ്, 1 ബൈ ടി ഈസ് ഈക്വൽ ടു എന്ത് വരും, 5/1 വിച്ച് ഇസ് ഈക്വൽ ടു 5 ഹെർട്സ്. 5 ഹെർട്സ് ആണ് ഫ്രീക്വൻസിന്റെ യൂണിറ്റ് എന്നാണ്, ഹെർട്സ് ആണ്, മറന്നു പോകരുത്. ഓക്കെ, 5 ഹെർട്സ് ആണ്. ആൻഡ് ഇനീഷ്യൽ ഫേസ് ആംഗിൾ ഫൈന്റെ വാല്യൂ നോക്കുക, കമ്പയർ ചെയ്യാ. നമ്മുടെ ജനറൽ ഫോർമുലയും ഗിവൺ ഫോർമുലയും നമ്മൾ കമ്പയർ ചെയ്യാം. ഫൈന്റെ അവിടെ ആരാ വരുന്നത്, പൈ ബൈ 4 ആ വരുന്നത്. ആൻസർ ഇസ് ഗിവൺ. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ എന്റെ മക്കൾ കാട്ടുന്നേ, കമോൺ എവിടെ എന്റെ മക്കളോടെ, വിനേഷിന്റെ മക്കളോടെ. യെസ്, ഇനി നിങ്ങൾ കമന്റ് ഇട്ട് വേഗാട്ടെ, കമന്റ് എല്ലാം നിങ്ങൾ കത്തിച്ച് കമന്റ് ബോക്സ് കത്തിച്ച് വേഗാട്ടെ സാറേ, പവറിൽ ഉള്ളവരൊക്കെ. യെസ്, അടിപൊളി. ഓക്കെ, ഫൈൻ, സൂപ്പർ. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എന്താ പറയുക റിപ്പീറ്റ് ചെയ്ത് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇനിയും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. യെസ്, a 5 kilogram collar is attached to a spring of constant 500 Newton per meter square, and it slides without friction over a horizontal rod. The collar is displaced from its equilibrium position by 10 centimeter and released. Calculate time period of oscillation, the period of oscillation, the maximum speed and maximum acceleration of collar. ഓക്കെ, ഒരു സ്പ്രിംഗില് ഒരു വെയിറ്റ് അല്ലെങ്കിൽ കോളർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതിന്റെ മാസ് ആണ് 5 കിലോഗ്രാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്രയാണ്, 500 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ആൻഡ് ഇറ്റ് സ്ലൈഡ്സ് വിത്തൗട്ട് ഫ്രിക്ഷൻ ഓൺ എ ഹൊറിസോണ്ടൽ ലോഡ്. ഒരു ഹൊറിസോണ്ടൽ ലോഡിൽ ഫ്രിക്ഷൻ ഇല്ലാതെ ഫ്രിക്ഷൻ നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്, നെഗ്ലക്ട് ചെയ്തു. ഫ്രിക്ഷൻ ഇല്ലാതെ സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ
എന്താ പറയാ അവിടെ ഉണ്ടാവുന്ന ടൈം പീരീഡ് കണ്ടുപിടിക്കുക, മാക്സിമം സ്പീഡ് കണ്ടുപിടിക്കുക ആൻഡ് ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. നോക്കാം, ആൻസറിലേക്ക് പോവാം. നോക്കാം. യെസ് ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ, ദ പീരീഡ് ഓഫ് ഓസിലേഷൻ ഇസ് ഗിവൺ ബൈ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കും, നമ്മൾ സ്പ്രിങ്ങിന്റെ കേസിൽ പഠിച്ചൊരു ഇക്വേഷൻ ആണ്. എന്താ മക്കളെ? ടൈം പീരീഡ് T is equal to 2 pi root of m by k അല്ലെ, 2 pi root of m by k where m is the mass and k is the spring constant അല്ലെ, k is the spring constant ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നോക്കുക, ഒന്നുമില്ല മക്കൾ, ഈ ഒരു ഇക്വേഷൻ ഓർത്ത് തന്നെ പോവാട്ടോ. ഈ ഒരു ഇക്വേഷൻ പഠിക്കാതെ ഒരാൾ പോലും എക്സാം എഴുതാൻ പോവാൻ നിൽക്കരുത്. ഓക്കെ, എന്താണ് ടൈം പീരീഡ് T is equal to 2 pi root of m by k where m is the mass of the weight, mass ആണ്, and k എന്താണ്? സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. k is the spring constant. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. മാസ് is equal to കോളറിന്റെ മാസ് എത്രയാണ്? 5 കിലോഗ്രാം ആണ്. നേരെ കൊടുക്കുക. ദെൻ എത്രയാണ്? ഡിവൈഡ് ബൈ k എത്രയാണ്? 500 ആണ്. 500 സ്പ്രിംഗ് കോൺസ്റ്റന്റ് 500 ആണ്. നേരെ കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ടൈം പീരീഡ് T is equal to 0.63 seconds എന്ന് കിട്ടും. 0.63 seconds എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വെലോസിറ്റി കണ്ടുപിടിക്കാനായിരുന്നു. വെലോസിറ്റി കണ്ടുപിടിക്കാനായിരുന്നു. നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? വെലോസിറ്റി is equal to നെഗറ്റീവ് ഒമേഗ മൈനസ് ഒമേഗ റൂട്ട് ഓഫ് a സ്ക്വയർ മൈനസ് x സ്ക്വയർ, a സ്ക്വയർ മൈനസ് x സ്ക്വയർ ആണ്. ഇനി നമുക്കറിയാം മാക്സിമം സ്പീഡ് v is equal to a ഒമേഗ ആണ്. മാക്സിമം സ്പീഡ് v is equal to a ഒമേഗ ആണ്. അറ്റ് മീൻ പൊസിഷൻ, അതായത് അതിന്റെ മീൻ പൊസിഷനിൽ എത്രയായിരിക്കും? x will be, there is no displacement, അതുകൊണ്ട് x will be 0 ആയിരിക്കും. x will be 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒമേഗ is equal to root of k by m. ഒമേഗ is equal to root of k by m ആണ്. ആൻഡ് ഇവിടെ v is equal to a into root of k by m എന്ന് വരും. a into root of k by m എന്ന് വരും. ഇതിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് a അറിയാം അല്ലെ, a അറിയാൻ പറ്റും. a എത്രയാണ് മക്കളെ? a is equal to 10 സെന്റിമീറ്റർ. അതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ് 10 സെന്റിമീറ്റർ. ആ സെന്റിമീറ്റർ എന്ത് ചെയ്യണം? അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? 0.1 മീറ്റർ എന്ന് വരും. 0.1 മീറ്റർ എന്ന് വരും. ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. വെലോസിറ്റി v is equal to a into root of k by m, sorry m by k by m നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നോക്കുക, അത് യെസ് ഇവിടെ വെലോസിറ്റി v is equal to, ഈ ഇക്വേഷൻ മക്കളെ ഓർത്തിരിക്കാട്ടോ. ഈ ഇക്വേഷൻ മക്കളെ ഓർത്തിരിക്കുക, വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. വെലോസിറ്റി v is equal to a into root of k by m, a into root of k by m എന്ന് വരും. ഇവിടെ നമുക്ക് a അറിയാം, ആംപ്ലിറ്റ്യൂഡ് അറിയാം, 10 സെന്റിമീറ്റർ ആണ്. അതിന് ഞാൻ എന്ത് ചെയ്തു? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. 0.1 മീറ്റർ. k അറിയാം, മാസ് അറിയാം. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് വെലോസിറ്റി കിട്ടും, which is equal to 1 meter per second. 1 meter per second കിട്ടി. വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കുക, ആക്സിലറേഷൻ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താ? ആക്സിലറേഷൻ a is equal to നെഗറ്റീവ് മൈനസ് ഒമേഗ സ്ക്വയർ x ആണ്. മൈനസ് ഒമേഗ സ്ക്വയർ x ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യെസ് മാക്സിമം ആക്സിലറേഷൻ, അതായത് ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ വരെയും അതിന്റെ എക്സ്ട്രീം പൊസിഷനിലായിരിക്കും. അതായത് മെയിൻ പൊസിഷനിൽ നിന്നും ഏറ്റവും അകലെയുള്ള പൊസിഷനാണ് അതിന്റെ എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, എക്സ്ട്രീം പൊസിഷൻ അവിടെ ആയിരിക്കും എന്തുണ്ടാവുക? ഏറ്റവും ആക്സിലറേഷൻ കൂടുതൽ ഉണ്ടാവുക, മാക്സിമം ആക്സിലറേഷൻ ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ a is equal to, ഞാൻ എന്ത് ചെയ്തു? a is equal to omega square a എന്ന് വന്നു. ആൻഡ് omega square is equal to k by m ആണ്. omega square is equal to k by m ആണ്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ a is equal to k by m into a, k by m into a. ഈ കാണിച്ചിരിക്കുന്ന ഓരോ സ്റ്റെപ്പും മക്കൾ വ്യക്തമായിട്ട് എഴുതി തന്നെ പോവാ. വെരി 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 ഇമ്പോർട്ടന്റ്. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഇക്വേഷൻസും വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സാറി കൊടുത്തിരിക്കുന്ന ഇക്വേഷൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഇത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത്, ഐ മീൻ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പോകുന്ന ഏറ്റവും ലൈക്ക് എന്തൊരു കൈൻഡ് ഓഫ് ന്യൂമറിക്കൽസും കംപ്ലീറ്റ്ലി വിൽ ബി ബേസ്ഡ് അപ്പോൺ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ വരുന്ന ഇക്വേഷൻ ബേസ്ഡ് അപ്പോൺ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം ഈ കാണിച്ചിരിക്കുന്ന ഓരോ ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. അപ്പം ആക്സിലറേഷൻ a is equal to k by m into a ആണ്. k by m into a ആണ്. അപ്പം k ന്റെ വാല്യൂ അറിയാം 500 ആണ്. മാസ് 5 കിലോഗ്രാം ആണ്. നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് 0.1 ആണ്. 0.1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ആക്സിലറേഷൻ a is equal to 10 meter per second square. 10 meter per second square ആണ് അതിന്റെ ആക്സിലറേഷൻ കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണ്. ഐ മീൻ ഈ കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഈ ചാപ്റ്ററിൽ നിന്നും നിർബന്ധമായും ചോദിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ പ്രാവശ്യം എഗെയിൻ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. യെസ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പർട്ടിക്കുലർ ചാപ്റ്റർ, ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് ഡിറൈവ് ചെയ്യുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ
ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കുക, ഈ ഒരു ഫിഗർ മക്കളെ, ഈ ഒരു ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഈ ഫിഗർ നിങ്ങൾ എന്തായാലും വരച്ച് പഠിച്ച് തന്നെ പോകണം. നോക്കുക, എന്താണ് ഒരു പെൻഡുലം അതിന്റെ മെയിൻ പൊസിഷനിൽ നിന്നും തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് നീങ്ങി കഴിഞ്ഞാൽ തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് മാറ്റി വെച്ചിട്ടുള്ള ഒരു ഫിഗർ ആണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ഈ ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്ന എന്റെ മെയിൻ പൊസിഷൻ. ഈ മെയിൻ പൊസിഷനിൽ നിന്നും ഒരു തീറ്റ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് അല്ലെ ഞാൻ ഇതിനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന എന്താ പറയാ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പാരാമീറ്റേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ കൊടുത്തിരിക്കുന്ന ഫിഗറിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മക്കൾ ഈ ഫിഗർ എന്തായാലും വരച്ചാൽ മാത്രമേ ഇനിയുള്ള ഡെറിവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയുള്ള സ്റ്റെപ്സിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ഇവിടെ നോക്കുക, ഈ ടെൻഷൻ ആണ്, ഇവിടെ ഈ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ ആണ് ടി. ഇവിടെ ഉണ്ടാകുന്ന ഈ റെഡ് ഡോട്ട് കണ്ടോ, ഇതിന്റെ ബോബാണ്, നമ്മുടെ പെൻഡുലത്തിന്റെ ബോബാണ്. അതിന്റെ വെയിറ്റ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത് mg. വെയിറ്റ് ആണ് ഇതിന്റെ mg, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഗ്രാവിറ്റി. ഓക്കെ, ഇനി ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിന് പാരലായി വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും? തീറ്റ ആയിരിക്കും അല്ലെ, തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ mg നെ നമ്മൾ എന്ത് ചെയ്തു? വെക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തു, അതിനെ സ്പ്ലിറ്റ് ചെയ്തു. mg cos തീറ്റയും വരും, mg sin തീറ്റയും വരും. ഇവിടെ mg cos തീറ്റയും വരും, യെസ്, ഇവിടെ mg cos തീറ്റയും വരും, ഇവിടെ mg sin തീറ്റയും വരും. അതിനെ സ്പ്ലിറ്റ് ചെയ്തു അല്ലെ, സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നതിനെ ബാക്കി സ്റ്റെപ്സ് പറയാൻ പോകുന്നുണ്ടോ. നമുക്ക് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. യെസ്, ഇവിടെ ടോർക്ക് ഇതൊരു റൊട്ടേഷണൽ മോഷന്റെ ഭാഗമല്ലേ, ഒരു റൊട്ടേഷണൽ മോഷന്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ ഫോഴ്സ് അല്ല, ഇവിടെ എന്താ ഉണ്ടാവുക? ടോർക്ക് ആണ് ഉണ്ടാവുക. ടോർക്ക് ഇസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇവിടെ ഞാനിവിടെ വെച്ച് ബോബ് വിട്ട് കഴിഞ്ഞാൽ ബോബ് എങ്ങോട്ടാ പോവാ? ബോബ് ഇങ്ങോട്ടാ പോവാ അല്ലെ. അതായത് ഈ mg sin തീറ്റയാണ്, mg sin തീറ്റയുടെ ഡയറക്ഷനിലാണ് എന്ത് സംഭവിക്കുക? നമ്മുടെ ബോബ് മൂവ് ചെയ്യുക, ബോബ് തിരിച്ച് മൂവ് ചെയ്യുക mg sin തീറ്റയുടെ ഡയറക്ഷനിലായിരിക്കും. ഇവിടെ mg cos തീറ്റ ഉണ്ട്, അത് ഈ ടെൻഷൻ ടി ആയിട്ട് റിസോൾവ് ആയിട്ട് പോകും. mg cos തീറ്റ ടെൻഷൻ ടി ആയിട്ട് റിസോൾവ് ചെയ്ത് പോകും. പക്ഷെ ഈ mg sin തീറ്റയിലായിരിക്കും എന്ത് സംഭവിക്കുക? നമ്മുടെ ബോബ് മൂവ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ mg sin തീറ്റയാണ് അതിന്റെ ഫോഴ്സ്. അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്ര മക്കളെ? ലെങ്ത് L ആണല്ലേ. ഓക്കെ, ലെങ്ത് L ആണ് അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ആ ഒരു കോൺസെപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടോർക്ക് ഇസ് ഈക്വൽ ടു മൈനസ് വരാൻ കാരണം ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലെ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡിസ്പ്ലേസ്മെന്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് സൈൻ വരാൻ കാരണം. നെഗറ്റീവ് L ഇൻറ്റു mg sin തീറ്റ, ഇക്വേഷൻ നമ്പർ 1. ഇനി നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആണ്. എന്താണ്? ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആണ്. ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? LHS ഈക്വൽ ആണ് അല്ലെ. ടോർക്കും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം? ഐ ആൽഫ ഇസ് ഈക്വൽ ടു മൈനസ് LMG sin തീറ്റ എന്ന് എഴുതാം. ഇതിൽ നിന്നും ആക്സിലറേഷൻ A ഇസ് ഈക്വൽ ടു ഈ L നെ എന്ത് ചെയ്തു? സാറ് പ്രതികെടുത്തു അല്ലെ. ഈ മൊമെന്റ് ഓഫ് ഇനേർഷ്യ I നെ സാറ് RHS എടുത്തു. അപ്പൊ എന്ത് വന്നു? മൈനസ് MGL ബൈ I എന്ന് വന്നു. ഇവിടെ സൈൻ തീറ്റ ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് തീറ്റ, സൈൻ തീറ്റ വിൽ എത്രയായിരിക്കും? For small values of theta, sin theta will be approximately equal to എത്രയായിരിക്കും? theta ആയിരിക്കും അല്ലെ. approximately equal to theta ആയിരിക്കും. ഓർത്തിരിക്കുക, for small values of theta, sin theta will be approximately equal to theta ആയിരിക്കും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഇവിടുത്തെ സൈൻ നമ്മൾ എന്ത് ചെയ്തു? സൈനിനെ ഒഴിവാക്കി. ഓക്കെ, ബാക്കി എന്തുണ്ട്? ആക്സിലറേഷൻ A is equal to മൈനസ് MGL ബൈ I എന്ന് വന്നു. ഓക്കെ, യെസ്, നമുക്ക് ഓൾറെഡി അറിയാം ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനിലെ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്താ മക്കളെ? മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് ആണ് അല്ലെ. ആണ്. അപ്പം ഈ രണ്ട് ഇക്വേഷനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് MG അല്ലെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു മൈനസ് MGL ബൈ I എന്ന് വരും. നോക്കുക, ഇവിടെ എയും നോക്കുക, എയും സെയിം ആണ്. ഇവിടെ തീറ്റയും എക്സ് സെയിം ആണ് അല്ലെ, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്തുണ്ട്? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു MGL ബൈ I എന്ന് വന്നു. ഇതിൽ നിന്നും നമുക്ക് I അറിയാം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഇക്വേഷൻ എന്താണ്? MR സ്ക്വയർ അല്ലെങ്കിൽ ML സ്ക്വയർ ആണ് അല്ലെ. MR സ്ക്വയർ അല്ലെങ്കിൽ ML സ്ക്വയർ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ എക്സാമ്പിളില് ML സ്ക്വയർ ആണ് അല്ലെ. അപ്പം അതുകൊണ്ട് സാർ എന്ത് ചെയ്തു? ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് പകരം ഐക്ക് പകരം ML സ്ക്വയർ കൊടുത്തു. ഇതില് എമ്മും ക്യാൻസൽ ആയി പോയി. L സ്ക്വയറിന്റെ സ്ക്വയർ എല്ലും ക്യാൻസൽ ആയി ബാക്കി എന്ത് വന്നു? G ബൈ L എന്ന് വന്നു. ഒമേഗ ഈക്വൽ ടു G ബൈ L എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ
സാറ് സ്ക്വയർ റൂട്ടിനെ പ്രതികൃതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്ക്വയറിനെ ഈ റൈറ്റ് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ വന്നു റൂട്ട് ഓഫ് ജി ബൈ എൽ എന്ന് വന്നു. അതായത് ഒമേഗ ഈക്വൽ ടു ജി ബൈ എൽ എന്ന് വന്നു. ഒമേഗയുടെ ഇക്വേഷൻ നമുക്ക് അറിയാം, ഓൾറെഡി അറിയാം 2π/t ആണ് അല്ലെ. ഒമേഗ ഈക്വൽ ടു 2π/t ആണ്. ആ ഒരു കോൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ടൈം പീരിയഡ് t is equal to 2π into root of L/g എന്ന് വരും. 2π into root of L/g എന്ന് വരും. നാളെ നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കണ്ടിരിക്കും. ഐ എം ഡാം ഷുവർ അബൌട്ട്. ഓക്കെ, നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം പീരിയഡ് ഓഫ് ആൻഡ് സിമ്പിൾ ഹാർമോണിക് ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരിയഡ് t കണ്ടുപിടിക്കുക എന്നുള്ളത്. ഈ കാര്യം നോക്കിയാണെങ്കിൽ മക്കളെ, ഷോ മീ സം ഫയർ ആൻഡ് ഷോ മീ സം ഹാൻഡ് വേവ്സ്. കമോൺ മക്കളെ, എവിടെ എവിടെ എവിടെ? അടിപൊളി, സൂപ്പർ, അടിപൊളി, സൂപ്പർ. ഓക്കെ, ഫൈൻ. ആണെങ്കിൽ ഒട്ടും സമയം കളഞ്ഞില്ല, ലെറ്റ്സ് മൂവ് ഓൺ. യെസ്, അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് മൂവ് ഓൺ ടു എന്താ പറയാ നമ്മുടെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അല്ലെ ഏറ്റവും കൂടുതൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും വെയിറ്റേജ് കുറവുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ ആണ്. പക്ഷെ എന്നിരുന്നാലും സാർ വീണ്ടും പറയുന്നു, സാർ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ ഒരു മാർക്ക് പോലും വിട്ട് കളയാൻ പാടില്ല. നിങ്ങളുടെ മാത്സ് എക്സാമിന്റെ ഒക്കെ ക്ഷീണം നമ്മൾ നാളെ ഫിസിക്സിൽ തീർക്കും. ഓക്കെ, മാത്സിൽ മാർക്കുകൾ ഉണ്ടാവാം, ആ ഒരു ടെൻഷനൊക്കെ വിട്ടുക. എല്ലാ എക്സാംസും നമ്മൾ എന്ത് ചെയ്യും അവിടേക്ക്, യെസ്, നമ്മൾ നാളത്തെ എക്സാമിൽ തീർക്കും. ഒരു മാർക്ക് പോലും വിട്ടു കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും മക്കളെ, കംപ്ലീറ്റ് മാർക്കും നമ്മൾ നാളെ എൻഷുർ ചെയ്യാൻ പോകണം. അതിനുവേണ്ടി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഐ മീൻ ചാപ്റ്ററിന്റെ ഓർഡറിൽ ഫസ്റ്റ് ഒന്നായിരിക്കും, പക്ഷെ കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് വെച്ച് നോക്കി കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും കുറവ് മാർക്ക് ചോദിക്കാൻ പോകുന്ന ടോപ്പിക് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും സാർ വീണ്ടും പറയുന്നു, ഒരു മാർക്ക് പോലും വിട്ടുകൊടുക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെ അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ഫൈനൽ ചാപ്റ്റർ. എന്താണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അതിലെ ഏറ്റവും ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം, ഏറ്റവും ബേസിക് കാര്യം നമ്മളെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് എന്താ പറയാ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ് അല്ലെ. നോക്കാം ഇവിടെ എന്താണ് ലെങ്ത് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി. ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിന്റെ ബേസിക് യൂണിറ്റ് മക്കളെ മീറ്റർ ആണ് അല്ലെ, മീറ്റർ ആണ്. ദെൻ മാസിന്റെ കിലോഗ്രാം, ടൈമിന്റെ സെക്കൻഡ് ആണ്, ഇലക്ട്രിക് കറന്റിന്റെ ആംപിയർ ആൻഡ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്താണ് കെൽവിൻ ആണ്. SI യൂണിറ്റ്സ് ആണ് അല്ലെ, SI യൂണിറ്റ്സ് ആണ്. ദെൻ ലൂമിനസ് ഇന്റൻസിറ്റി, ലൂമിനസ് പ്രകാശ തീവ്രത എന്താണ് കാൻഡലയാണ്. ഇതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റു രണ്ട് വാല്യൂസ് ആണ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ അല്ലെ. പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ ആരോ MP. യെസ്, ടെൻഷന്റെ ആവശ്യം മക്കളെ. യെസ്, ഒരു ടെൻഷന്റെ ആവശ്യമില്ല കേട്ടോ. ടെൻഷൻ കഴിഞ്ഞു, ഇതോടുകൂടി നമ്മുടെ എല്ലാ ടെൻഷനും കഴിഞ്ഞു. നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് നാളെ എക്സാം എഴുതാൻ പോകുന്നത്. എന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി നിങ്ങൾ ഒരു മാർക്ക് പോലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ സൂപ്പർ കോൺഫിഡൻസോടെ നമ്മൾ എക്സാം എഴുതാൻ പോകുന്നു. വി വിൽ സ്ലൈറ്റ്. ഓക്കെ, ആബ്സല്യൂട്ട്ലി വി ഗോണ സ്ലൈറ്റ്. ഓക്കെ, അപ്പൊ നോക്കാം. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് നമ്മളെ റേഡിയൻ ആണ്. ദെൻ സോളിഡ് ആംഗിൾ എന്താണ്, സ്റ്റെറാഡിയൻ ആണ് അല്ലെ. സ്റ്റെറാഡിയൻ ആണ് അതിന്റെ എന്താ പറയാ സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് വരുന്നത് കേട്ടോ. ഈ സിമ്പിൾസ് കൂടി മക്കൾ ഓർത്തിരിക്കുക. ഓൾറെഡി അറിഞ്ഞ കാര്യമാണ്, എന്നാലും ഓർത്തിരിക്കുക, ഓർത്ത് പോവാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഈ പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, നമ്മുടെ അടുത്ത് കാണാൻ പോകുന്നത് ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് യൂസിംഗ് ഇക്വേഷൻ F is equal to Gm1m2 divided by r² അല്ലെ. ഏറ്റവും കൂടുതൽ തവണ ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള, അതിന് ചോദിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഒരു നമ്മുടെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജിന്റെ ഡയമെൻഷണൽ ഫോർമുല റൈറ്റ് അപ്പ് ചെയ്യാം. സിമ്പിൾ ആണ്. നോക്കുക, ഈ ഒരു അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, G is equal to FR² divided by M1 into M2 എന്ന് വരും അല്ലെ. FR² divided by M1 into M2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഫോഴ്സ് ഉണ്ട്. ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്താ മക്കളെ, MLT⁻² ആണ് അല്ലെ. MLT⁻² ആണ്. റേഡിയസ് ആണ് അല്ലെ. റേഡിയസ് ഇറ്റ്സ് ലെങ്ത് ആണ് അല്ലെ. ലെങ്ത് നീളമാണ്. അപ്പം അവിടെ എന്താ പറയാ ലെങ്ത്തിന്റെ സ്ക്വയർ r² ആയതുകൊണ്ട് ലെങ്ത്തിന്റെ സ്ക്വയർ വന്നു. ഡിവൈഡ് ബൈ എന്താ പറയാ മാസിന്റെ എന്താണ് മക്കളെ M ആണ് അല്ലെ. മാസിന്റെ അറിയാം, മാസിന്റെ M ആണ്. അപ്പം M into M1 into M2 ആണ്. അതുപോലെ എന്ത് വന്നു, M എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാർ ഈ രണ്ട് എമ്മിനെയും മുകളിലിട്ട് കൊണ്ടുവന്നപ്പോ എന്തോ M⁻⁻1 അല്ലെങ്കിൽ M⁻⁻1 വന്നു. ഈ രണ്ട് ഡിനോമിനേറ്ററിലെ മാസുകളെയും സാറ് മുകളിലിട്ട് കൊണ്ടുവന്നപ്പോൾ എന്ത് വന്നു, M⁻⁻1 M⁻⁻1 വന്നു. താങ്ക്സ് കാർലോസ് പുയോൾ. ഓക്കെ, യെസ്, M⁻⁻1 വന്നു. ഓക്കെ, ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ഒന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യാനുണ്ട്. ക്യാൻസൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ വി ഗെറ്റ്, G is equal to ജിന്റെ എന്താ പറയാ നമ്മുടെ ഗ്രാവിറ്റേഷൻ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷണൽ ഫോർമുല വാട്ട് വിൽ വി ഗെറ്റ്, M⁻⁻1 L³ L⁻3 T⁻⁻2 എന്ന് വരും. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ. അങ്ങനെയാണെങ്കിൽ
അടുത്തൊരു ക്വസ്റ്റിലേക്ക് പോകാം. ലെറ്റ്സ് മൂവ് ഓൺ ടു അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കുക എന്താണ്. using this method of dimension check whether the equation is dimensionally correct or not. അതായത് ഒരു given equation dimensionally correct ആണോ അല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്. S is equal to ut plus half at square ആണ് അല്ലെ. S is equal to displacement, S is equal to ut plus half at square ആണ്. നോക്കാം, S എന്താ മക്കളെ, ഡിസ്പ്ലേസ്മെന്റ് ആണ്. U എന്താണ്, ഇനീഷ്യൽ വെലോസിറ്റി ആണ്. A എന്താണ്, ആക്സിലറേഷൻ ആണ്. ആൻഡ് T എന്താണ് മക്കളെ, ഒന്നുമില്ല, ടൈം ആണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോന്നിന്റെയും അതിന്റെ ഡയമെൻഷണൽ ഫോർമുല കൊടുത്തു നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്താണ്, ലെങ്ത് ആണ് അല്ലെ. യെസ്. പിന്നെ ut എന്താ വരിക, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പം LT റേസ് ടു -1 ഇൻറ്റു T എന്ന് വന്നു. ദെൻ കൂടാതെ ഹാഫ് AT സ്ക്വയർ ഇവിടെ T റേസ് ടു -1 T റേസ് ടു 1 എന്താ പറയാ, T റേസ് ടു 1 ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. ബാക്കി എന്ത് വരും, L വരും. ദെൻ ഹാഫ് AT സ്ക്വയർ ആക്സിലറേഷന്റെ LT റേസ് ടു -1 ആണ്. ആൻഡ് ടൈം T സ്ക്വയറിന്റെ ടൈം സ്ക്വയറിന്റെ എന്ത് വരും, T റേസ് ടു 2 വരും. ഇവിടെയും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ വി ഗെറ്റ്, എന്താ പറയും, ലെങ്ത്തിന്റെ L കിട്ടും. അങ്ങനെയാണെങ്കിൽ സിൻസ് ദ ഡയമെൻഷൻസ് ഓഫ് ഓൾ ടേംസ് ഓൺ ബോത്ത് സൈഡ്സ് ആർ ദ സെയിം, ദ ഇക്വേഷൻ ഇസ് ഡയമെൻഷനലി കറക്റ്റ്. അതായത് രണ്ട് സൈഡിലെയും LHS-ലെയും RHS-ലെയും ഡയമെൻഷൻസ് ഈക്വൽ ആയതുകൊണ്ട്, സെയിം ആയതുകൊണ്ട് എന്താ, വിച്ച് മീൻസ് ദ ഡയമെൻഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇക്വേഷൻ ഇസ് കറക്റ്റ്. ഓക്കെ ആണോ? ഈ കാര്യം ഓക്കെ ആണെങ്കിൽ എഗെയിൻ മക്കളെ, എവിടെ എന്റെ മക്കളോടെ, വിനീഷിന്റെ മക്കളോടെ, കമോൺ, എവിടെ എവിടാ, യെസ്, അടിപൊളി. എവിടെ എന്റെ യൂട്യൂബിൽ മക്കളോടെ, കമോൺ വേഗോട്ടെ, ഷോ മി സം ഫയർ. എവിടാ മക്കളെ? യെസ്, ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. യെസ്, വേഗോട്ടെ. യെസ്, അർജുൻ വന്നിട്ടുണ്ട്. സൂരജ് ഇന്നലെ തുടങ്ങി പാവം കൈവക്കി നിൽക്കണം അല്ലെ. സൂരജ് DS ഒരുപാട് പേരുണ്ടല്ലേ. യെസ്, സൂരജ്, യെസ്, അടിപൊളി. ദേവിക, ജയ, മെറീന ഒരുപാട് പേരുണ്ട്. സൂപ്പർ, അടിപൊളി മക്കളെ. അങ്ങനെ ലെറ്റ്സ് മൂവ് ഓൺ. ഒട്ടും സമയം വഹിക്കുന്നില്ല. Yes, the most important question from this particular chapter എന്താ? Suppose ആരും ഈ ക്വസ്റ്റ്യൻ കണ്ട് ഓസിലേഷൻ ആണ് വിചാരിക്കുന്നത്, ഓസിലേഷൻ ചാപ്റ്റർ ആണ് വിചാരിക്കുന്നത്. നമ്മുടെ അഗൈൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് തന്നെ ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. Suppose that the period of oscillations of a simple pendulum depends on its mass of the bob, length, acceleration due to gravity. Derive the expression for its time period using the method of dimensions. നമ്മൾ നേരത്തെ ചെയ്ത കാര്യമാണ്. ഈ ഒരു കാര്യത്തിൽ വെച്ചിട്ട് എന്താണ്, ആരും നമ്മുടെ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് വിചാരിക്കരുത്. ഇതും എന്താണ്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കുക, ഇവിടെ എന്താ പറയുന്നത്, ഒരു സിമ്പിൾ പെൻഡലത്തിന്റെ ടൈം പീരീഡ് എന്തിനൊക്കെ പ്രൊപ്പോർഷൻ ആണ്, അതിന്റെ മാസിന് പ്രൊപ്പോർഷൻ ആണ് അല്ലെ. മാസിന് പ്രൊപ്പോർഷൻ ആണ്, ലെങ്ത്തിന് പ്രൊപ്പോർഷൻ ആണ്, ആൻഡ് അതിന്റെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, അപ്പം സാർ ഇതിനെ മാത്തമാറ്റിക്കലി എഴുതി. ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m റേസ് ടു x ആണ്. mx എന്നല്ല, m റേസ് ടു x, L റേസ് ടു y ആൻഡ് G റേസ് ടു z. സാർ വെറുതെ ക്യാപ്പ് കൊടുത്തു. അതായത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾക്കും ഇപ്പം ടൈം പീരീഡ് T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m റേസ് ടു, അതിനൊരു ക്യാപ്പ് കൊടുത്തു, x എന്ന് പറഞ്ഞ ക്യാപ്പ് കൊടുത്തു, ദെൻ ലെങ്ത്തിനൊരു ക്യാപ്പ് കൊടുത്തു, എന്താണ് y കൊടുത്തു, ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് സാർ ഒരു ക്യാപ്പ് കൊടുത്തു, z കൊടുത്തു. ഓക്കെ, യെസ്. നമുക്ക് എന്ത് വേണം, ഈ ഇക്വേഷൻ. യെസ്, ഈ ഇക്വേഷൻ സാർ എന്ത് ചെയ്തു, ഇതിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് കേട്ടോ. കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രൊപ്പോർഷനായിട്ട് മാറ്റി കോൺസ്റ്റന്റ് ആക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സാർ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി എന്താ മക്കളെ, റൈറ്റിംഗ് ദ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്, രണ്ട് സൈഡിലെയും എന്ത് കൊടുത്തു സാറ്, രണ്ട് സൈഡിലും എന്ത് കൊടുത്തു, അതിന്റെ ഡയമെൻഷൻ ഇതാ കേട്ടോ. അതായത് ഇവിടെ ടൈം പീരീഡ് ആണല്ലേ, ടൈം പീരീഡ് T ആണ്. ടൈം പീരീഡ് T ആയതുകൊണ്ട് സാർ അതിനെ m റേസ് ടു 0, L റേസ് ടു 0, T റേസ് ടു 1 എന്ന് കൊടുത്തു. വേണമെങ്കിൽ സാർ T റേസ് ടു 1 എന്ന് കൊടുക്കാം. പക്ഷേ കുറച്ചും കൂടി മാത്തമാറ്റിക്കൽ കൺവീനിയൻസിന് വേണ്ടി സാർ എന്ന് കൊടുത്തു, m റേസ് ടു 0, L റേസ് ടു 0 എന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അതായത് നമുക്കറിയാം ടൈം പീരീഡ് T എന്ന് പറയുന്നത് അവിടെ T മാത്രമേ ഉള്ളൂ അല്ലെ. ടൈം പീരീഡ് Tക്ക് T എന്ന് പറയുന്ന ഡയമെൻഷണൽ ഫോർമുല മാത്രമേ ഉള്ളൂ. പക്ഷേ m റേസ് ടു 0 കൊടുത്തു കഴിഞ്ഞാലും L റേസ് ടു 0 കൊടുത്തു കഴിഞ്ഞാലും അതൊരു കുഴപ്പമില്ല. ജസ്റ്റ് ഒരു ഡമ്മി ഫിഗർ ആണ്. ഓക്കെ, ഒരു ഡമ്മി ഫിഗർ ആണ്. ഓക്കെ, ഇനി ഈ മാസിന് എന്താണ്, മാസിന് m കൊടുത്തു, ലെങ്ത്തിന്റെ L കൊടുത്തു, ആൻഡ് ആക്സിലറേഷനെ സാർ എന്ത് കൊടുത്തു, LT റേസ് ടു -2 എന്ന് കൊടുത്തു. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്തൊരു m റേസ് ടു x, L റേസ് ടു y, ദെൻ ഈ ഒരു L റേസ് ടു z വരും, T റേസ് ടു -2z വരും. ഓക്കെ, again സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും മക്കളെ,
യെസ് എം റേസ് ടു എക്സ് എൽ റേസ് ടു വൈ പ്ലസ് രണ്ട് ആണോ ഇവിടെയും എൽ ഉണ്ട്, ഈ രണ്ടില് എല്ലും കൂടിയും ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും എൽ റേസ് ടു വൈ പ്ലസ് സെഡ് ആൻഡ് ടി റേസ് ടു മൈനസ് ടു സെഡ് എന്ന് വരും, ടി റേസ് ടു മൈനസ് ടു സെഡ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേറ്റിംഗ് ദ ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലെയും ഇക്വേഷൻസിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം എക്സ് എന്താ വരിക, ഇവിടെയും എം ഉണ്ട് ഇവിടെയും എം ഉണ്ട് അല്ലെ. എമ്മിന്റെ പവർ നോക്കാം എക്സ് ആണ്, ഇവിടെ എത്രയാണ് 0 ആണ്, അങ്ങനെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇനി വൈന്റെ കോമ്പണന്റ് നോക്കുക, വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു എത്രയാണ് മക്കളെ, ലെങ്ത്തിന്റെ പവർ നോക്കുക, ലെങ്ത്തിന്റെ പവറിൽ എൽ റേസ് ടു വൈ പ്ലസ് സെഡ് ആണ്, ഇവിടെ എന്താ എൽ റേസ് ടു 0 ആണ്. അപ്പൊ നോക്കിയേ വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ടിന്റെ പവർ നോക്കുക, ടിന്റെ പവർ എത്രയാണ് -2 ആണ് അല്ലെ, -2 സെഡ് ആണ്, ഇവിടെ എത്രയാണ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, യെസ് z is equal to -1/2 എന്ന് വരും, z is equal to -1/2 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം എന്ത് കിട്ടി, x കിട്ടി, y കിട്ടി, z കിട്ടി, x y z കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി നമ്മൾ എന്താ പറയാ, നമ്മൾ ആദ്യം കൊടുത്ത ഇക്വേഷനിൽ സാർ പറഞ്ഞു t is directly proportional to m raised to x, l raised to y and g raised to z ആണ്. അപ്പം t is equal to എന്ത് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് ഈ k കേട്ടോ, ആ കോൺസ്റ്റന്റ് ആണ് ഈ k. ഓക്കെ, അപ്പം k into m raised to x, l raised to y and g raised to z എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് x ന്റെ വാല്യൂ കിട്ടി, y ന്റെ വാല്യൂ കിട്ടി, z ന്റെ വാല്യൂ കിട്ടി. ഈ മൂന്ന് വാല്യൂസും ഇക്വേഷനിൽ കൊടുക്കുക ആൻഡ് യുവർ ആൻസർ ഇസ് ഡൺ. നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഈ കാര്യം, ഈ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ മക്കളെ നാളെ നിങ്ങൾ എക്സാം പേപ്പറിൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് ഫ്രം ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ. ഓക്കെ ആണെങ്കിൽ തംസ് അപ്പ്, കമോൺ, അടിപൊളി, സൂപ്പർ, അടിപൊളി മക്കളെ. അങ്ങനെയാണെങ്കിൽ അഗൈൻ ലെറ്റ്സ് മൂവ് ഓൺ. സാർ നമുക്ക് എന്താ പറയാ, വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിക്കൊണ്ടിരിക്കുന്നു, ഒരുപാട് നീട്ടുന്നില്ല, പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ് നോക്കാം എന്താണ് നെയിം ആൻഡ് സ്റ്റേറ്റ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും വരാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, നെയിം ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പൽ യൂസ്ഡ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? ഒന്നുമില്ല, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി അല്ലെ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. എന്താ പറയുന്നത് മക്കളെ, നോക്കുക, ഫോർ an equation to be correct, the dimensions of each terms on both sides of the equation must be same. Very important principle ആണ് principle of homogeneity. Principle of homogeneity എന്താ പറയുന്നത്, ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം മക്കളെ, അതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്ന എന്താ പറയുക ടേംസിന്റെ ഡയമെൻഷൻ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം, സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ അതിന് മറ്റു ലാംഗ്വേജിൽ പറയാം, the magnitudes of physical quantities may be added or subtracted only if they have the same dimensions. Yes, രണ്ടിനും എന്തായിരിക്കണം, സെയിം ഡയമെൻഷൻസ് ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അതിന്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, നോക്കുക, എന്താണ്, ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് യൂസിംഗ് ഇക്വേഷൻ. യെസ്, ലാംഡ is equal to നോക്കുക, നിങ്ങൾ അടുത്ത കൊല്ലൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു ഇക്വേഷൻ ആണ്. നോക്കുക, ലാംഡ is equal to വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ ആണ്. വേവ് ലെങ്ത് ലാംഡ is equal to h by mu. ഓക്കെ, ഇതില് നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ ഇന്റർഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ഇക്വേഷൻ ആണ്. നോക്കുക, h is equal to ലാംഡ mv എന്ന് വരും അല്ലെ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് h is equal to ലാംഡ into mv എന്ന് വരും. ഇവിടെ h നോക്കുക, നമുക്ക് ഇതിനെ എന്ത് ചെയ്താം, ഡയമെൻഷണൽ ഫോർമുല എഴുതാം. നോക്കുക, ലാംഡ എന്താണ്, വേവ് ലെങ്ത് ആണല്ലേ, ലെങ്ത് എന്ത് വരും, അപ്പം L വന്നു അല്ലെ, L വന്നു. ഇനി മാസ് എന്താ വരുന്നത്, മാസിന്റെ m ആണ്. ഇവിടെ എന്താ, വെലോസിറ്റി LT raised to -1 വന്നു. ഓക്കെ, LT raised to -1 വന്നു. അപ്പൊ എന്ത് കിട്ടി, നമുക്ക് ആൻസർ ആയില്ലേ മക്കളെ, h ന്റെ കിട്ടിയല്ലേ, പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡയമെൻഷണൽ ഫോർമുല കിട്ടി. എന്ത് വന്നു, ml² T raised to -1 വന്നു, ml² T raised to -1 എന്ന് വന്നു. ഓക്കെ ആണോ? ഈ കാര്യം ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ അഗൈൻ ഷോ മീ സം ഫയർ, കമോൺ ഷോ മീ സം ഫയർ. ആൻഡ് ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സെയിം ക്ലീഷേ സംഭവം എന്താണ്, ക്രിഞ്ച് സംഭവം അഗൈൻ. യെസ്, ഹാൻഡ്സ് വേവ്, അടിപൊളി, സൂപ്പർ അല്ലേ? അപ്പം ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ ഇന്നും എന്താ പറയാ, 3 ചാപ്റ്റർ അല്ലെ, 3 ഇമ്പോർട്ടന്റ് ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് കവർ ചെയ്ത് പോയിട്ടുണ്ട്. യെസ്, അപ്പം നിവിൻ സാർ, നമ്മൾ എന്താ പറയാ, സക്സസ്ഫുള്ളി വി കംപ്ലീറ്റഡ് അവർ എന്താ പറയാ മിഷൻ കൊട്ടിക്കലാശം അല്ലെ, കൊട്ടിക്കലാശം അല്ലേ പറഞ്ഞത്? യെസ്, നമ്മുടെ കൊട്ടിക്കലാശം മിഷൻ കൊട്ടിക്കലാശം ഇസ് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആൻഡ് ഐ ഹോപ്പ് അല്ലെ മക്കളെ? യെസ് സക്സസ്ഫുൾ ആണ്. സോ ഫാർ സോ ഗുഡ് അല്ലെ? ഇനി നാളെ എന്റെ മക്കൾ റിസൾട്ട് ആണ്, നമുക്ക് എന്താ പറയാ, യെസ് തീർച്ചയായും.
എല്ലാവർക്കും സെറ്റ് ആണെങ്കിൽ തീയിട്ടുണ്ട്. യെസ്. അപ്പോ ആദ്യം ക്ലാസ്സിൽ ഇത്ര നേരം നല്ല ഉഷാറായിട്ടിരുന്ന എല്ലാ മക്കൾക്കും അല്ലെ നാളെ പ്ലസ് കിട്ടട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. ഓക്കെ. അപ്പോ ഞാനും അതുൽ സാറും മാത്രമല്ല, ഇവിടെ വേറൊരു സാറുണ്ട്, എബിൻ സാർ. സാറൊന്നും നിങ്ങൾ വന്നേ. എബിൻ സാറിന് വാങ്ങട്ടെ, കുഴപ്പമില്ല, പോട്ടെ. എബിൻ സാർ എന്ന് പറയുന്ന സാറും കൂടി 2 ദിവസം നമ്മളെ കൂടി ഉണ്ടായിരുന്നു. തേജസ് സാർ എന്ന് പറഞ്ഞ വേറൊരു സാറും കൂടി കേട്ടാ. തേജസ് സാർ എന്ന് പറഞ്ഞാൽ വേറൊരു സാറും കൂടി ഉണ്ടായിരുന്നു. ഇതാണ് എബിൻ സാർ കേട്ടാ. അതൊരു ചാറ്റ് എടുത്ത് വിളിക്കും. ഓക്കെ. തേജസ് സാർ എന്ന് പറഞ്ഞ സാറും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ 4 പേരാണ് 2 ദിവസമായിട്ട്. അടിപൊളി. അതുകൂടാതെ നിങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ സാറന്മാര് അവിടെ ഉണ്ട്, ഇഷ്ടംമാരെ സാറന്മാരവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോ എല്ലാവർക്കും ആദ്യമേ വിജയാശംസകൾ നേരുന്നു. തീർച്ചയായും. പിന്നെ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ചിരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ടേക്കണ എഫേർട്ട് ചെറുതൊന്നുമല്ല, നല്ലോണം എഫേർട്ട് ഉണ്ട്. 3 റിവിഷനോളം നമ്മൾ ഓൾറെഡി ഫിസിക്സിന്റെ ചാപ്റ്റർ തീർത്ത്. എല്ലാ ചാപ്റ്ററും 14 ചാപ്റ്ററും 3 പ്രാവശ്യം റിവിഷൻ ചെയ്തു. അതുകൂടാതെ ആ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിൽ ഇല്ലാത്ത ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവർക്കും കൂടി ഗുണം ചെയ്തോട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ പറയുന്ന കുട്ടിക്കലാശം എന്ന് പറയുന്ന ഈ ഫിസിക്സിന്റെ അവസാനത്തെ കാര്യമുള്ളൂ. ഓക്കെ. അപ്പോ എന്താണ് പറയേണ്ടത്? സലാറുടെ ഡയലോഗ് പറയാല്ലേ? സലാറുടെ ഡയലോഗ് പറയാം. B+ന് വേണ്ടിയും എക്ക് വേണ്ടിയും പോരാടിയത് മതി. അല്ലെ? കൺമുൻപിലുള്ള A+കളെല്ലാം അല്ലെ? പലർക്കും എന്താ പറയാ, മാത്സ് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടായെന്ന് പറഞ്ഞു വന്നല്ലേ സാറേ. പക്ഷെ ആ ക്ഷീണം മക്കളെ നിങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും ആ ക്ഷീണം നമ്മൾ എന്ത് ചെയ്യും? നാളത്തെ എക്സാമിന് നമ്മൾ കംപ്ലീറ്റ് പവറിൽ യെസ് 3 times റിവിഷൻസ് എഫക്റ്റീവ് ആയിരുന്നു. ഓബിയസ്ലി എന്തായാലും എന്താ പറയാ, അത് എഫക്റ്റീവ് ആയിരുന്നു, എഫിഷ്യന്റ് ആയിരുന്നു. അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവ് ആയെന്ന് പറയുന്നത് നിങ്ങളുടെ നാളത്തെ റിസൾട്ടിൽ അത് റിഫ്ലക്ട് ചെയ്തിരിക്കും. നിങ്ങളുടെ നാളത്തെ റിസൾട്ടിൽ എന്തായാലും അത് റിഫ്ലക്ട് ചെയ്തിരിക്കും മക്കളെ. അപ്പം ഫുൾ കോൺഫിഡൻസിൽ, ഫുൾ ഓൺ പവറിൽ എന്ത് ചെയ്യുക? നാളത്തെ എക്സാം അങ്ങോട്ട് ഫേസ് ചെയ്യുക. ജസ്റ്റ് ക്രാക്ക് ഇറ്റ്. കറക്റ്റ് 9:00 ക്ലാസ് നിർത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ എഫേർട്ട് ഒന്നും രാത്രി ഇരിക്കരുത്. ഇന്നലെ അതുണ്ടാണോ ചാറ്റ് ചെയ്ത പറയാ, ബിനോയ് എന്ന് പറഞ്ഞൊരു പയ്യൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യണം 12:45 ദൈവത്തോർത്ത് 12:40 എങ്കിലും ഡൗട്ട് വെച്ച് മെസ്സേജ് ചെയ്യണം. ഓക്കെ. ദൈവത്തോർത്ത് ഇന്ന് അത്രയൊന്നും ഉറക്കൊളിച്ചിരിക്കരുത്. നാളെ എക്സാം ഉള്ളതാണ്. 7 മണിക്കൂർ 8 മണിക്കൂർ വരെയൊക്കെ ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ബുദ്ധി മര്യാദ പ്രവർത്തിക്കുള്ളൂ. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി അല്ലെ ഉഷാറായിട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിന്നേഴ്സിന്റെ സ്നേഹം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും താങ്ക് യു. അടിപൊളിയായിട്ട് എക്സാമിൽ തകർത്ത് വരാട്ടോ. A+ കൊണ്ട് വരിക. നോ കോംപ്രമൈസ് ഉണ്ട്. ഓക്കെ അല്ലേ? ഉഷാറല്ലേ? നമ്മുടെ യൂട്യൂബിലൊക്കെ +1 നിന്ന് അതുൽ സാറും അല്ലെ താൽക്കാലികമായി നിങ്ങളോട് സൈനിങ് ഓഫ് ചെയ്യുന്നു. നമ്മൾ വീണ്ടും കാണുന്നവരെ until next time, yes, bye the bye.